4 ഫ്ലോറും നമുക്ക് വേണ്ടി ഇങ്ങനെ തുറന്നിരിക്കുകയാണ്, വിശാലമായിട്ടുള്ളത്. ഇഷ്ടം പോലെ വെറൈറ്റീസ് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസിന് മാത്രമാണ്. വിചിത്രയില് യോക്കില് വർക്ക്, നമുക്ക് നൈറ്റിക്ക് പറ്റിയിട്ടുള്ള ദുപ്പട്ടാസ് ആണ്. ടീഷർട്ടിന്റെ പല പല വെറൈറ്റീസ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് അതിനേക്കാളും നല്ല ലാഭത്തിന് കിട്ടും, അവർക്ക് നല്ല ലാഭത്തിന് കിട്ടുന്നത് കൊണ്ട്. ലുധിയാന ആണ് ഏറ്റവും ടോപ്പ് ടീഷർട്ടിന് വരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് 3rd ഫ്ലോറിൽ മൊത്തം മെൻസ് വെയറിന്റെ കളക്ഷൻ. ഡബിൾ കളർ ബാട്ടിക് നോക്കിയേ, ഇത് ഫുള്ള് നിറവ്. ഇതൊക്കെ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് അല്ലേ? എല്ലാം കംപ്ലീറ്റ് നൈറ്റി ബിത്ത പ്രിന്റ്, അജ്രക് പ്രിന്റ്, ബാട്ടിക് പ്രിന്റ് എല്ലാം പ്രിന്റ്സ് ഉണ്ടാവും. ബീഡ്സ് വർക്ക്, സെയിം ഫുൾ ബ്രഷ് പ്രിന്റ് ഉള്ളത് നമ്മുടെ ദുപ്പട്ടാലി. നമുക്ക് മോണോപോളി ഡിസ്ട്രിബ്യൂഷൻ ആണ് സൗത്ത് കേരള. ഓക്കെ, ഈ ബ്രാൻഡ് എനി ഡേ നമുക്ക് ഒരു 5000 പീസസ് അവൈലബിൾ ആണ്. റെഡിമെയ്ഡ് ബ്ലൗസ് ആണ്. ഹാൻഡ് വർക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഇത് മെഷീൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല. ഈ വർക്ക് ഈ എല്ലാം ബ്രാൻഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഷേപ്പ് വെയർ, ഫിഷ് കട്ട് എല്ലാം. ഓൾമോസ്റ്റ് 20 ബ്രാൻഡ്സ് നമ്മൾ ബോക്സ് പാക്കിങ്ങിൽ ഫോർമൽസിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പോക്കറ്റ്, ഡബിൾ പോക്കറ്റ്, 3, 4, 5XL വരെ അവൈലബിൾ ഉണ്ട്. 6 പോക്കറ്റ് ബാഗി പാൻറ്റാണ്. ഒറിജിനൽ മോഡലിന്റെ ദുപ്പട്ട. ഇത് നമ്മുടെ സൗത്ത് കോട്ടൺ, നിങ്ങൾ പ്രത്യേകിച്ച് ഡിസൈൻ ചെയ്തിട്ട് എടുത്ത ഐറ്റം ആണ്. ധോത്തി ബ്രാൻഡഡ് ഉണ്ട്, അൺബ്രാൻഡഡ് ഉണ്ട്, ഹാൻഡ്ലൂം ഉണ്ട്, എല്ലാം ഉണ്ട്. ആ വെറൈറ്റി ആണ് ഈ കാണുന്നത്. 4 ഫ്ലോർ മൊത്തം കിടന്ന് നടക്കണ്ടേ, അപ്പൊ അതിന്റെ എവിടെയോ ഒരു ഫ്ലോറിൽ നിന്ന് കണ്ടുപിടിച്ച് വന്നതല്ലേ. നമ്മുടെ റെഗുലർ ജയ്പൂർ കോട്ടൺ പ്രിന്റ്സ്, ബാട്ടിക്, ഒറിജിനൽ ബാട്ടിക് കോട്ടൺസ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ് ഹാരി പോട്ടർ. ഫുൾ പാന്റിന്റെ മാത്രമാണ്. അതില് ബോയ്സിന്റെ ഉണ്ടാവും, ടീനേജുകാർക്കുള്ളത് ഉണ്ടാവും. എല്ലാത്തിലും നമുക്ക് ഒരു 200 മീറ്റേഴ്സിന്റെ സ്റ്റോക്ക് എപ്പോഴും കളേഴ്സ് നമുക്ക് എടുക്കാം. പണ്ടേ തൊട്ട് ട്രെൻഡ് ഉള്ള ഒരു സംഭവമാണ് കേട്ടോ കോട്ടണില് നമുക്ക് ചുങ്കിടി. ഇത് ഇപ്പോഴും ഉണ്ട്. ഹാൻഡ്ലൂമിന്റെ മാത്രം ഒരു കൗണ്ടറാണ് ഈ ഫുൾ കാണുന്നത് കേട്ടോ. അതില് ഇതൊക്കെ ഷർട്ടല്ലേ ഈ കാണുന്നത്. ഇതേപോലെ നിങ്ങൾക്കും ആവണമെങ്കിൽ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് എപ്പോഴും സ്ഥിരം വരുന്ന ഒരു സ്ഥലമാണ് മാർക്കറ്റ് റോഡ്. അപ്പോൾ MN ഫാഷൻ, MN ഫാബ്രിക്കിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. പേരിൽ തന്നെ എല്ലാം ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നതാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ സാരീസും കുർത്തീസിന് വേണ്ടി മാത്രമാണ്. പക്ഷേ അത് കൂടാണ്ട് വേറെയും ഇഷ്ടം പോലെ സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇപ്പോൾ സാരീസ് ആണെങ്കിൽ സാരീസിനെ പറ്റിയിട്ടുള്ള റെഡിമെയ്ഡ് ബ്ലൗസ്, പാവാട, ഷേപ്പ് വെയർസ് അങ്ങനത്തെ. പിന്നെ കുർത്തീസ് മാത്രമല്ല, കുർത്തീസിനെ പറ്റിയിട്ടുള്ള ബോട്ടംസ് ഉണ്ട്. പിന്നെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ, റണ്ണിങ് മെറ്റീരിയൽ, ഷർട്ട്സ്, ടീഷർട്ട്, കിഡ്സ്, അങ്ങനെ വെറൈറ്റികൾ കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് കയറി നിൽക്കുക. നമ്മൾ സ്ഥിരം ഇപ്പോൾ എറണാകുളത്ത് വരുന്ന ഒരാളാണ്. നമ്മളിപ്പോൾ ഈ മാർക്കറ്റ് റോഡിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഈ MN പുറത്തുനിന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഇത്ര വലിയൊരു ബിൽഡിംഗ് ആണ്, ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്കൊരു മനസ്സിലാഗ്രഹമില്ലേ, എന്താണ് അതൊന്ന് കണ്ടു നോക്കിയാലോ. അതിന് മുന്നേ ഇത് മാർക്കറ്റ് റോഡിൻ്റെ അവിടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട്, അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു MN ഫാഷൻ, MN ഫാബ്രിക് വരുന്നത്. ഇനി മാർക്കറ്റ് റോഡിൽ വരുമ്പോൾ സാധാരണ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് പാർക്കിംഗ് ഏരിയ. അതിനും ഒരു സൗകര്യം ഒരുക്കി വെച്ചിട്ടുണ്ട്, സെപ്പറേറ്റ് ഒരു പാർക്കിംഗ് ഏരിയ തന്നെ ഉണ്ട്. അത് കൂടാണ്ട് അത്യാവശ്യം ഇവിടെ തന്നെ കാറോ ബൈക്കോ എന്ത് വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള ഒരു സെപ്പറേറ്റ് ഏരിയയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ ഇത്രയും വലിയൊരു ബിൽഡിംഗ്, അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. വരും. നമ്മളിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ മൊത്തം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ. അപ്പോൾ ഇവിടുത്തെ ബെന്നിട്ടോ മൈൻഡ് ചെയ്തില്ല എന്ന് പറയണ്ട, നമ്മുടെ ഓണേഴ്സ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ മൊത്തം കാണിച്ചിരിക്കുന്നത് സാരീസും അതുപോലെ തന്നെ കുർത്തീസ്. ഹായ് പിന്നെ ഓക്കെ, താങ്ക് യു. അപ്പോൾ വ്യൂവേഴ്സിന് വേണ്ടി എൻ്റെ വക ഒരു സ്വാഗതം ഉണ്ട്. എങ്ങനെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ? അടിപൊളിയായിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു. സാരീസും കുർത്തീസിന്റെ കളക്ഷൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കടയിൽ ഒത്തിരി ഉണ്ട്. സാരി ആണെങ്കിൽ സാരിക്ക് പാവാട വേണ്ടേ? അതെ, അതൊക്കെ ഹാൻഡ്മെയ്ഡ്, റെഡിമെയ്ഡ് ബ്ലൗസ് ഒക്കെ ഉണ്ട്. നല്ല വർക്കുള്ള ബ്ലൗസസും, ചുരിദാർ മെറ്റീരിയൽ, റണ്ണിങ് മെറ്റീരിയൽ, മെൻസ് വെയർ ഒത്തിരി ഉണ്ട്. ഇന്നും കാണണം. അപ്പൊ നമുക്ക് നോക്കിയാലോ. അപ്പൊ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സാരീസിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഫുൾ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 ഫ്ലോറിൽ 2 ഫ്ലോർ മൊത്തം ഗോഡൗൺ ആണ്. ബാക്കി 4 ഫ്ലോർ നമുക്ക് വേണ്ടി ഇങ്ങനെ തുറന്നിരിക്കുകയാണ്, വിശാലമായിട്ടുള്ളത്. അപ്പൊ എല്ലാം കാണാം. അപ്പൊ ഈ ഒരു സാരിയുടെ ഫ്ലോർ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ പോയാലോ? അവിടെയല്ലേ?
8,000 സ്ക്വയർ ഫീറ്റ് ഫസ്റ്റ് ഫ്ലോർ മൊത്തം നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ്. അപ്പോൾ സാമ്പിൾസ് മാത്രമാണ് കാണിക്കുന്നത്. നേരിട്ട് വരാണെങ്കിൽ ഒരു ദിവസം മൊത്തം ഉണ്ടായാലും നമുക്ക് ഇത്രയും അധികം കളക്ഷൻസ് കണ്ട് തീരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സാമ്പിൾസ് കാണിക്കാം, പിന്നെ ഓവറോൾ ഒന്ന് ഓടിപ്പിച്ച് കാണിക്കാം എന്തൊക്കെയാണ് വെറൈറ്റീസ് ഉള്ളത്. അപ്പോൾ ഒന്ന് നേരിട്ട് വരാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ സാമ്പിൾസ് എന്താണെന്നൊന്ന് കണ്ടു നോക്കാം. ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള വെറൈറ്റി കളക്ഷൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. കണ്ടോ, ഇത് നമ്മുടെ മൊഡാൾ സിൽക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള ഒരു ഐറ്റമാണ് മൊഡാൾ സിൽക്ക്. മോഡൽ സിൽക്ക് അതും അൺസ്റ്റിച്ചഡ് ആണ്. അതിൽ കൂടെ ദുപ്പട്ട അടക്കം വരുന്നതാണ്. ഇതിൽ അടിയിലേക്കുള്ള ലൈനിങ് അടക്കം കിട്ടുമോ? അല്ലെങ്കിൽ ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, സെപ്പറേറ്റ് ഇവിടെ മേടിക്കാൻ കിട്ടും. ഓക്കെ, അപ്പൊ ഇത് മോഡലിൽ വരുന്ന ഒരു കളക്ഷൻ ആണ്. അജ്രക് സ്റ്റൈലിന്റെ പ്രിന്റ്സ് കിട്ടും, കംപ്ലീറ്റ് അജ്രക് സ്റ്റൈലിന്റെ പ്രിന്റ്സ് കിട്ടും, ബാന്തിനി സ്റ്റൈൽ, അങ്ങനെ വെവ്വേറെ സ്റ്റൈലാണ്. പ്യൂർ മോഡൽ സിൽക്കിന്റെ വെറൈറ്റീസ് ആണ് കേട്ടോ. ടസറിൽ വരുന്നതാണ്. യോക്കിൽ അത്യാവശ്യം വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ദുപ്പട്ട എല്ലാം അതും ഈ കാണിക്കുന്നത് പ്യുവർ ആണ് കേട്ടോ. ഇതെല്ലാം പ്യുവർ ദുപ്പട്ട ആണ്. പ്യുവർ ടസറും പ്യുവർ ദുപ്പട്ട ആപ്ലിക്, ഇത് കട്ട് വർക്ക്, പിന്നെ ഇത് ചെറിയ ചെറിയ നല്ല വർക്ക് ഉള്ളതാണ്. ഫുൾ ത്രെഡ് വർക്ക് ആണ്. ഫുള്ള് ത്രെഡ് വർക്ക്, ചെറിയ കോൺട്രാസ്റ്റ്, സ്മോൾ കോൺട്രാസ്റ്റ് മാത്രം. 0-100 ആ സെയിം ടോൺ ടു ടോൺ തന്നെ, അത്ര അങ്ങോട്ട് വ്യത്യാസമായിട്ട് മനസ്സിലാവില്ല. അപ്പൊ പ്യുവർ ടസറിലാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. കോട്ടൺ സെറ്റ്. ഓക്കെ, അതില് ഫോയിൽ പ്രിന്റ്, ഇത് വീവിങ് ആട്ടോ, വീവിങ്. ഇത് ഫുൾ വീവിങ് ആ. കാണുമ്പോൾ ഫോയിൽ പ്രിന്റ് പോലെ ഫീൽ ചെയ്യും, പക്ഷെ ഒക്കെ വീവിങ് ആണ് വരുന്നത്. സെയിം ആ ഒരു സട്ടലിൽ വരുന്നത് പാർട്ടി വെയർ കളക്ഷൻ ആയിട്ട് നമുക്ക് പെടുത്താം കേട്ടോ. ഇതൊക്കെ നല്ല ഷൈനിങ് കൊടുക്കുന്ന ഒരു മെറ്റീരിയൽ, കോട്ടൺ സാറ്റൻ മെറ്റീരിയൽ ആണ് ഇത് വരുന്നത്. ഇത് ലക്നവി റിയൽ ലക്നവി വർക്കാണ്. ഇത് ഫ്രണ്ടിലെ കംപ്ലീറ്റ് വൈറ്റ് ദാഗ ഇട്ടിട്ട് കംപ്ലീറ്റ് ലക്നവി വർക്ക്, ബാക്ക് കൂടി വർക്ക് ഉള്ളതാണ്. ഇത് ഫുൾ വർക്ക്, ബാക്ക് കൂടി. ദുപ്പട്ടാവും ഡബിൾ സൈഡ് ബോർഡർ സെയിം അതിനോട് കൂടിയിട്ടാണല്ലേ ഫുൾ ഇത് വന്നിരിക്കുന്നത്. അങ്ങനെ തന്നെ വരും കംപ്ലീറ്റ്. ബോട്ടമും അതിനകത്ത് സ്ലീവ്സ് വർക്കൊക്കെ വേണ്ടി സ്ലീവ് വർക്കും ഉണ്ട്. പിന്നെ ദുപ്പട്ട കംപ്ലീറ്റ് വർക്ക് ഡബിൾ സൈഡ്. അപ്പൊ നമുക്ക് ആവശ്യം അനുസരിച്ചിട്ട് എല്ലാം മുറിച്ചെടുക്കണം അല്ലേ. പിന്നെ ഇതിനും കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എടുക്കുമ്പോ എങ്ങനെയാ എടുക്കേണ്ടത്? ഇപ്പൊ സെറ്റ് ആയിട്ടാണോ എടുക്കേണ്ടത്? ഇതെല്ലാം നമുക്ക് സെലക്ഷൻ കിട്ടും. കളർ വേണമെങ്കിൽ ആ കളർ, എത്ര പീസ് വേണമെങ്കിൽ അത്ര. ഓക്കെ. ഇത് ജൂട്ട് പ്യുവർ ആണ് കേട്ടോ ഇപ്പൊ കാണിക്കുന്നത്. ഇത് കൂടാണ്ട് നമുക്ക് നോർമൽ ആയിട്ടുള്ളതും ഉണ്ട്. അടിപൊളി ഒരു ഹാൻഡ് വർക്കും ത്രെഡ് വർക്കും എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഫുൾ നല്ല പ്യുവർ ഫിനിഷിങ്ങോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ള വർക്ക്. അതില് നമുക്ക് വൺ സൈഡ് ബോർഡർ കംപ്ലീറ്റ് വർക്ക്. ഇതിലും കളർ ഓപ്ഷൻസ്, ഇതിനകത്തും കളർ ഓപ്ഷൻസ് ഉണ്ടാവും. ഇതെല്ലാം 4 സെറ്റ് ആയിട്ട് വരും. ഇത് നമ്മുടെ സൗത്ത് കോട്ടൺ ഞങ്ങൾ പ്രത്യേകിച്ച് ഡിസൈൻ ചെയ്തിട്ട് എടുത്ത ഐറ്റം ആണ്. ഇത് നമ്മുടെ സാരീസ് വരുന്നുണ്ട്. അതിന്റെ നിങ്ങൾ അൺസ്റ്റിച്ചഡ് ആക്കി എടുത്തിട്ടുള്ളൂ. ഓക്കെ. ഇനി ഇത് കുറച്ച് ഡിഫറൻസ് എന്തെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ദുപ്പട്ട അടിക്കാൻ കുറച്ച് പാടാണ്. ഡബിൾ സൈഡ് നമുക്ക് ഇത് ചെയ്തിട്ട് വീവിങ്ങും ചെയ്തിട്ട്. ഇത് ഹാൻഡ്ലൂം ആണോ? ഇത് പ്യൂർ ഹാൻഡ്ലൂം. അത് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു ഫീൽ തോന്നി. അതാണെന്നല്ലോ കൺഫേം ചെയ്യേണ്ട. സ്ലീവ്സ് നമുക്ക് വേണമെങ്കിൽ സ്ലീവ്സിൽ എടുക്കാം, ഇല്ലെങ്കിൽ ബോട്ടമിൽ എടുക്കാം. ഇത് കംപ്ലീറ്റ്ലി കസ്റ്റമൈസബിൾ ഫോർ ബോട്ടിക് അങ്ങനെയുള്ള കസ്റ്റമേഴ്സ്. അപ്പൊ ഇനി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും. കോൺട്രാസ്റ്റ് അങ്ങനെ ചെയ്ത് അത് ബൾക്കായിട്ട് നമ്മളൊന്ന് ഓർഡർ കൊടുത്താൽ മതി. അപ്പൊ പ്യുവർ ഹാൻഡ്ലൂമിലും വരുന്ന ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. അൺസ്റ്റിച്ചഡില് പ്ലെയിൻ ജോർജറ്റില് അതിലെ യോക്കില് ചെറിയ ചെറിയ ഇങ്ങനെ പോംപോംന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ദുപ്പട്ട ബ്രാസോ ദുപ്പട്ടയാണ്. ഒരു 3D ഫീല് നമുക്ക് കിട്ടൂട്ടോ ഈ ഒരു ദുപ്പട്ടയ്ക്ക്. ശരിക്കും ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ആ പുറത്ത് ആ ഒരു വെളിച്ചത്തൊക്കെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഫീൽ ചെയ്യും. ഇതിന്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ദുപ്പട്ടയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് കേട്ടോ. ബനാറസിയില് അടിയിലാണ് ഇതിന്റെ ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. കണ്ടോ, അതും ഫുൾ വീവിങ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ദുപ്പട്ട ഫുൾ വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ. ഫുൾ വർക്കോട് കൂടിയിട്ട് ഇതും ഫുൾ വീവിങ് ആണ്. ഇതിലും കളേഴ്സ് ഉണ്ട്. നമ്മൾ എന്തെടുത്താലും അതിലൊരു 4 കളറെങ്കിലും നമുക്ക് എടുക്കണം എന്ന് നിർബന്ധമുണ്ട്. ഇത് ടസറിന് നമ്മൾ നേരത്തെ സാമ്പിൾസ് ആണ് കാണിച്ചത്. ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് ഇതിന്റെ വെറൈറ്റീസ് ഇഷ്ടംപോലെ ഉണ്ട്. ഇത് പ്യുവർ ടസറിൽ വരുന്ന ഐറ്റംസ് ആണ്. അതിൽ ഹാൻഡ് വർക്കിൽ ത്രെഡ് വർക്കിൽ അങ്ങനെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. കളേഴ്സും ഉണ്ട് കേട്ടോ. കണ്ടോ, നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു ദിവസം ഉണ്ടായാലും തീരില്ല. കണ്ട് അത്രയും വെറൈറ്റീസ് ഉണ്ട്. ഇത് ഫുൾ നമുക്ക് ടെസറിൽ വരുന്ന വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ. ടെസറിൽ തന്നെ ഇഷ്ടം പോലെ. അതും ഈ കാണിക്കുന്നത് മൊത്തം പ്യുവർ ആണ്. പ്യുവർ കൂടാണ്ട് നമുക്ക് സെമിയിലും വരുന്നുണ്ട്. ഇനി വരുന്ന കളക്ഷൻ എന്ന് പറയുന്നത് ഇത് നമുക്കൊന്ന് പിടിച്ചൊന്ന് കാണിച്ചു കൊടുക്കാം. ഇത് നമ്മൾ കാണിച്ചിട്ടില്ല. ഇത് ടിഷ്യൂ ഇപ്പോൾ ട്രെൻഡാണ് കേട്ടോ കൂടുതൽ. അപ്പോൾ ഇത് ടിഷ്യൂല്
ഫുൾ ത്രെഡ് വർക്ക്, ചെറിയ ചെറിയ ബൂട്ട വർക്ക് പോയിട്ടുണ്ട്, പിന്നെ ഒരു ത്രെഡ് വർക്ക്. ബോട്ടത്തില് നമുക്ക് ദാമനിലെ ഫുൾ ത്രെഡ് വർക്ക്, സെയിം വർക്ക് നമുക്ക് ദുപ്പട്ട കിട്ടും. ദുപ്പട്ടയിലും വരുന്നുണ്ട്. അത് വൺ സൈഡ് ആയിട്ടാണ് ദുപ്പട്ട വരുന്നത്. കണ്ടോ, ഇത് ടിഷ്യൂലാണ് വരുന്നത്. ഇതിന്റെ ഇനി കളർ ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ കളർ ഓപ്ഷൻ ഇപ്പൊ ഇതിൽ 5 കളർ ഉണ്ടല്ലോ. ഇപ്പൊ ഈ 5 കളർ എടുക്കണം അല്ലേ? ഇതെല്ലാം നമുക്ക് 5 കളർ എടുക്കണം. ഇനി ഇതെല്ലാം എക്കണോമിക്കൽ റേഞ്ച് ആണ് ഇതെല്ലാം. സോ അത് കൊണ്ടിട്ട് ഇതെല്ലാം 5 കളർ, ബട്ട് എല്ലാം അടിപൊളി കളറും കോമ്പിനേഷൻസ് കാണുമ്പോൾ ആ കളർക്കുള്ള ഒരു നല്ല കോമ്പിനേഷൻസ് ആണ് ശരിക്കും. 5 കളറും നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തതാണ് ഇതിനകത്ത്. അപ്പോൾ ഇത് അല്ല സോറി ടിഷ്യൂ ഷിമ്മർ ജോർജ് ഫുൾ ഹാൻഡ് വർക്ക്, ഫുൾ പാർട്ടി വെയർ അല്ലേ? ഇത് ഫുൾ പാർട്ടി വെയർ. അതിലും ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ദുപ്പട്ടയിലെ സ്കാലപ്പ് ചെയ്തിട്ട് ബോർഡറിലെ ബീഡ്സ് വർക്ക് കംപ്ലീറ്റ്. അതും ആ ഒരു പ്ലെയിനിൽ ശരിക്കും ഒരു പക്ക ഒരു പാർട്ടി വെയർ അല്ലേ? ഇത് പക്ക പാർട്ടി വെയർ ആയിട്ട് നല്ലൊരു ഷിമ്മറി ഷെയ്ഡ് ആയിട്ട്. ഇതിലും കളർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ അതിന്റെ കളേഴ്സ് ആണ് വരുന്നത്. ഇതൊക്കെ കളേഴ്സ് നേവി ബ്ലൂ, വൈൻ, പിന്നെ മെറൂൺ, ഗ്രീൻ, എല്ലാം ഡാർക്ക് ഷർട്ട് ഒക്കെ ഡാർക്ക് ഷർട്ടാണ് കേട്ടോ വരുന്നത്. ചന്തേരിയിൽ ഹാഫ് ആൻഡ് ഹാഫ് ആണല്ലേ? ഹാഫ് ആൻഡ് ഹാഫ്. പിന്നെ അതിനകത്ത് അജരക്കിന്റെ പ്രിന്റും അത് ഔട്ട്ലൈന് മാത്രം ഒരു ചെറിയ ഹാൻഡ് വർക്ക്. ഫുൾ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട് യോക്കിന്റെ പോർഷൻ കേട്ടോ. അതുപോലെ ഇതിന്റെ ദുപ്പട്ട ഈ സെയിം പ്രിന്റ് ആണ്. ഈ അജറക്കിന്റെ പ്രിന്റ് തന്നെയാണ് ഇത് നമുക്ക് ഇതിനകത്ത്. അപ്പൊ പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. കംപ്ലീറ്റ് അങ്ങനെ തന്നെ എടുത്തതാണ്. ഇത് കോസ്റ്റ് ചെയ്യണമെങ്കിൽ കൂടി നമുക്ക് വെറുതെ മാർക്കറ്റിൽ മിക്കവാറും റെഗുലർ ദുപ്പട്ടാസ് ഇട്ടിട്ട് വിൽക്കാറുള്ള ആൾക്കാർ കുറെ പേരുണ്ടാവും. ബട്ട് നമുക്ക് ഇപ്പോൾ ഉള്ള സ്ഥിതിക്ക് എല്ലാവരും പാർട്ടി വെയർ ആറത് കൊണ്ടിട്ട് നമുക്ക് ഇങ്ങനെ ദുപ്പട്ടാന്റെ ഒരു കസ്റ്റമൈസേഷൻ ചെയ്യുമ്പോഴാണ് അവർ കച്ചവടം നല്ല രീതിയിൽ കിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെ ഇട്ട ഡമ്മിയിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ സെയിലായി പോകും. കുറച്ച് വെറൈറ്റി ആണ് ഈ യോക്കിന്റെ പോർഷനിൽ വരുന്നത് കേട്ടോ. അതിന്റെ കളർ ഓപ്ഷൻസ് ആണ് ഈ കാണുന്നത്. ഒക്കെ നല്ല നല്ല കളർ ചാർട്ടുകളാണ് കേട്ടോ ഇത് വരുന്നത്. നല്ല നല്ല വെറൈറ്റി കളേഴ്സാണ്. അപ്പോൾ ഇത് 4 സെറ്റ് അങ്ങനെ തന്നെ എടുക്കണം. ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ. ഇത് ഷൈനിങ് ലിനൻ, ലിനനിൽ കേട്ടോ. ഇത് നെഗറ്റീവ് പ്രിന്റ്, അത് അറിയാൻ പറ്റും. ഒരു നല്ല നെഗറ്റീവ് പ്രിന്റ് ഉണ്ടാവും ഇതിനകത്ത്. ചെറുതായിട്ട് ഒരു പ്രിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഒരു ഗ്രീൻ ഷെയ്ഡും ഉണ്ട്, ഒരു പിങ്ക് ഷെയ്ഡും കൂടി മിക്സ് ആയിട്ട് വരുന്നത്. അത് ശരിക്കും തയ്ച്ചു വരുമ്പോൾ നല്ല ഭംഗിയാവല്ലേ? പിന്നെ ഇങ്ങനെ നല്ല ഡിജിറ്റൽ ദുപ്പട്ട, നല്ല വലിയ വലിയ പ്രിന്റ് ഒക്കെ വന്നിട്ട് അതിൽ ടെസർ എടുക്കാനുണ്ട് കേട്ടോ. ടെസൽസ് അടക്കം ഉണ്ട്. അപ്പോൾ ലിനനിൽ ഷൈനിങ് കൊടുക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ കളർ ഓപ്ഷൻസ് ആണ് ഈ കാണുന്നത്. ഈ 5 കളർ എടുക്കണം അല്ലേ? ഈ 5 കളർ എടുക്കണം കേട്ടോ. ഒക്കെ നല്ല നല്ല ഷെയ്ഡുകളാണ് വരുന്നത്. നല്ല വെറൈറ്റി ഷെയ്ഡുകളാണ് കേട്ടോ. യോക്കിൽ മാത്രം വർക്ക് അല്ലേ? യോക്കിൽ മാത്രം ഒരു ജക്കാർഡ് സ്റ്റൈൽ എംബോസ് പോലെ ഉണ്ടാവും ഫുള്ള്. അതാ മെറ്റീരിയൽ ശരിക്കും ഇങ്ങനെ കണ്ടാൽ അറിയില്ല. ഒരു സെൽഫ് ഡിസൈൻ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു എംബോസ് ഡിസൈൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യോക്കിലും ഹാൻഡ് വർക്കും എംബോസിന്റെ ഡിസൈൻസ് അത് കുറച്ചുകൂടി ഇങ്ങനെ ഉദിപ്പിച്ച് ഇങ്ങനെ നിൽക്കണ പോലെ. ഇത് ഒരു നല്ല സട്ടിൽ ടേസ്റ്റ് ആണ് ഇത് കംപ്ലീറ്റ്. കൂടുതൽ കളേഴ്സ് കൂടുതൽ അറിയാതെ ഒരു നല്ല പാർട്ടി വെയർ, ഓഫീസ് വെയർ കൂടി യൂസ് ചെയ്യാൻ പറ്റും. വീവിങ് ജരീന്റെ ഒരു വീവിങ് ഇട്ടിട്ട് ദുപ്പട്ട കംപ്ലീറ്റ് ചെയ്തിട്ട്. ഇത് ഫുൾ ആ ഒരു സട്ടലാണ്. അല്ല കൂടുതൽ പാർട്ടി വെയറിലേക്ക് വേണം, സിമ്പിളായിട്ട് വേണമെന്ന് വെച്ചാൽ ഇത് നല്ലതാണ് കേട്ടോ. നല്ലൊരു ഓപ്ഷനാണ്. ഇതിന്റെ കളർ ഓപ്ഷൻസ് ആണ് ഈ കാണുന്നത്. ഒരു 5 കളർ വരുന്നുണ്ട് ഇതില്. ബ്ലാക്ക് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ബ്ലാക്ക് ആയാൽ എല്ലാ കളേഴ്സും നല്ല ഭംഗിയാ. ഓരോന്നോരോന്നും നല്ല നല്ല ഷെയ്ഡുകളാണ് ഇത് വരുന്നത് കേട്ടോ. ഫുൾക്കാരിയിൽ ഇത് ഫുൾ പ്രിന്റ് വന്നിട്ടുള്ളത് അല്ലേ? അതിൽ പാൻറ്റിലും ഷോളിൽ ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. സെയിം ആ ഒരു മുകളിൽ വന്ന വർക്ക് ഫുള്ള് നമുക്ക് ദുപ്പട്ടയുടെ ഒരു പോർഷനിലും. ഇത് കട്ട് വർക്ക് പോലാണ്. ഇത് ഒരു പാച്ച് ആണ് ഈ ദുപ്പട്ട സൈഡ് സെപ്പറേറ്റ്. ഇത് കംപ്ലീറ്റ് ഒറിജിനൽ ബ്ലോക്ക് പ്രിന്റ്. ഇത് പ്രത്യേകിച്ച് എന്താണ് പറയുകയാണെങ്കിൽ ഈ ടോപ്പും ഇതും എങ്ങോട്ടാണ് വെക്കാം. നമുക്ക് ഒന്ന് ചെസ്റ്റ് വേണമെങ്കിൽ ഇത് ചെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഉൾട്ടയാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും കൂടി നമുക്ക് വെക്കാൻ പറ്റും. അപ്പൊ 2 ടൈപ്പ് ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. ഡിസൈൻ തന്നെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഡിസൈൻ ആണ്. സോ എനിവേ ആർക്ക് എങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. ഇതിന്റെ കളർ ഓപ്ഷൻസ് നമുക്ക് കാണാം. ഇതിൽ 4 കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഈ 4 കളേഴ്സ് നല്ല നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ് കേട്ടോ. ഒക്കെ നല്ല വെറൈറ്റി ഷെയ്ഡുകൾ. അപ്പോൾ ഫുൾക്കാരിയിൽ ഇത്രയും വെറൈറ്റി. ഡബിൾ കളർ ബാട്ടിക് ഇത് തയ്ച്ച് ഇട്ട് വരുമ്പോൾ നല്ല രസമായിരിക്കും. അതില് ദുപ്പട്ട ഇല്ല, ഇത് ബോട്ടം.
ഓ ബോട്ടം കൂടി ബാട്ടിക് ഇട്ടത്. ഓക്കെ. സാധാരണ ബോട്ടം ഒക്കെ പ്ലെയിനാ വരാറ്, പക്ഷെ ഇതിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്തത് കൊണ്ട് പാൻറ്, ടോപ്പ്, ദുപ്പട്ട എല്ലാതും ഫുൾ വർക്കോട് കൂടിയിട്ട് ഇതിൽ വെച്ചതായോ. കണ്ടോ, ഫുൾ വർക്കോട് കൂടിയിട്ടാണ് വരുന്നത്. അതും പ്യുവർ ജോർജറ്റിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ തയ്ച്ച് വരുമ്പോൾ. ഇതിൽ ഫുൾ ഡാർക്ക് ചാർട്ടാണ് മിക്കതും ഉള്ളത് കേട്ടോ, പ്യുവർ. അതും ഇത് പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ്. പ്യുവറിന്റെ പ്രത്യേകത അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. നല്ല കളർ ചാർട്ടും കൂടി. ഇതൊക്കെ നോക്കിയേ, നമ്മളെല്ലാം ഡബിൾ കളറും കറക്റ്റ് കോമ്പിനേഷനും ഉള്ള കളേഴ്സ് ആണ്. നല്ല നല്ല കളേഴ്സ് ആണ് ഒക്കെ വരുന്നത്. ഒക്കെ വെറൈറ്റി കളേഴ്സ് ആണ്. അടുത്തത് നെക്സ്റ്റ് ടസർ, സെമി ടസർ എന്ന് പറയാറുണ്ട്. ചെറിയ ചെറിയ ലക്നവിന്റെ തന്നെ ചെറിയ ചെറിയ വർക്ക്സ് ആണ് കംപ്ലീറ്റ് കാണുമ്പോൾ. യോക്കിലല്ലേ? യോക്കിലോ അതിൽ ദുപ്പട്ട ഫുൾ വർക്ക്. പിന്നെ ഒരു സൈഡിൽ ഒരു ലേസിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കളർ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു ഗ്രീൻ, നല്ല പേസ്റ്റൽ കളർ ചാർട്ടാണ്. നല്ല നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളും അതും ഫുൾ ലൈറ്റ് വെയിറ്റ് കളക്ഷനാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഉടുത്ത് വരുമ്പോൾ നല്ല ഭയങ്കര. ഇതെല്ലാം നല്ല ഇത് ഓഫീസ് വെയർ ആയിട്ട് തന്നെ കുറേ പേര് യൂസ് ചെയ്യും. കൂടുതൽ കളേഴ്സ് ഉണ്ടെങ്കിൽ ഓഫീസിൽ അവർ ഇടാറില്ല. ഇത് ഒരു നല്ല സട്ടിൽ ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അത് വരുന്നത്. ബ്രഷ് പ്രിന്റ്, ബ്രഷിന്റെ ഞാൻ ആലോചിച്ചു എന്താ വരാത്ത അതും പ്രിന്റും പിന്നെ അതിനകത്ത് ബീഡ്സ് വർക്ക്, സെയിം ഫുൾ ബ്രഷ് പ്രിന്റ് ഉള്ളത് നമ്മുടെ ദുപ്പട്ടാലി. ദുപ്പട്ടയിലും ഫുൾ ബ്രഷ് പെയിന്റ് അടിപൊളി കേട്ടോ. ഒരു ടിഷ്യൂലല്ലേ ഇതില് ഫുൾ ഇങ്ങനെ തന്നെയാ വരുന്നത്, അല്ലെങ്കിൽ ഇതിന് ബ്രഷ് പെയിന്റിന്റെ ഇത് വ്യത്യാസം വരും? ഓ, ബ്രഷ് പ്രിന്റിന്റെ വ്യത്യാസം വരും, അത് കളേഴ്സ് വരും ഇങ്ങനെ. പിന്നെ ഹാൻഡ് വർക്ക് വരും, ഇങ്ങനെ ഹാൻഡ് വർക്ക് വരും, കമ്പ്യൂട്ടർ വർക്ക് വരും, കോൺട്രാസ്റ്റ് വർക്ക് വരും. ഇങ്ങനെ ഇതിനകത്ത് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ കസുവിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ ഒരു വെറൈറ്റി പിടിച്ചു അല്ലേ? ഇതൊക്കെ നല്ല സെലിബ്രേഷനൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഇതിന്റെ ദുപ്പട്ടയാണോ ഇത് കാണുന്നത്? ഇതിന്റെ ദുപ്പട്ട ഫുൾ വർക്ക് ഉള്ളത്, ഫുൾ വർക്ക്. അതും നല്ല ഷെയ്ഡാണ് കേട്ടോ ഒരു എംബ്രോയിഡറിയില്. നമുക്ക് യോക്കിലെ ബ്രഷ് വരുമ്പോ ദുപ്പട്ടാല ബ്രഷ് ഉണ്ടാവും. യോക്കില് നമുക്ക് വർക്ക് വരുമ്പോ ദുപ്പട്ടാലിയും സെയിം ടോണിന്റെ വർക്കും ഉണ്ടാവും, കോൺട്രാസ്റ്റിന്റെ വർക്കും ഉണ്ടാവും. രണ്ടും കൂടി മിക്സ് ആയിട്ട് വരുന്നത്. വർക്കും ബ്രഷ് പ്രിന്റും രണ്ടും കൂടി രണ്ടും മിക്സ് ചെയ്തത്. അപ്പൊ കസ്റ്റമൈസ് ചെയ്തെന്നുള്ളത് ഉറപ്പായിട്ടോ. ഇതാ അതിലും നല്ല നല്ല സീക്വൻസ് വർക്കും ബ്രഷ് പ്രിന്റും ഉണ്ട്. അങ്ങനെ തന്നെ ജസ്റ്റ്. പിന്നെ ഈ ഒരു തുണി ഷിമ്മറി ആയിട്ടുള്ളതാണ്, നമുക്ക് പാർട്ടി വെയറിനും യൂസ് ചെയ്യാം. നമുക്ക് വാവ് സൂപ്പർ. ഇതിന്റെ അടി പോർഷൻ ആണ് കേട്ടോ കാണാനുള്ളത്. ഫുൾ വലിയ ഡിജിറ്റ്, കൂടുതൽ ഡിജിറ്റൽ ഇല്ലാതെ ജസ്റ്റ് വെറുതെ നമുക്ക് താഴെ ദാമണില് മാത്രം നല്ല കളർ കോമ്പിനേഷൻ വെച്ച ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ്. പക്ഷെ ദുപ്പട്ട കളർഫുൾ ആണ്, നല്ല ഭംഗിയിലും. അതില് ഷെയ്ഡഡ് ആ സെയിം കളർ കോമ്പിനേഷനിൽ. അപ്പൊ ഷിബൂരി സ്റ്റൈലിന്റെ ദുപ്പട്ട അതില് രണ്ട് ഇപ്പൊ ഷെയ്ഡുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ബേസ് വരുന്നത് ഇതായിരിക്കും, അതിന്റെ ദുപ്പട്ട ഇത് പ്രിന്റിന്റെ കളേഴ്സ് മാറും, ദുപ്പട്ട അതനുസരിച്ചിട്ട് കളേഴ്സ് മാറിക്കൊണ്ടിരിക്കും. സോ ഇത് നെറ്റ് കോട്ട വർക്ക് യോക്കില് ജോർജറ്റിന്റെ ഇത് ക്രോഷ്യ വർക്കുള്ള ദുപ്പട്ട വിത്ത് ബ്ലോക്ക് പ്രിന്റ്. രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ക്രോഷ്യ ലേസും ബ്ലോക്ക് പ്രിന്റിന്റെ ഇത് കംപ്ലീറ്റ് കട്ട് വർക്ക് ആണ്, കട്ട് പാച്ച് ആണ് ഇത് കംപ്ലീറ്റ്. ഇത് ഒരു ക്രോഷ്യവും ഇങ്ങനെ കാണുമ്പോൾ നമുക്കറിയാം ഫുൾ. അപ്പൊ സ്റ്റിച്ചിങ് സ്ട്രോങ് ആയിരിക്കും. അതിൽ കളർ ഓപ്ഷൻസ് കേട്ടോ, നല്ല സട്ടിൽ ആയിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് ഇത് മൊത്തം വരുന്നത്. വർക്ക് ഇഷ്ടം പോലെ ഉണ്ട്, വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. നേരിട്ട് രാവിലെ വന്ന വൈകുന്നേരം ആയിട്ട് പോയാൽ മതി, അത്രയും വെറൈറ്റീസ് ഉണ്ട്. ഇനി ഷോപ്പിന്റെ സമയം എത്ര മണി തൊട്ട് എത്ര മണി വരെ വരുന്നത്? രാവിലെ 9:30 തൊട്ടിട്ട് വൈകിട്ട് 8 മണി വരെ. 8 മണി വരെ. അപ്പൊ ഇത് നോക്കിയ ഒരു വെറൈറ്റി ലിനന്റെ ഡിജിറ്റൽ പ്രിന്റ് വിത്ത് യോക്ക് കട്ട് വർക്ക്. നേരത്തെ കണ്ടത് നമ്മൾ ലിനനിൽ ഷൈനിങ് കൊടുക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. അതല്ലാണ്ട് ഷൈനിങ് ഇല്ലാത്തതും ഉണ്ട്. അതിൽ ജോർജറ്റിൽ ഫുൾ നമുക്ക് കട്ട് വർക്ക്. അത് ഇതൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ്. ഈ ഇടുമ്പോഴേക്ക് തന്നെ ഇങ്ങനെ നല്ല സട്ടിലായിട്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്കും. വല്ലാണ്ട് അങ്ങനെ സ്റ്റിഫായിട്ട് ഇഷ്ടമില്ല എടുത്തവർക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ നല്ലതായിരിക്കും കേട്ടോ. ഇതില് എല്ലാം നമുക്ക് പോര കളേഴ്സ് ആണ്, ലാവെൻഡർ, പിങ്ക്, പിന്നെ ചിക്കു, അങ്ങനെ നല്ല നല്ല കളേഴ്സ് അല്ല ഒക്കെ വരുന്നത്. ഇത് കൊൽക്കത്ത വർക്കിന് പ്രത്യേകിച്ച് പറയാറുള്ളൂ. ജൂട്ടിന്റെ തുണിയില്ല, ഹാൻഡ് വർക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇത് മെഷീൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല ഈ വർക്ക് കംപ്ലീറ്റ്. സോ അപ്പൊ ജൂട്ടിന്റെ മെറ്റീരിയൽ, ഇത് ജൂട്ടിന്റെ പ്യുവർ ഉണ്ട്, സെമിയും ഉണ്ട് കേട്ടോ, രണ്ടും വരുന്നുണ്ട്. അതിൽ നമുക്ക് ദുപ്പട്ട വരുമ്പോ ഫുൾ ഇങ്ങനെ ഒരു സൈഡ് വർക്ക് സ്കാലപ്പ് ചെയ്ത ഒരു സൈഡ് വർക്ക്. പിന്നെ അതില് കളർ ചാർട്ട് വരുമ്പോൾ 3-4 കളേഴ്സ് എന്തായാലും ഇതിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ വർക്ക് ഒന്ന് സൂം ചെയ്ത് ഒന്ന് നോക്കിയാൽ അത് ഫുള്ള് നല്ല ഹാൻഡ് വർക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഫുൾ ഹാൻഡ് വർക്ക്. ഇത് കമ്പ്യൂട്ടറിൽ പറ്റില്ല കേട്ടോ, ഇതൊക്കെ ഫുൾ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. ഈ ചെയ്തിരിക്കുന്ന വർക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് എല്ലാം വർക്ക്. ഇത് എനിക്ക് അങ്ങനെ പിടിച്ചോ. അപ്പോൾ അടുത്തത് നോക്കുകയാണെങ്കിൽ ഷിമ്മറിൽ വരുന്നതാണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്.
നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. അതില് ദുപ്പട്ട അത് നല്ല ഡബിൾ ട്രിപ്പിൾ മാർജിൻ ഇട്ടിട്ട് വരെ നമുക്ക് സെയിൽ ചെയ്യാം. അതിന്റെ കളർ കോമ്പിനേഷൻസ് മസ്റ്റേർഡ്, വൈൻ, ഗ്രീൻ. അപ്പൊ ഇത് ചെറിയൊരു ഷിമ്മറി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഡാർക്കിൽ അത്ര അങ്ങോട്ട് കാണുന്നില്ല, പക്ഷെ ഇതിൽ ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട്. നല്ല വെറൈറ്റി ഒരു ഇതിന് മെയിൻ ഇത് ദുപ്പട്ട കൂടി സെയിം തുണിയാണ്, ടോപ്പിന്റെ സെയിം തുണിയാണ്. നോർമലി അങ്ങനെ വെക്കാറില്ല. സോ ടോപ്പിന്റെ സെയിം തുണിയാണ് നമ്മുടെ ദുപ്പട്ട മിക്കവാറും എല്ലാം നമുക്ക് അങ്ങനെ തന്നെ വെക്കാറുണ്ട്. അപ്പൊ അത് നിങ്ങൾ സെയിൽ ചെയ്യുന്ന സമയത്ത് അതും കൂടി പറഞ്ഞിട്ട് സെയിൽ ചെയ്തോളൂ കേട്ടോ. അല്ലെങ്കിൽ സാധാരണ എല്ലാവരും ലോ ബഡ്ജറ്റുള്ള ആവാൻ വേണ്ടിയിട്ട് അതിൽ ദുപ്പട്ട വേറെ തുണി ഇട്ടിട്ട് അത് ഒന്നുകൂടി റേറ്റ് കുറയ്ക്കാൻ നോക്കും, കോസ്റ്റ് കുറയ്ക്കാൻ നോക്കും. അങ്ങനെയല്ല, ഇതെല്ലാതും സെയിം ഇതിലാണ് വരുന്നത് കേട്ടോ. ഇനി ഇത് വരുമ്പോൾ നമുക്ക് ജോർജറ്റില് യോക്കില് കോൺട്രാസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതില് ദുപ്പട്ട വർക്കും ഹാൻഡ് വർക്കും ഇത് കോൺട്രാസ്റ്റ് വർക്ക് വിത്ത് ക്രോസ് സ്റ്റിച്ച് രണ്ടും. ദുപ്പട്ട സ്കാലപ്പ് ആയിട്ട് വന്നിട്ടുള്ളത് ഡാർക്ക് ഷാർട്ടിൽ, കംപ്ലീറ്റ് ഡാർക്ക് ഷെയ്ഡില്. അതിൽ ഈ വർക്കൊക്കെ കണ്ടു, നല്ല ക്രോസ് സ്റ്റിച്ച് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് വിചിത്രയില്. അതിലും യോക്കില് വൈറ്റില്ലേ, ഇത് കംപ്ലീറ്റ് വൈറ്റ്. പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലോ ആ ഒരു വൈറ്റ് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് എടുത്ത് നിൽക്കുമ്പോൾ. ഫുൾ ബോഡി നമുക്ക് വർക്ക് വരാറുണ്ട്. അതുപോലെ ദുപ്പട്ടയിലും വർക്ക്, ദുപ്പട്ടയിലും ഫുൾ ആ ഒരു വർക്ക് സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതില് കളർ ചാർട്ട് ഇത്രയും കളർ ചാർട്ട് ഉണ്ട് കേട്ടോ. നല്ല നല്ല ഷെയ്ഡുകൾ കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ് വരുന്നത്. ഫുൾ ജറീര വർക്ക് അല്ലേ. അതും ചെറിയ ചെറിയ ബൂട്ട വർക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ദുപ്പട്ടയിലും പോയിട്ടുണ്ട്. അതുപോലെ യോക്കിലും ആ ഒരു സെയിം സട്ടലായിട്ടുള്ള ജെറിയാണ്, വല്ലാണ്ട് ഉദിച്ച് നിൽക്കുന്നതല്ല. ഇതൊക്കെ നമുക്ക് പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അതിൽ 4 കോമ്പിനേഷനാണ് വരുന്നത് കേട്ടോ. 4 കളേഴ്സാണ് ഇതിൽ വരുന്നത്. വിചിത്രയിൽ യോക്കിൽ വർക്ക്, ക്രോസ് സ്റ്റിച്ച് ഇപ്പോൾ കൂടുതൽ ഡിമാൻഡ്. നെറ്റ് കോട്ട വിചിത്ര എല്ലാത്തിലും മിക്കവാറും നമ്മുടെ എല്ലാം ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ക്രോസ് സ്റ്റിച്ച് തന്നെ നമുക്ക് പ്രത്യേകിച്ച് കുറേ കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ദുപ്പട്ട അതിൽ ഇത്രയും കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിൻ്റെ ഇപ്പോൾ നമ്മൾ കാണിച്ചത് കുറച്ച് സാമ്പിൾസ് മാത്രമാണ്. ഇനി നമുക്ക് ഇത് സ്റ്റോക്ക് എവിടെ വെക്കണത് ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ, എവിടെയൊക്കെ സ്റ്റോക്ക് ഇരിക്കും. കാരണം കണ്ടാലും തീരില്ല, ജസ്റ്റ് കാണിക്കുന്നത് മാത്രം, ഇത്ര സാമ്പിൾസ് ഒക്കെ ഉള്ളതെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു സൈഡ് മൊത്തം നമുക്ക് വരുന്നത് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഒരു സൈഡ് ഗുഡ് മോർണിംഗ്. രാവിലെ കണ്ടില്ലേ, എവിടെ മിസ്സായി പോയ? ഇവിടെ തന്നെയുണ്ട്. ഹായ് വ്യൂവേഴ്സ്, ഹായ്. 4 ഫ്ലോർ മൊത്തം കിടന്ന് നടക്കണ്ടേ, അപ്പൊ അതിന്റെ എവിടെയോ ഒരു ഫ്ലോറിൽ നിന്ന് കണ്ടുപിടിച്ച് വന്നതല്ലേ. ഓക്കെ, ഇന്ന് നല്ല സുന്ദരിയുണ്ട് കേട്ടോ. താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഫുൾ അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിന്റെ ഒരു ഫുൾ സ്റ്റോക്ക് വെക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പുറത്തും സോറി തെറ്റിപ്പോയി, 2 ഫ്ലോർ അത് ഗോഡൌൺ ആണ്. ഇത് സാമ്പിൾസ് ആൾക്കാർക്ക് വന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് ഫുള്ള് അല്ലേ ഇപ്പൊ പൊട്ടിച്ചിട്ട് എല്ലാം പുതിയതായിട്ട് നമുക്ക് എല്ലാം മൾട്ടി വർക്കാണ് ഇപ്പൊ പോറ് ട്രെൻഡിങ്ങില്ല. മൾട്ടി ഉണ്ട്, സെൽഫ് ഉണ്ട്, എല്ലാം ഉണ്ട് നമ്മുടെ. ഓക്കെ, ഇത് ജസ്റ്റ് നമ്മൾ കുറച്ച് സാമ്പിൾസ് അവിടെ ഇതൊക്കെ ബൾക്കായിട്ട് ഇങ്ങനെ ഇരിക്കണ കണ്ടോ, ഇതൊക്കെ നിറച്ച്. ഇതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. ഇതാ ഫുൾ ഹാൻഡ് വർക്കിൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട്. അപ്പൊ ബൾക്ക് വരുമ്പോ ബണ്ടലായിട്ട് എടുക്കണത് ഇങ്ങനെ ആയിട്ട് നമ്മൾ കെട്ടെടുക്കണ്ട കേട്ടോ. 4 എണ്ണത്തിന് ഡിഫറെന്റ് കളർ അല്ലേ, ക്രോസ് സ്റ്റിച്ചിന്റെ. ഇതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല അല്ലേ. ഇനി ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ വീഡിയോ എടുക്കണമെങ്കിൽ നടന്ന് കാണിക്കാൻ തന്നെ വേണം. അപ്പൊ ഇതും ഫുൾ നമുക്ക് അൺസ്റ്റിച്ചഡിന്റെ ആണ് വരുന്നത്. അൺസ്റ്റിച്ചഡ് ആണ് ഇത് ഫുൾ. ഇത് ഏറ്റവും കുറഞ്ഞ റേഞ്ചുള്ള ഐറ്റംസ് ആണ് ഇതെല്ലാം കംപ്ലീറ്റ്. ഈ ഒരു സെക്ഷൻ ഇതും അൺസ്റ്റിച്ച് ആണോ? ഇതെല്ലാം കൂടി അൺസ്റ്റിച്ച് ആണ്. എന്റെ പൊന്നെ, എന്തോരം വെറൈറ്റീസ് നോക്കിയേ. അൺസ്റ്റിച്ചില് എല്ലാം അൺസ്റ്റിച്ച്. ഇത് നമ്മൾ ഈ ഫ്ലോർ കംപ്ലീറ്റ്. ഇത് ഏറ്റവും ഇത് എന്തൊരു സോഫ്റ്റോടെ, ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ. സിമ്പിൾ ആയിട്ട് നമുക്ക് അതും ദുപ്പട്ട നല്ല ഫുൾ സൈസ് ഒന്നും കുറയൂല. പക്ക 230 കെട്ട് 250 കെട്ടേ വരും. സോ അങ്ങനെ നമുക്ക് കുറച്ചിട്ട് ഒന്നും ചെയ്യാറില്ല. അൺസ്റ്റിച്ചില് കണ്ടോ, വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കസവിന്റെ കാണിച്ചില്ല, അത് റെഗുലർ എല്ലായിടത്തും കിട്ടുന്ന ഒരു സംഭവമാണ്. ഓണത്തിന് കസവുള്ളതൊക്കെ അതൊക്കെ ഉണ്ട് കേട്ടോ. അത് വീതി കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ട് കേട്ടോ. അതാ വീതി കൂടിയതും കുറഞ്ഞതും അതിൽ അങ്ങോട്ട് ഒന്ന് നോക്കിയേ. ഇത് ഫുള്ള് നിറവ്, ഇതൊക്കെ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് അല്ലേ. ഓ നെക്സ്റ്റ് നമുക്ക് അങ്ങോട്ട് കിടക്കാം. അപ്പൊ നമുക്ക് അല്ലേ ഈ ഒരു പോർഷൻ, ഈ നൈറ്റി ബിറ്റ്സ് ഒക്കെ എടുക്കുമ്പോ നമുക്ക് എങ്ങനെയാ എടുക്കേണ്ടത്?
എടുക്കേണ്ടത് മിക്കവാറും കസ്റ്റമേഴ്സ് എല്ലാവരും ഈ ഇങ്ങനെ തന്നെ എടുത്തിട്ട് പോകും. റേറ്റ് കൂടുതൽ നല്ല മാർജിൻ കുറവ് മാർജിൻ വെച്ച് വിൽക്കരുത് കൊണ്ടിട്ട് അത് പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. ഇല്ലെങ്കിൽ 4 കളറിന്റെ എടുത്തിട്ട് പോകണം. എത്ര സെറ്റാണ്? ഓക്കെ. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഒരു 5 എണ്ണമാണ് ഇതിൽ ഒരു കളറിൽ കാണിക്കുന്നത്, ഇതിൽ 5 കളറാണ് കാണിക്കുന്നത്. ഇതിൽ നിന്ന് ഓരോന്നും നമുക്ക് പിക്ക് ചെയ്തിട്ട് അങ്ങനെ 5 പീസായിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഇതാണ് നൈറ്റി ബിറ്റ്സ്. അതും നല്ല നല്ല ബ്രാൻഡഡ് ഐറ്റംസും ഉണ്ട്, നോർമൽ ആയിട്ടുള്ള അതുണ്ട്, രണ്ടും മിക്സ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഫുൾ നമുക്ക് അതുകൂടാണ്ട് റെഡിമെയ്ഡും ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി ഒന്ന് ഓടി നടക്കുന്ന ആഗ്രഹമുണ്ട്. കാരണം ഇഷ്ടം പോലെ വെറൈറ്റീസ് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസിന് മാത്രമാണ്. കണ്ടോ, ഇത് ഫുള്ള് ഒന്ന് ഓടിപ്പിച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും അധികം വെറൈറ്റീസ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ജിമ്മിച്ചു ഇത് ജിമ്മിച്ചു എല്ലാം 20 മീറ്ററിന്റെ കട്ടാണ്. നമുക്ക് ഇത്ര കളേഴ്സ് ഉണ്ട്. നമ്മൾ സെലക്ട് ചെയ്തെടുത്ത് പ്രത്യേകിച്ച് പ്രോഗ്രാം ചെയ്തെടുത്ത കളേഴ്സ് ആണ് കംപ്ലീറ്റ് വരുന്നത് അല്ലേ? അപ്പൊ ജിമ്മിച്ചുവിന്റെ ഇത്രയും അധികം കളേഴ്സ് വരുന്നുണ്ട്. അതിൽ നമുക്ക് 20 മീറ്റർ ഒരു കട്ടായിട്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. സ്പെഷ്യലായിട്ട് ഓർഗൻസ സ്റ്റൈൽ ഐറ്റംസ് വിത്ത് ബോർഡർ, ചെക്ക്, പ്ലെയിൻ. ഒന്ന് ഓടിപ്പിച്ച് നോക്കാം നമുക്ക്. ഇതിൽ ഫുൾ ഇത് ചെക്കിലാണ് ഇത്രയും അധികം. അതിൽ തന്നെ ബോർഡറിന് വ്യത്യാസങ്ങൾ വരും കേട്ടോ. ഈ കാണുന്നത് മൊത്തം വരുന്നത്. പിന്നെ വരുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമുക്ക് ചന്തേരി ഇത് ഈ കാണുന്ന കളേഴ്സ് അല്ലേ? ഓക്കെ. ചന്തേരി അതൊക്കെ 20 മീറ്ററിന്റെ കട്ട് തന്നെയല്ലേ? 20 മീറ്ററിന്റെ കട്ട്സ് ആണ്. ഇതിന്റെ കളേഴ്സ് ആണ് ഇപ്പൊ ഈ കാണുന്നത്. ഇഷ്ടമുള്ള ഏത് കളേഴ്സ് വേണമെങ്കിലും പിക്ക് ചെയ്യാം. ഫുൾ ബുട്ടിക്കിന് പറ്റിയിട്ടുള്ള നല്ല നല്ല വെറൈറ്റി കളേഴ്സ് ആണ് ഉള്ളത്. ജോർജറ്റ് ഉണ്ട്, ഇഷ്ടം പോലെ ഇങ്ങനെ വെറൈറ്റി. ഇത് ബുട്ടിക്കിന് ആവശ്യമുള്ളത്. നെറ്റില് ഫുൾ ത്രെഡ് വർക്ക് ഉള്ളത് കേട്ടോ. നമുക്ക് ഓൾ ഓവർ വർക്കും ഉണ്ട്. ഇത് ഇവിടെയാണ് ഇതിന്റെ ഫുൾ കളക്ഷൻസ്. ഇതൊന്ന് നോക്കിയേ, ഇതിന്റെ കളേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ത്രെഡിന്റെ വർക്കുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഏത് വെറൈറ്റി വേണമെങ്കിലും അങ്ങനെ ഉണ്ട്. ത്രെഡിന്റെ ഇഷ്ടം പോലെ, നെറ്റിൽ ഇഷ്ടം പോലെ ഇങ്ങനെ വെറൈറ്റീസ്. ബോർഡറിൽ സ്കാലപ്പ് ചെയ്തതുണ്ട്. ഇങ്ങനെ നമുക്ക് ഫ്രോക്കൊക്കെ വേണ്ടി ഗൗണിനൊക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അത് ഇങ്ങനെ ഒന്ന് ഓടിപ്പിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കളേഴ്സും അതിൻ്റെ ഡിസൈൻസും എല്ലാതും നമുക്ക് അറിയാൻ പറ്റും. അതിൽ ഡാർക്ക് ഷെയ്ഡ് ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഇവിടെ പേസ്റ്റൽ ഷെയ്ഡ്സും വരുന്നുണ്ട് കേട്ടോ. പേസ്റ്റൽ ഷെയ്ഡ്സ് സെയിം അതിൽ തന്നെ ഡാർക്കും പേസ്റ്റലും വരുന്നുണ്ട്. പിന്നെ ഇത് നെറ്റില നമ്മുടെ എന്താ പറയാ, ഇത് ഗോൾഡൻ ഷിമ്മർ ഇടാറുണ്ട്. പഞ്ചസാര മുത്ത് ഇങ്ങനെ വെതരി ഇടില്ലേ, ഇതാ കണ്ടോ അതിന്റെ കളേഴ്സ്. ഇതാ പഞ്ചസാര മുത്ത് ഇങ്ങനെ വെതരി ഇടുന്ന ആ ഒരു ഫീല് നമുക്ക് ഫുൾ ഷിമ്മറി ആയിട്ട് അങ്ങനെ ഒരു ഫീൽ ചെയ്ത് കിട്ടും നെറ്റിൻ്റെ തന്നെ. അതിനും കളേഴ്സ് നോക്കിയേ, ഇതൊക്കെ അതിന്റെ കളേഴ്സ് ആണ് കേട്ടോ. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് 20 മീറ്റർ തന്നെയാ. ഏതെടുത്താലും അതിൽ അൺസ്റ്റിച്ചിൽ 20 മീറ്റർ ആണ് വരുന്നത്. പിന്നെ ഇത് നെറ്റിൽ തന്നെ നമുക്കിതാ നല്ലൊരു സ്റ്റോണിന്റെ ബോർഡറിൽ മാത്രം വർക്ക് വരുന്നത്. നമുക്ക് ഗൗണിനൊക്കെ നല്ല ഭംഗിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഇതൊക്കെ ഫുൾ. ഇത് കാണിച്ചില്ല, ഇഷ്ടംപോലെ. ഇത് കുറച്ചേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞ ഒരു കസ്റ്റമർ സെലക്ട് ചെയ്ത ഐറ്റംസ് ആണ്. ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്, സെലക്ട് ചെയ്തിട്ട് പോകാറുള്ളൂ. ഓക്കെ. അത് ഇഷ്ടംപോലെ കളക്ഷൻ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ ഇതൊന്ന് ഇങ്ങനെ വെറുതെ ഒന്ന് ഓടിച്ച് നോക്കാട്ടോ. നമുക്ക് ബാക്കിയുള്ളത് അവിടെ എവിടെയോ കളക്ഷൻസ് കുറെ കൂടുതലുണ്ട്. ഇതൊക്കെ കോട്ടണിൽ വരുന്നതാണല്ലേ? ഡിജിറ്റൽ പ്രിന്റിന്റെ. അതുപോലെ റണ്ണിങ് മെറ്റീരിയൽസ് ഇത് മാത്രമല്ല, നമുക്ക് ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ അതാ ഇതൊക്കെ ഫുൾ സാരീസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? ഇത് പോകണ്ടല്ലേ? ഒരു മിക്സ് ആൻഡ് മാച്ച് സെക്ഷൻ എന്ന് പറഞ്ഞുണ്ട്. അതിനകത്ത് നമുക്ക് ടോപ്പ് 2.5ന്റെ കട്ട്, ദുപ്പട്ട സെപ്പറേറ്റ്, ബോട്ടം സെപ്പറേറ്റ് വെക്കാറുള്ളൂ. ഇതൊക്കെ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ളതെന്ന് വെച്ചാൽ ടോപ്പ്, സാരീസ് എങ്ങനെ വേണമെങ്കിലും നമുക്ക്. പിന്നെ അതെല്ലാം പുൽക്കാരി, ഈ ഒരു പോർഷൻ അല്ലേ? ഇതാ അതൊക്കെ കൂടുതൽ കുർത്തീസിനൊക്കെ മൂവ് ആവുന്ന ഒരു സംഭവമാണ്. ഇത് ജോർജറ്റില് നമുക്ക് പ്ലെയിനില് ബോർഡർ ഉള്ളത് ഇങ്ങനെ ലൈൻസ്, ഷൈനിങ് ലൈൻസ് വരാറുള്ളത്, വർക്ക് ത്രെഡ് വർക്ക് വരുന്നത്, കമ്പ്യൂട്ടർ ത്രെഡ് വർക്ക് വരുന്നതുണ്ട്. ഇതൊക്കെ ബൾക്കായിട്ട് ഇതെന്താ വരുന്നത്? റയോണില് നമുക്ക് കുർത്തീസിന് നമുക്ക് യോക്കിലൊക്കെ നല്ല വർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള അതിന്റെ ബൾക്കാണ് കേട്ടോ ഇരിക്കുന്നത് മൊത്തം. ഇത്രയും കളേഴ്സ് നമുക്ക് ഉണ്ടാവും. പിന്നെ വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് മാത്രം. ഇത് പ്ലെയിനിൽ നമുക്ക് ഇഷ്ടംപോലെ വർക്ക് ചെയ്യിപ്പിക്കാം അല്ലേ? ഓക്കെ. ഇത് ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് കേട്ടോ. ഓർഗൻസയിലൊക്കെ വെറൈറ്റി ഇഷ്ടം പോലെ ഉണ്ട്. ഇനി നമുക്ക് എവിടേക്കാണ് പോകേണ്ടത്? ബൾക്കായിട്ട് അതെ ഇതൊന്ന് കാണിച്ചോളാം. കണ്ടോ സ്റ്റാഫ്മാരുടെ ഒരു ഫുൾ അത് പ്ലെയിനില് അല്ല, അങ്ങനെയല്ല. നമുക്ക് യോക്കിനൊക്കെ വർക്ക് ഉണ്ടാക്കി എടുക്കാം. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. നമുക്കിപ്പോ ബുട്ടിക്കാണെങ്കിൽ അവർക്ക് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് പ്യുവർ അജ്രക്ക് മോഡലാണ്. ഓ, അവിടെ വെച്ചപ്പോ കോട്ടൺ പോലെ ഫീൽ ചെയ്തോട്ടോ. കയ്യിൽ പിടിച്ചപ്പോ അത് മോഡലായി മാറി. അടിപൊളി.
ഉണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ പിടിച്ച് നോക്കി മേടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം വേറെ തന്നെയുണ്ട്. പക്ഷേ ഇത് കൂടാണ്ട് നമുക്ക് വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട് ഡയറക്റ്റ്. അവിടെ ആ നമ്പർ വരും, ആ നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങൾ ആ സെക്ഷനിൽ ഒരാളെ വെച്ചിട്ട് നമ്മൾക്ക് വിൽ കണക്ട് യു വിത്ത് കസ്റ്റമർ. അപ്പോൾ അങ്ങനെ നമുക്ക് ആ വീഡിയോ കോൾ ഫെസിലിറ്റീസും ഉണ്ട്. അത് നമ്മൾ എടുത്ത് വെച്ചിട്ട് പൈസ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ദ മോഡലിന്റെ വെറൈറ്റീസ് ഇത് ഫുൾ അത് തന്നെയല്ലേ? ഇതെല്ലാം ഫുള്ള് പ്ലെയിനും ഉണ്ട്, അതുപോലെ വർക്കുള്ളതും ഉണ്ട്. ഫുൾ ഇത് മോഡലിൽ മാത്രം. ഇത് 20 പീസിന്റെ കട്ടാ വരുന്നത്, 6 മീറ്റേഴ്സ്. അപ്പൊ സാരീസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഡിജിറ്റൽ പ്രിന്റ് ടിഷ്യൂല് അല്ലേ? ഇത് ടിഷ്യൂ. ഇത് വേറെ സ്ഥലത്തിൽ നമുക്ക് പോളിസ്റ്ററിന്റെ ടിഷ്യൂ ഇല്ല. ഇത് സേലത്തിലെ തുണി ഞങ്ങൾ എടുത്തിട്ട് പോയിട്ട് ഞങ്ങൾ സൂറത്തിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്യാറുള്ള ഐറ്റമാണ്. മില്ലിൽ നമ്മൾ തന്നെ പോയിട്ട് ചെയ്യിപ്പിക്കണതാ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് മില്ലിൽ പോയി കഴിഞ്ഞാൽ ഈ പരിപാടി ഒന്നും നടക്കില്ല. കാരണം ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കണം. ഇനിയിപ്പോൾ സൂറത്ത് കേട്ടു, മില്ലിൽ കേട്ടു എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് അങ്ങോട്ട് ഓടിയിട്ട് ഒരു രക്ഷയില്ല. കോടികളുടെ ബിസിനസ് നടക്കണം, എന്നാലേ കാര്യമുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് അതിനേക്കാളും നല്ല ലാഭത്തിന് കിട്ടും, അവർക്ക് നല്ല ലാഭത്തിന് കിട്ടുന്നത് കൊണ്ട്. അപ്പോൾ ഇത് ഫുൾ ഡിജിറ്റൽ കേട്ടോ. ഇതിൻ്റെയും ഇഷ്ടം പോലെ. ഇത് ഫുള്ളാണെങ്കിൽ ഇതിൽ ഹാഫ് കേട്ടോ, അടിയിൽ മാത്രം ദാമൻ്റെ പോർഷനിൽ വർക്ക് വരുന്നതുണ്ട്. ഇതൊക്കെ വർക്ക്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഈ പ്രിന്റും കൂടി നമുക്ക് സൂറത്തിന്റെ ഈ ടിഷ്യൂ ഇപ്പൊ സൂറത്തിലെ കൂടി വരാറുള്ളൂ. ബട്ട് ഈ പ്രിന്റ് കറക്റ്റ് ആയിട്ട് നിൽക്കുമല്ലോ. നമ്മുടെ ഇപ്പുറത്തെ സേലത്തെ സൈഡ് പ്രൊഡക്ഷൻ തുണിയില മാത്രമാണ് ഈ പ്രിന്റ് കറക്റ്റ് ആയിട്ട് നിൽക്കുള്ളൂ. പിന്നെ അത് തന്നെയല്ല, ഈ ഒരു പ്രിന്റ് തൊടുമ്പോൾ ഭയങ്കര സോഫ്റ്റ്നെസ് ഉണ്ട്. ഒന്ന് ജസ്റ്റ് സൂം ചെയ്ത് അറിയാൻ പറ്റും. സാധാരണ ഒരു സെമി അല്ലെങ്കിൽ ലോക്കൽ ഐറ്റം ആണെങ്കിൽ ഇത് സ്റ്റിഫായിട്ട് ഇങ്ങനെ നിൽക്കും, കളർ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട്. അത് രണ്ടും ഫീലിംഗ് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. തൊടുമ്പോഴല്ല, വെക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് അറിയാൻ പറ്റും. ഇത് ഒറിജിനൽ ആയതുകൊണ്ടാണ് ആ ഒരു പെർഫെക്റ്റ് നിൽക്കുന്നത്. വാഷ് ചെയ്യുമ്പോൾ ഫെയ്ഡ് ആവാൻ ചാൻസും ഇല്ല. മറ്റേ ലോക്കൽ ആണെങ്കിൽ 2 വാഷം 3 വാഷം ആകുമ്പോഴേക്കും അതിന്റെ കളേഴ്സ് ഇങ്ങനെ ഫെയ്ഡ് ആവാൻ തുടങ്ങും. അതിൻ്റെ ഒന്ന് നോക്കിയാൽ ഇത് ടിഷ്യൂല് ഇതൊക്കെ ഒറിജിനലിൽ വരുന്നതാണ്. 20 മീറ്ററിന്റെ കട്ടാണ് കേട്ടോ ഇത് വരുന്നത് ഡിജിറ്റൽ പ്രിന്റില്. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ കോട്ടൺ പ്രിന്റ്സ്, നമ്മുടെ റെഗുലർ ജയ്പൂർ കോട്ടൺ പ്രിന്റ്സ്, ബാട്ടിക് ഒറിജിനൽ ബാട്ടിക് കോട്ടൺസ്, അങ്ങനെ അതിന്റെ വെറൈറ്റീസ് ആണ്. ഇപ്പൊ കുറച്ച് ഇവിടെ വെച്ചിട്ടുള്ളൂ എന്നാ പറയണത്. ഇപ്പൊ ബൾക്കായിട്ട് നമുക്ക് സ്റ്റോക്ക് ഗോഡൌണിൽ ഇരിക്കുന്നുണ്ട്, പല പ്രിന്റ്സിൽ ഇരിക്കുന്നുണ്ട്. ഇനി ഇതൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് വെറൈറ്റീസ് ഇതൊക്കെ ഫുള്ള് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് തന്നെയാണ്. ഫുൾക്കാരിയില് ഡിജിറ്റൽ പ്രിന്റ് കേട്ടോ. നമുക്ക് ഏതൊക്കെ ഇപ്പൊ മാർക്കറ്റിൽ ട്രെൻഡിങ് അതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ മസ്ലിനിലെ അജ്രക് പ്രിന്റ്സ് വരുന്നത്. ഇത് അത് മസ്ലിനിലുണ്ടാവും, ചന്തേരിയിലുണ്ടാവും, മോഡല് കോട്ടണിലുണ്ട്, ഫുൾക്കാരിയിലെ പ്രിന്റ് അജ്രക് പ്രിന്റ് വരാറുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടിന്യൂസ് നമുക്ക് ചെയ്യിപ്പിച്ചിട്ട് ഇനി ഓൺ ദ വേ ഇല്ല. എല്ലാം നമുക്ക് പ്രോഗ്രാം കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന്. അപ്പൊ ഇതെന്നെ ഒന്ന് ഓടിപ്പിച്ച് നോക്കിയത് ഫുള്ള് നമുക്ക് ചന്തേരിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പല മെറ്റീരിയൽസിൽ അജ്രക് പ്രിന്റിന്റെ വരുന്നുണ്ട്. സാമ്പിൾ മാത്രം കാണിച്ച് എല്ലാത്തിലും നമുക്ക് ഒരു 200 മീറ്റേഴ്സിന്റെ സ്റ്റോക്ക് എപ്പോഴും കളേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും. ഇതൊക്കെ പ്ലെയിനിൽ വരുന്നതാണ്. പിന്നെ മുകളിൽ നോക്കിയ ഫുൾ കളർഫുൾ ആയിട്ട് ഇരിക്കുന്നത് അത് ഫുൾ നമുക്ക് ബ്ലൗസ് പറ്റിയിട്ടുള്ളതാണ്. ടിഷ്യൂന്റെ ഐറ്റംസ് ആണ് കേട്ടോ. അത് 20 മീറ്ററിന്റെ കട്ട, 16-15 ആ ഒരു കട്ട വരുന്നത്. അതിന്റെ തന്നെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ബ്രൊക്കേഡ് പോളി കോട്ടൺ, പിന്നെ കോട്ടൺ ജക്കാർഡിന്റെ ബ്ലൗസ് ബിറ്റ്സ്. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ബ്രൊക്കേഡില് ഇത് 12 എണ്ണത്തിന്റെ ആയിരിക്കും അല്ലേ? 15 എണ്ണത്തിന്റെ ഈ കളേഴ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സെറ്റ് മുണ്ടിന്റെ എല്ലാം ഇപ്പൊ വരാറുള്ള ഫാൻസി കറയിന്റെ കളേഴ്സ് ആണ് മാച്ചിങ് കംപ്ലീറ്റ് വെച്ചിട്ടുള്ളത്. ഒക്കെ ഒന്ന് നോക്കി ഇത്രയും കളേഴ്സ് ഇട്ടോ. അപ്പൊ ഇത് മാത്രമല്ല, ഇതിൽ വെറൈറ്റി കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. കെട്ടായിട്ട് തന്നെ എടുക്കണം. അതിൽ 15 എണ്ണത്തിന്റെ ഉണ്ടാവും, 50 എണ്ണത്തിന്റെ, 100 എണ്ണത്തിന്റെ. അത് ഓരോരോ കടകൾക്ക് ആവശ്യമനുസരിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് പോളികോട്ടണില് കളേഴ്സ് ആണ്. വന്ന ഇഷ്ടപ്പെട്ട ഏതാ കളർ എന്ന് വെച്ചാൽ അതിങ്ങനെ എടുത്തോ, ബില്ലടിച്ചോ അല്ലേ. ഒരു സ്ലിപ്പേജും ഇല്ലാത്ത ഒരു മെറ്റീരിയൽ ആണ്. ഇതാണെങ്കിൽ നമുക്ക് ഫുൾ ബ്രൊക്കേഡിൽ വരുന്നതാണ് കേട്ടോ. പ്ലെയിനിൽ വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പോർഷൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചോദിച്ച ആ കസ്റ്റമർ എടുത്തത് കംപ്ലീറ്റ് ഇവിടെയും അവിടെയും. ഓക്കെ, ഇതൊന്ന് ഓടിപ്പിച്ചിട്ട് നമുക്ക് മുകളിലേക്ക് വരാം അല്ലേ? ഇതൊന്ന് ഓടിപ്പിച്ച് നോക്കാം. ഇത് ഫുള്ള് നമുക്ക് കാന്ത പ്രിന്റ് ആണ്. എല്ലാം കാത്ത പ്രിന്റ്, അജ്രക് പ്രിന്റ്, ബാട്ടിക് പ്രിന്റ്, എല്ലാം പ്രിന്റ്സും ഉണ്ടാവും. എല്ലാം പ്രിന്റുകൾ ഇതിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് കോട്ടണിൽ തന്നെ കേട്ടോ. അതില് ഫുൾ വീവിംഗ് ഉണ്ട്, പ്രിന്റ് ആയിട്ട് വരുന്നുണ്ട്, സീക്വൻസ് ഉണ്ട്, എല്ലാ വെറൈറ്റീസും ഉണ്ട്. വെറൈറ്റീസ് പിന്നെ സീസണക്ക് മാത്രമല്ല, എപ്പോഴും നമുക്ക് ഈ സ്റ്റോക്ക് എപ്പോഴും ഉണ്ടാവും. പിന്നെ ഇത് കാണുന്നത് മൊത്തം നമുക്ക് 2x1 2x2
2x1 ഉണ്ട് 2x2 ഉണ്ട് നമുക്ക് വേറെ ഉണ്ട്. ഓക്കെ, ഇത് മൊത്തം 2x2 നമുക്ക് ബ്ലൗസിന് വേണ്ടി മാത്രമാണ്. ഇഷ്ടപ്പെട്ട മാച്ച് ചെയ്ത് നമുക്ക് കളേഴ്സ് എടുക്കാം. അത് കൂടാണ്ട് ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതും നമുക്ക് ആ ഒരു ബേച്ചിൽ വീവിങ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഫുൾ സെൽഫ് 2x2 ഉണ്ട്. പിന്നെ കുറച്ച് വീവിംഗ് സ്റ്റൈലിന്റെ ഐറ്റംസും ഉണ്ട്. ഇതിൽ വെക്കുമ്പോൾ ശരിക്കും കറക്റ്റ് അറിയില്ല, അതാണ്. പക്ഷെ കടക്കാർക്ക് ഇങ്ങനെ ജസ്റ്റ് നോക്കിയാൽ മതി. അവര് ഇതെല്ലാം റെഗുലർ എടുക്കാറുള്ള കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് അവർക്ക് അറിയും അവർ കളർ ഏത് കളർ വേണമെന്ന് പ്രത്യേകിച്ച് കൊണ്ടുവരുമ്പോൾ. കണ്ട ഇത് ഈ വീവിങ് അത് തുറക്കുമ്പോൾ അതിന്റെ ഒരു ഭംഗി അറിയാൻ പറ്റുന്നുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ കുറെ വെറൈറ്റീസ് റണ്ണിങ് മെറ്റീരിയൽസ് 2x1 ചോദിച്ചത് കൊണ്ട് നമ്മുടെ MN ക്യാഷ് ആൻഡ് ക്യാരി എന്ന് പറഞ്ഞിട്ട് അടുത്ത നമ്മുടെ ഒരു കട ഉണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് കട നിങ്ങളുടെ അതായിരുന്നു? ഇല്ല, ഇപ്പൊ തുടങ്ങിയതാണ് വിഷുവിന്റെ സമയത്തിൽ. അതിനകത്ത് നമുക്ക് ലൈനിങ് ഉണ്ട്, ക്രേപ്പിന്റെ ഐറ്റംസ് ഉണ്ട്, തിരുപ്പൂരിന്റെ ഐറ്റംസ്, പിന്നെ റാസി കാവി, അങ്ങനെയുള്ള പ്രത്യേകിച്ച് കുറഞ്ഞ റേഞ്ച് ഏറ്റവും കുറവ് മാർജിൻ വെച്ചിട്ട് നമുക്ക് അവിടെ സെപ്പറേറ്റ് വിങ് ആയിട്ട് തുടങ്ങിയിട്ട് നമ്മൾ അത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ നമ്പർ ഉണ്ട്, ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി. തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ തന്നെയാണ് കേട്ടോ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ ഒന്ന് വെറൈറ്റി പ്രിന്റ്സുകളൊക്കെ ഒന്ന് നോക്കാം. ഇത് ഫുള്ള് നമുക്ക് അജ്രക്കിന്റെ പ്രിന്റ്, ബാട്ടിക് പ്രിന്റ് വരുന്നുണ്ട്, കാന്തയിൽ വരുന്നുണ്ട്. ഒക്കെ നമുക്ക് ടോപ്പിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വെറൈറ്റി കളക്ഷൻസ് ആണ് ഇത് മൊത്തം ഉള്ളത് കേട്ടോ. അത് സ്ഥലം ഇല്ലാണ്ട് നമ്മൾ സ്റ്റെപ്പിലൊക്കെ മൊത്തം ഇങ്ങനെ നിറച്ച് വെച്ചേക്കാണ്. അത് കോട്ടണിലല്ലേ? ഇതെല്ലാം കംപ്ലീറ്റ് കോട്ടൺ. അങ്ങനെ തന്നെ ലിപ്സ് ചെയ്യുമ്പോൾ നമ്മുടെ പോപ്ലിനിന്റെ കംപ്ലീറ്റ് കളർ ചാർട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. സ്കേർട്ടിനൊക്കെ നമുക്ക് തയ്ക്കാൻ പറ്റിയിട്ടുള്ള പ്രോപ്പർ കളർ പോവാതെ നല്ല ക്വാളിറ്റി ഉള്ള പോപ്ലിൻ മാത്രമേ നമ്മൾ വെക്കണമെന്നുള്ളൂ. അതിലും എത്ര ബൾക്ക് വേണമെങ്കിലും എടുക്കാമല്ലോ. അത്രയും കളേഴ്സ് ഒരു ബണ്ടലൊന്നും പോരാണ്ട് വരും ശരിക്കും പറഞ്ഞാൽ തയ്ക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് പ്ലെയിനിലല്ലേ 2x2 കട്ട് വരുന്നത് 100ന്റെ രണ്ടും ഉണ്ടാവും കേട്ടോ. 1 മീറ്ററിനും ഉണ്ടാവും. രണ്ടും മിക്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ചോദിച്ചിട്ട് മേടിക്കണം. അങ്ങനെ വെറൈറ്റീസ് അത് 50 പീസിന്റെ ഉണ്ടാവും, 100 പീസിന്റെ ഉണ്ടാവും. അങ്ങനെ വെറൈറ്റീസ് അങ്ങനെ കയറി പോവാണ് കേട്ടോ. ഇത് ഫുള്ള് നോക്കിയാൽ ഇത് ഇപ്പുറത്തെ സൈഡൊക്കെ നോക്കിയാൽ ഇതൊക്കെ നമുക്ക് കോപ്പറിന്റെ ജക്കാർഡില്. ഇത് മാത്രമല്ല കേട്ടോ, ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് വന്നാൽ ചൂസ് ചെയ്യാൻ തന്നെ പറ്റില്ല, അത്രയധികം കളക്ഷൻസ് ഉള്ളത്. അപ്പൊ രാവിലെ നേരത്തോടെ വരാം. അപ്പൊ ഇനി ഇവിടേക്ക് വരാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് ഇതൊക്കെ ഫുൾ ഇതെല്ലാം കർച്ചീഫ്, ഹാൻഡ് കർച്ചീഫ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസ് A to Z എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും. ഷോപ്പായിട്ട് ഇവിടെ കയറുമ്പോൾ അവരുടെ കടയ്ക്ക് വേണ്ടി എല്ലാ ഐറ്റമും നമ്മുടെ കടയിൽ കാണും. ഇനി ഈ ഒരു ചില്ലുകൂട്ടിലിരിക്കുന്നത് മൊത്തം ഹാൻഡ്ലൂമിന്റെ കളക്ഷൻസാണ്. പക്ഷെ ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ ലാസ്റ്റ് അവിടെ വരെ കുറച്ചുകൂടി കാണിക്കാണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ സമാധാനമായിട്ട് ഇരുന്നിട്ട് നമുക്ക് കാണാം. ഇനി ഇപ്പുറത്തെ സൈഡ് വരുന്നതും ഫുൾ നമുക്ക് അൺസ്റ്റിച്ചഡ് ഡ്രസ് മെറ്റീരിയൽസ്, ഫുൾ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസ്. അതിൽ വെറൈറ്റീസ് ഇഷ്ടംപോലെ ഉണ്ട്. ഫുൾക്കാരി വേണോ, അത് വേണം, ഇത് വേണം, എല്ലാം ഉണ്ടല്ലേ. ഇത് നല്ല അടിപൊളിയായിട്ടല്ലോ. ഓ, ഇത് ടിഷ്യൂലല്ലേ, കളറില്. അതിൽ എനിക്ക് ദുപ്പട്ട കണ്ടപ്പോഴാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. വർക്കും നെഗറ്റീവ് പ്രിന്റും പിന്നെ ദുപ്പട്ടയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനില്ല. അത് കണ്ടപ്പോഴാണ് ഞാൻ അവിടെ സ്റ്റക്കായി നിന്ന് പോയത്. നല്ലൊരു സട്ടല് ഡിജിറ്റൽ പ്രിന്റ് കേട്ടോ, അതും ഓർഗൻസ മെറ്റീരിയൽ നല്ല ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സെക്ഷൻ ഇനി എന്താ, ഈ ഒരു സെക്ഷൻ ആണ് വരുന്നത് അല്ലേ? ഓക്കെ, ഈ ഒരു സെക്ഷൻ ഫുൾ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. അപ്പൊ ഫസ്റ്റ് ഫ്ലോറിൽ അൺസ്റ്റിച്ചഡ് റണ്ണിങ് മെറ്റീരിയൽസ്, ഹാൻഡ്ലൂം, ദുപ്പട്ട സെപ്പറേറ്റ് കിട്ടുന്ന ഒരു സ്ഥലം. ഓക്കെ, അപ്പൊ ഇത് ഫുൾ ദുപ്പട്ടയുടെ ഏരിയ മാത്രമാണ്. ദുപ്പട്ട ആയാലും നമുക്ക് 5 പീസ് 10 പീസ് അങ്ങനെയാ, അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഫുൾ ദുപ്പട്ടയുടെ ഇതൊക്കെ പണ്ടേ തൊട്ട് ട്രെൻഡ് ഉള്ള ഒരു സംഭവമാണ് കേട്ടോ കോട്ടണില് നമുക്ക് ചുങ്കിടി. ഇത് ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും കാലമായിട്ട് നടക്കുന്നത്. അത് കൂടാണ്ട് നെറ്റിലോ എങ്ങനെ വേണമെങ്കിലും കേട്ടോ. നെറ്റിൽ ഫുള്ള് വർക്ക് വരുന്നത്. അതേപോലെ ഇതില്ലേ, ഇത് ഫുൾ അതിന്റെ കളേഴ്സ് ഇഷ്ടമുള്ളതനുസരിച്ച്. വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് മാത്രമായിട്ടുള്ളത്. അപ്പോൾ ദുപ്പട്ടയുടെ വെറൈറ്റീസിന്റെ ഒരു കൗണ്ടറാണ് ഈ ഒരു സെക്ഷൻ ഫുൾ. ഈ ഒരു കൗണ്ടർ ഫുൾ ദുപ്പട്ടയ്ക്ക് വേണ്ടി മാത്രം. ഇതും ദുപ്പട്ട. ഓക്കെ, ഈ ഒരു സെക്ഷനും ഫുൾ ദുപ്പട്ട. ഇതാകുമ്പോ എനിക്ക് തോന്നുന്നു മൊത്തം പ്ലെയിനിൽ വരുന്നതല്ലേ? പ്ലെയിനും കുറച്ച് വർക്കും ഉണ്ട്, കുറച്ച് കൂടിയ വർക്കും ഉണ്ട്. അങ്ങനെ പിന്നെ ഇത് പ്ലെയിൻ, അതെല്ലാം കംപ്ലീറ്റ്. ഇതല്ലേ, ഇത് ഫുൾ ദുപ്പട്ടയിൽ വരുന്നത്. ഇത് സീക്വൻസ് വർക്ക് ഭയങ്കര സോഫ്റ്റ് അല്ലേ? ഞാൻ ഇടുമ്പോൾ തന്നെ പ്യുവർ പോലെ അല്ലേ? അത് നമുക്ക് ഇടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു സംഭവം. ഫുൾ സീക്വൻസ് വർക്ക് വരുന്നത്. ഇത് എന്ത് മെറ്റീരിയൽ? നാസ്മി മെറ്റീരിയൽ അല്ലേ? പക്ഷെ നാസ്മീര കുറച്ച് നല്ല
കുറച്ച് ഹെവി ക്വാളിറ്റി എനിക്ക് ഇത്തരം സീക്വൻസ് ഇടുമ്പോൾ തുണീൻ്റെ ക്വാളിറ്റി കുറവാണെങ്കിൽ നമുക്ക് വിട്ടുപോകും. വർക്ക് ചെയ്യുമ്പോ നീഡിൽസ് ഉള്ളിൽ ഇടുമ്പോ തന്നെ ഒരു തുണി ഇങ്ങനെ വിടർന്ന് നിൽക്കും ഗ്യാപ്പിൽ. അത് തയ്ക്കുന്നവർക്ക് അറിയുള്ളൂ. അപ്പൊ അങ്ങനത്തെ വെറൈറ്റീസ് ഉണ്ട് ഈ സെക്ഷൻ മൊത്തം അല്ലേ? ഓക്കെ. അപ്പൊ ദുപ്പട്ടയുടെ ഒരു സെക്ഷനാണ് ഇത് കഴിഞ്ഞത്. ഇനി ഇപ്പഴത്തെ ഇതും ദുപ്പട്ടയാണോ ഈ ഫുള്ള്? ഇതെല്ലാം നമ്മുടെ നൈറ്റി ഷോൾസ്. ഇത് മോഡൽ ഒറിജിനൽ മോഡലുണ്ട് ദുപ്പട്ട. നമുക്ക് സൂട്ട് മെറ്റീരിയലും ഉണ്ട്, റണ്ണിങ് പീസും ഉണ്ട്, ദുപ്പട്ട സെപ്പറേറ്റും ഉണ്ട്. മോഡലില് പ്യുവറില് ഇത് ഫുൾ ദുപ്പട്ട മാത്രമായിട്ട്. ഭയങ്കര ലെങ്ത് ആണല്ലോ അല്ലേ? പ്യുവർ ആയതുകൊണ്ടാണോ ഇത്രയും ലെങ്ത് കൂടിയത്? നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് കളർ ഓപ്ഷൻസ് ഉണ്ട്, പല പ്രിൻറ്റിലും നമുക്ക് അവൈലബിൾ ആണ്. പ്യുവർ ദുപ്പട്ടയുടെ ഒരു സെക്ഷൻ. പിന്നെ കുറേ പേരൊക്കെ നൈറ്റിയുടെ ഇതൊക്കെ നമുക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് പ്രിൻറ്റുകളാണ് കേട്ടോ. പ്യുവർ മോഡലിൽ വരുന്നതാണ്. അപ്പോൾ ഇത് ചേട്ടൻ പിടിച്ച് ഇത് കൂടാണ്ട് ഇത് മൊത്തം നമുക്ക് നൈറ്റിക്ക് പറ്റിയിട്ടുള്ള ദുപ്പട്ടാസാണ്. കുറച്ച് ലെങ്ത് കൂടും, കോട്ടൻ്റെ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ദുപ്പട്ടാസാണ്. പിന്നെ ഈ സെക്ഷന് നമ്മുടെ മിക്സ് ആൻഡ് മാച്ച് സെക്ഷനാണ്. ടോപ്സ് നമുക്ക് പ്രത്യേകിച്ച് അവിടെ നമ്മൾ കണ്ട ടോപ്സ് എല്ലാം 2.5 ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. സോ അവർക്ക് സ്റ്റിച്ചിങ് യൂണിറ്റ്സ് ആൾക്കാർ ഇത് മാത്രം എടുത്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മോഡൽ കൂടിയത് എടുക്കുമ്പോൾ നമുക്ക് ഒരു 4000 ആ റേഞ്ച് വരും. നമുക്ക് അങ്ങനെ വേണ്ട, വെറുതെ പ്ലെയിൻ ജോർജറ്റിനകത്ത് നമുക്ക് ആ ദുപ്പട്ട ഇട്ടാലും ഭംഗിയാവുമ്പോൾ നമുക്ക് ഇങ്ങനെ പ്ലെയിനിന്റെ ഒരു ടോപ്പ് എടുത്തിട്ട് ദുപ്പട്ട സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും, ബോട്ടമും സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. പക്ഷേ ഇത് ബുട്ടിക്കാർക്ക് പറ്റുള്ളൂ. ഇവിടെ വരുമ്പോൾ എന്തായാലും ബൾക്കായിട്ട് അങ്ങനെയല്ല. ഇപ്പൊ പ്രത്യേകിച്ച് കുറെ ഫാമിലി ഷോപ്സ് ആവട്ടെ, ചെറിയ ചെറിയ കച്ചവടക്കാരാവട്ടെ, അവരെല്ലാരും കൂടി ഇങ്ങനെ എടുക്കാൻ തുടങ്ങിയിട്ട് അതിന് നിങ്ങൾ കൊടുക്കും? അതും കൊടുക്കും. അപ്പൊ പിന്നെ പ്രശ്നമില്ല. അപ്പൊ ഇത് ഫുൾ ടോപ്പിന്റെ സെക്ഷൻ ആണ്. ബോട്ടമിന്റെ സെക്ഷൻ വരുമ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനാണ് ബോട്ടം. ഇത് ബോട്ടമിന്റെ സെക്ഷൻ ഇനിയുണ്ട്. ഇത് കുറച്ച് സെലക്റ്റീവ് പീസസ് ആണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ഇത് വരുന്നത് നമുക്ക് ഫുൾ കാരിയുടെ ടോപ്പ്, ഇത് കോട്ടണിൽ നമുക്ക് വീവിംഗ് ആയിട്ടുള്ളത്, അങ്ങനത്തെ വെറൈറ്റീസ്. ഇത് നമ്മുടെ ഡിജിറ്റൽ പ്രിന്റ്, നെറ്റ് കോട്ട് ആൻഡ് ഡിജിറ്റൽ പ്രിന്റ്. അങ്ങനെ ഇത് ടസറിന്റെ ദുപ്പട്ടാസ്, ഒറിജിനൽ ടസറിന്റെ സെപ്പറേറ്റ് ദുപ്പട്ടാസ്. സൂട്ട് ആയിട്ട് എടുക്കുമ്പോൾ റേറ്റ് കൂടി പോകും. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് കുറഞ്ഞ ടോപ്പ് പോയിട്ട് വെച്ചിട്ട് ദുപ്പട്ടാക്ക് മാത്രം സെപ്പറേറ്റ് ആയിട്ട് എക്കണോമി ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഫുൾ ടസറില് വരുന്നത്. ഇതൊന്ന് നമുക്ക് ഓടിപ്പിച്ച് നോക്കിയത് ടസറിൽ മാത്രമായിട്ട് പ്യുവർ ആണ് കേട്ടോ ഇത് ഫുൾ കാണിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ പ്യുവർ ജോർജറ്റിലും നമുക്ക് ദുപ്പട്ടാസ് വരുന്നുണ്ട്. ജോർജറ്റിന്റെ കളക്ഷൻസ് ആണ് ഇത് ഫുള്ള്. ഇത് കാണിച്ചില്ലെങ്കിൽ ഭയങ്കര മിസ്സിങ് ആയി പോവും. കലംകാരിയിലാണ് എല്ലാവരും ചോദിക്കുന്നുണ്ട്. കലംകാരിയിൽ ഇങ്ങനെ ദുപ്പട്ടാസ് മാത്രമായിട്ട്. ഒറിജിനൽ കോട്ടൺ, പ്യുവർ കോട്ടൺ ഒറിജിനലാണ്. അതുപോലെ വെജിറ്റബിൾ അതെ ഫുൾ ഇത് ദുപ്പട്ട മാത്രം ഇട്ടാൽ മതി. ഒരു പ്ലെയിൻ ടോപ്പ് ഇട്ടിട്ട് ഇതിനും ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി കാണിക്കാൻ പോകണം. നമ്മൾ ഇത് ഓൾറെഡി കുറച്ച് ഭാഗം കാണിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത് ഫുള്ള് അല്ലേ? ഇത് ഫുൾ ദുപ്പട്ട. ഇത് വൈറ്റിൽ മാത്രമാണെങ്കിൽ ഇത്ര ബൾക്ക് തന്നെ ഉണ്ട്. ഇനി നമുക്കിത് ആ അറ്റത്തേക്കാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് ഇത് ഈ അറ്റമാണ്. ഇനി ആ അറ്റത്തേക്കൊന്ന് നോക്കാം. നമുക്കിതാ ആ അറ്റം വരെ എത്തണം. ആ അറ്റത്ത് നമുക്ക് ഹാൻഡ്ലൂംസിന്റെ സെക്ഷൻ മാത്രം. അതിൽ നമുക്ക് ധോത്തീസ് ഒന്നുമില്ലേ? ധോത്തീസ് ഉണ്ട്, സെറ്റ് മുണ്ടുണ്ട്, സെറ്റ് സാരി ഉണ്ട്, പിന്നെ ഹോം അപ്ലയൻസ് ഇതുണ്ട്, ഫർണിഷിംഗ്. അത് ആ അറ്റത്താണ്. പറയണേക്കാളും നല്ലത് നമുക്ക് കാണിച്ചു കൊടുക്കാം. വരൂ. കേരള ട്രഡീഷണൽ വെയറിന്റെ ഐറ്റംസ് ആണ് മെയിൻ ആയിട്ട് കൂടുതൽ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ എവിടെ നിന്ന് തുടങ്ങാം? നമുക്ക് ഇവിടെ ആദ്യം ജസ്റ്റ് നമുക്ക് വെറുതെ നമുക്ക് ഐറ്റംസ് ഒരു പ്രാവശ്യം കാണിച്ചു കൊടുക്കാം. ഓക്കെ. നമുക്ക് അപ്പൊ ഐറ്റംസ് ഒന്ന് നോക്കാം. ഇത് ഫുൾ സെറ്റ്, ഫുള്ള് കേരള സെറ്റ് സാരിയാണ്. ടിഷ്യൂ ഉണ്ട്, കോട്ടൺ ഉണ്ട്, കോട്ടണിലെ വർക്ക് ഉണ്ട്. ഇപ്പൊ ഉള്ള കംപ്ലീറ്റ് ഇത് ആകെ ഒരു 5-10% വെറൈറ്റി മാത്രമേ ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ജസ്റ്റ് ഒരു വെറൈറ്റീസ് ആണ്. ഡിസൈൻസ് ഒന്നുകൂടി ഒന്ന് അവിടെ നിന്ന് ഇനി ഒന്ന് ഓടിപ്പിച്ച് നോക്കിക്കോ, അടുക്കിക്കോടെ ഇങ്ങനെ പോയിക്കോട്ടെ. വെറൈറ്റീസ് കണ്ടോ? ഇതൊക്കെ ഫുൾ നമുക്ക് സാരീസിൻ്റെ വെച്ചാൽ കച്ചവടക്കാരാണെങ്കിൽ അവർക്ക് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണെന്നുള്ളത്. ഇപ്പോൾ റീറ്റെയിൽ ആണെങ്കിൽ നമുക്ക് ഇതൊക്കെ തുറന്ന് കാണിക്കേണ്ട ആവശ്യമുള്ളൂ. ജസ്റ്റ് ഇത് ഇത്രയും വെറൈറ്റീസ് ഒന്നും അല്ല, ഇതിനേക്കാൾ അക്രമം വെറൈറ്റീസ് നമുക്ക് ഉണ്ട് കാണിക്കാനായിട്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ചില വെറൈറ്റി മാത്രം നമുക്ക് പ്രത്യേകിച്ച് നമ്പർ പ്രൊഡക്ഷനിലുള്ളത് കാണിച്ചിട്ട്. ഓക്കെ. ഇതാവുമ്പോൾ ഫുള്ള് ലൈൻസ് ടിഷ്യൂ ആണ്. ഫുള്ള് ബോർഡറിലും ഫുൾ സ്ഥലത്തിലും നമുക്ക് പല്ലൂല അജ്രക്കിന്റെ പ്രിന്റ് വരും. ആ അജ്രക് സെയിം പ്രിന്റിന്റെ ബ്ലൗസ് എക്സ്ട്രാ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ. അപ്പൊ സാരീസില് പിന്നെ ഇപ്പൊ ഉള്ള ട്രെൻഡ് ഡിജിറ്റലില് ഡിജിറ്റലിൽ ഫുൾ ഇങ്ങനെ ടിഷ്യൂന്റെ വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. അത് പല ഡിജിറ്റലിന്റെ ഡിജിറ്റൽ പ്രിന്റ്സ് ഉണ്ട്, ഇഷ്ടം പോലെ ഡിജിറ്റൽ പ്രിന്റ്സ് ഉണ്ട്, എല്ലാം ഒവ്വൊരു കളറാണ്. അതെ, ഇത് ടിഷ്യൂല് വരുന്നത്. പിന്നെ ഇപ്പോ ഇത് ലൈൻ ആയിട്ട് പോയിട്ടുള്ള ലൈൻ പോയിട്ടുള്ളത്. ഇത് പല്ലു കാണുമ്പോൾ തന്നെ ബ്രഷ് പ്രിന്റ്, ഫുൾ ബ്രഷ് പ്രിന്റ് ആണ്. ഒറിജിനൽ ഫുൾ ബ്രഷ് പ്രിന്റ് കണ്ടോ?
ഇതങ്ങനെ വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ പോവൊന്നുമില്ല കേട്ടോ, കാരണം ഇത് ഒറിജിനൽ ആയതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഹാൻഡിലും പവറിലും ഇത് രണ്ടും ഇവിടെ കിട്ടുന്നതായിരിക്കും, ചോദിച്ച് മേടിച്ചാൽ മതി. ഇത് നമ്മുടെ മുന്താണിയുടെ പോർഷൻ ആണെങ്കിൽ ബോഡിയിലും ഇതുപോലെ ഫുൾ ബ്രഷ് പെയിന്റിന്റെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാരി ഉടുത്ത് വരുമ്പോൾ എന്ത് രസമായിരിക്കും കാണാനേ, കണ്ടോ ഇത്രയും വർക്ക്. അതും കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ പ്രിന്റും ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ വന്ന് നോക്കി അറിയാം, കച്ചവടക്കാർക്ക് ഏകദേശം ഒക്കെ ഒരു ഐഡിയ കിട്ടും എന്താ സംഭവം എന്നുള്ളത്. പിന്നെ ഇതാ സാരീസിന്റെ ബൾക്കാണ് ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കണ മൊത്തം. ഇതൊക്കെ ഓരോരോ പ്രിന്റുകൾ ഓരോരോ ഇതിൽ വെച്ചിട്ടുള്ളത് അല്ലേ, സെപ്പറേറ്റ് സ്റ്റൈൽ പോലാണ്. ഈ കളർ ആവുമ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഒരു 50 പീസിന്റെ അടുത്ത് കാണും. ഓക്കെ, അതിന്റെ സാരീസിന്റെ വെറൈറ്റീസ് കേട്ടോ. അതിൽ നമുക്ക് എംബ്രോയിഡറിയിൽ വരുന്നുണ്ട്, ത്രെഡിൽ വരുന്നുണ്ട്, അങ്ങനെ വെറൈറ്റീസ് ഇഷ്ടം. ഗോൾഡ് ഉണ്ട്, കോപ്പർ ഉണ്ട്, റെഗുലർ നമ്മുടെ ജരി ഉണ്ട്, പിന്നെ വർക്ക് അതിനകത്ത് പ്രിന്റ് എല്ലാ ഐറ്റംസ് വരുന്നത്. ഇപ്പോൾ ഉള്ള ട്രെൻഡിലെ ഏതുണ്ടോ എല്ലാം നമ്മുടെ കടയിലൊക്കെ കിട്ടും. ഓക്കെ, കളിമുണ്ടിന്റെ തന്നെ വെറൈറ്റീസ് കേട്ടോ. അത് ആ സൈഡ് അല്ലേ. അപ്പൊ ഇത് ആണുങ്ങൾക്കുള്ള കാവിമുണ്ട്, കള്ളിമുണ്ട്, ചെക്കില്, അങ്ങനെ വെറൈറ്റീസ് എല്ലാതും ഉണ്ട്. അതൊക്കെ നമുക്ക് ബൾക്കായിട്ട് തന്നെ എടുക്കണം. അത് കംപ്ലീറ്റ് ഈ ഒരു സെക്ഷൻ ഫുൾ കള്ളിമുണ്ടിന്റെ സെക്ഷനാണ് കേട്ടോ. അതിൽ എല്ലാ തരം വെറൈറ്റീസ് ഉണ്ട്. ഓരോന്നെടുത്ത് കാണിക്കില്ല, കടക്കാർക്ക് അറിയാം എങ്ങനെയാന്നുള്ളത്, ഡീലിങ്സ് കാര്യങ്ങളൊക്കെ. ഇനി എന്താ സെക്ഷനിൽ വരുന്നത്? ഇനി നമ്മുടെ ധോത്തി. ഓ, ബ്രാൻഡഡ് ഉണ്ട്, അൺബ്രാൻഡഡ് ഉണ്ട്, ഹാൻഡ്ലൂം ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാതും ഈ ഒരു സെക്ഷനാണ് വരുന്നത് അല്ലേ. ഓക്കെ, കംപ്ലീറ്റ് രാംരാജ്, പിന്നെ ഉദയം, അങ്ങനെ എല്ലാ ബ്രാൻഡ്സും കൂടി ഉണ്ട് ധോത്തീസിൽ ആണുങ്ങൾക്ക് മാത്രമായിട്ട്. അതിൽ വെള്ളയിലുണ്ട്, ടിഷ്യൂല് വരുന്നുണ്ട്, ഓഫ് വൈറ്റ് വരുന്നുണ്ട്, അങ്ങനെ വെറൈറ്റീസ്. ഇത് ഫുൾ ആണുങ്ങളുടെ ധോത്തിയുടെ ഒരു സെക്ഷനാണ് ഇത് മൊത്തം വരുന്നത്, ബൾക്കായിട്ട് ഇരിക്കുന്നത് കണ്ടോ. അതുപോലെ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ തോർത്ത്, പിന്നെ നേരിയൽ, അങ്ങനെ ചെറിയ ഹാൻഡ്ലൂം ഐറ്റംസ്. ആക്സസറീസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ, ആക്സസറീസിന്റെ. പിന്നെ ഒരു ഗിഫ്റ്റ് ഐറ്റം ഉണ്ട്. ഇത് ഷർട്ടും, പിള്ളേരിൻ്റെ ഷർട്ടും മുണ്ടും, പിന്നെ തോർത്തും, ഒരു കർച്ചീഫ്, അങ്ങനെ 4 ഐറ്റംസ്. ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും, അതിന്റെ ഒരു ലുക്കാണ്. വെൽക്രോ ധോത്തി. വെൽക്രോ ധോത്തി. അപ്പോൾ ഒട്ടിക്കാം പിള്ളേർക്ക്. അത് സൈസ് അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി, അതിനനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കുള്ള വെറൈറ്റീസും ഉണ്ട്. തോർത്തുമുണ്ടുകളൊക്കെ ബൾക്കായിട്ട് എടുക്കണം, അത് എടുക്കണവർക്ക് അറിയാം. സാരി കൊണ്ട് നടക്കാൻ പറ്റണില്ല എന്ന് അത്രയധികം. കസ്റ്റമറിന്റെ ബുക്കിംഗ് ആണ്, കസ്റ്റമർക്ക് പോർ ഐറ്റംസ്. ഇത് ഇപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു കസ്റ്റമറിനെ ഞാൻ പേര് കാണിക്കുന്നില്ല, ആളുടെ ബില്ലാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അതെനിക്ക് കാണിക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ MNന്റെ ബില്ലിൻ്റെ ഇത് കാണിക്കാം എനിക്ക്, കണ്ടോ. ബാക്കിയുള്ളത് ഡീറ്റെയിൽസ് എത്ര രൂപയ്ക്ക് മേടിച്ചു എന്താണെന്നൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഇത് ഫുൾ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ആയിട്ട് ഇങ്ങനെ ബൾക്കായിട്ടാണ് പാക്കിംഗ് പോകുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ബെഡ്ഷീറ്റുകൾ അല്ലേ, ബെഡ്ഷീറ്റ്സ്, പിന്നെ സോഫ കവേഴ്സ്. ബെഡ്ഷീറ്റ്, സോഫ കവേഴ്സ്, അങ്ങനത്തെ ചെറിയ ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇത് നമുക്ക് മുണ്ടിന്റെ ബെൽറ്റും ഉണ്ട്. ഓ, അടിപൊളി. അപ്പൊ വൈറ്റിലുണ്ട്. ഓക്കെ, പിന്നെ ഇതെല്ലാം ടർക്കി ടവൽസ് കേട്ടോ. ഇതാ കാറിന്റെ ടർക്കി ടവൽസ് ഉണ്ട്, കാർ പാക്ക് ഉണ്ട്, നമ്മുടെ റെഗുലർ ബാത്ത് ടവൽസ് ഉണ്ട്, എല്ലാ ഐറ്റംസ്. അപ്പോൾ നമുക്ക് ഫർണിഷ് ഐറ്റംസ് എല്ലാതും കിട്ടൂല്ലേ, എല്ലാം കിട്ടും. അതുപോലെ ടർക്കിയുടെ ഫുൾ സെക്ഷനാണ് ഈ കാണുന്നത്. കുട്ടികൾക്കുള്ളതും വലിയവർക്കുള്ളതും അങ്ങനെ എല്ലാ ഐറ്റംസാണ് ഒക്കെ ഒടിപ്പിച്ച് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനിയുള്ള സെക്ഷൻ അയ്യോ നടക്കാൻ പറ്റില്ല, കണ്ടോ. ഇത് ഫുൾ സെറ്റ് മുണ്ടാണ് അല്ലേ, സെറ്റ് മുണ്ടിന്റെ സെക്ഷനാണ് ഈ ഫുൾ. ഇതിന് കുറച്ച് വെറൈറ്റീസ് ഒന്നും നമുക്ക് കണ്ടാലോ. ഇത് വിത്ത് ബ്ലൗസ് അല്ലേ, ഇത് ഇങ്ങനെ ഒരു സൈഡിൽ പിടിച്ച് നിൽക്കാം, അല്ലാതെ ശരിക്കും അറിയാൻ പറ്റുള്ളൂ. ഇത് ഇങ്ങനെ വരും. അതുപോലെ തന്നെ ഇതിന്റെ വൺ സൈഡ് ഇങ്ങനെ നമുക്ക് ഫ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സാരി ആയിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ അതിന് ബ്ലൗസ് ടിഷ്യൂലാണ് കേട്ടോ ഇത് കാണുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ടൈപ്പ് പ്രിന്റ് ആണ്. അങ്ങനെ ഹാൻഡ്ലൂമിലും വരുന്നുണ്ട്, പവർലൂമിലും ഉണ്ട് കേട്ടോ. രണ്ടും വന്ന് ചോദിച്ചോളോ, ഇഷ്ടം പോലെ ബൾക്കായിട്ട് എടുക്കാം. ഇനി യൂണിഫോം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കളറിൽ പറയുകയാണെങ്കിൽ അങ്ങനെയും ഉണ്ട്. ഇതൊക്കെ കണ്ടോ, ഒരു സിംഗിൾ കളറിലാണ് കേട്ടോ വരുന്നത്. അത് ബൾക്കായിട്ട് എത്ര വേണമെങ്കിലും പീസ്, 50 പീസാ 100 പീസാ അങ്ങനെ. ഇത് ഫുള്ള് നമുക്കപ്പോൾ ഇത് കൂടാണ്ട് നോർമൽ നമ്മുടെ പണ്ടത്തെ മുണ്ട് ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഒരു 9 തെരി ഞങ്ങൾ സേലത്തിന്റെ സൈഡ് നമ്മൾ ഈ പ്രാവശ്യം എടുത്തിട്ട് കംപ്ലീറ്റ് നമ്മുടെ പ്രൊഡക്ഷനിൽ വര ഐറ്റംസ് ആണ്. റേറ്റ് ഏറ്റവും കുറവാണ്. കുത്തമ്പള്ളി കൂടി കമ്പയർ ചെയ്യാൻ പറ്റും, നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതിൽ നമ്മുടെ പണ്ടത്തെ നമ്മുടെ സ്റ്റൈലിൽ നമുക്ക് മറക്കാൻ പറ്റില്ല. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇത്ര വീതിയിലുണ്ട്. ഇത് ഈ ഒരു വീതിയിൽ ചെറിയ വീതി തൊട്ട് വലിയ എത്ര ഇഞ്ച് വേണമെങ്കിലും ആ ഇഞ്ചിന്റെ ഒക്കെ ഉണ്ട്. അതിൽ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇത് ഫുൾ ഫർണിഷ് ഐറ്റംസ് ആണ്. ഫർണിഷ് ഐറ്റം നമ്മൾ പുതപ്പും ആ സ്റ്റൈലുള്ള ഐറ്റംസ് ആണ്. പിന്നെ ഇവിടെ ദാവണി സെറ്റ്, കുട്ടികളുടെ വലിയവരുടെ
നമ്മൾ നേരത്തെ കണ്ട ഒരു പ്രിന്റില്ലേ, ആ പ്രിന്റാണ് ഈ പ്രിന്റ് കാണുന്നത്. കണ്ടോ, സെറ്റ് മുണ്ടിൽ അതിൽ തന്നെ ഇനിയിപ്പോൾ ടീനേജുകാർക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ ടീനേജുകാർക്കുള്ള ഒരു ധാവണിയാണ് കേട്ടോ. അതിൽ കളറിലും ഉണ്ട്, ടിഷ്യൂലും വരുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ഇത് ഫുൾ ആ സെറ്റ് ഒന്ന് കാണിച്ചേ. ഇതാ നല്ല, അതും നല്ല വീതിയും നല്ല ഇതിലും ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം. കണ്ടോ, ഇനി ബ്ലൗസ് ഫുൾ വർക്ക്, ഫുൾ ബീറ്റ് വർക്കോട് കൂടിയിട്ട് അത് നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് തയ്ച്ചെടുക്കാം. ബ്ലൗസൊക്കെ തയ്ച്ച് അതിലേക്ക് ഒരു ദുപ്പട്ട നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് ദുപ്പട്ടയും അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. ഫുൾ ലെങ്തോട് കൂടിയിട്ടാണ് ഈ ഒരു പാവാടയും നല്ല വിരിവോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അത് ഉടുത്ത അതിൻ്റെ ഒരു സ്റ്റൈലില് നല്ല രസമായിരിക്കും. അതില് ഡിഫറെന്റ് ധാവണിയിലെ പാവാട നോക്കുകയാണെങ്കിൽ ഇതില് അടിയില് ഇത് ബാട്ടിക്കിന്റെ പ്രിന്റ്. ഞാൻ അതിനെ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയ ബാട്ടിക്കിന്റെ പ്രിന്റ് ഒന്നും കണ്ടിട്ടില്ല, കൂടുതൽ അജ്രക്കിന്റെ ആണ് കണ്ടിരിക്കുന്നത്. അതില് നമുക്ക് ബ്ലൗസ് പിന്നെ ദുപ്പട്ടയിലും ഇതുപോലെ തന്നെ പ്രിന്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സെക്ഷൻ ഫുൾ നമുക്ക് ഈ ഒരു സെക്ഷൻ ഫുൾ അതിൻ്റെ അത് എത്ര ഏജ് തൊട്ട് എത്ര ഏജ് വരെ? ന്യൂ ബോൺ ബേബി തൊട്ട് ഉണ്ടാവില്ല എല്ലാതും? അല്ല, ന്യൂ ബോൺ ബേബി തൊട്ട് അല്ല. അതുകൊണ്ട് അത് സ്ലീവ്ലെസ് ഉള്ളതാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സ്ലീവ് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ ടിഷ്യൂല് ഇതൊക്കെ നോക്കിയാൽ പുതിയ പുതിയ പ്രിന്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല നല്ല വെറൈറ്റി പ്രിന്റ്സ്. ഈ സെയിം ഐറ്റമിൽ തന്നെ ഇപ്പൊ എല്ലാവരും ട്രഡീഷണൽ കാട്ടിലും ഇപ്പൊ ഇങ്ങനെ പാർട്ടി വെയർസ് ചോദിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ ഇങ്ങനെ പാർട്ടി വെയർ ഇട്ടിട്ട് വരാറുള്ള ആൾക്കാർ കുറെ പേരുണ്ടാവും. എന്നാലും മാറ്റി മാറ്റി ഇടണ്ട അമ്പലത്തിലേക്ക്. അപ്പൊ ഈ ഒരു ഫുൾ സെക്ഷൻ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഓടിപ്പിച്ച് കാണിച്ചിട്ടുള്ളൂ. ഇനി വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ ചെറിയ കുട്ടികളുടെ പാവാട. അയ്യോ കണ്ടോ, അതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. അതില് നമ്മുടെ കുബേര സിൽക്കിന് സാരി സെക്ഷൻ ഞാൻ ചോദിക്കാൻ വരായിരുന്നു. അത് തൊടുമ്പോ ആ ഒരു കുബേര ഭയങ്കര സോഫ്റ്റ്നെസ് ആയിട്ടുള്ളത്. സൈഡില് സിബ് എടുക്കാൻ വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ തയ്പ്പിച്ചതാണോ ഇത്? ഇല്ല, നമ്മൾ ആ തുണിയെ വെച്ചിട്ട് നമ്മൾ പ്രൊഡക്ഷൻ നമ്മൾ ഒരു ഐഡിയ കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചതാണ്. ഇതാവുമ്പോ ഭയങ്കര കുബേര സിൽക്ക് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വീണെടുക്കുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ പാവാടയ്ക്കും അത്യാവശ്യം നമുക്ക് ചെറിയ സൈസ് തൊട്ട് വലിയ സൈസ് എല്ലാതും വരുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാ തരം ഐറ്റംസ് ഈ ഒരു ഫ്ലോറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. മൊത്തം 4 ഫ്ലോറാന്ന് പറഞ്ഞു. ഇനി നമുക്ക് ജെൻസിന്റെ സെക്ഷനും ഉണ്ട്. പിന്നെ അതുപോലെ കിഡ്സിന്റെ സെക്ഷൻ കഴിഞ്ഞ പ്രാവശ്യം അത് കാണിച്ചു തോന്നുന്നുണ്ട്. എന്തായാലും ജെൻസിന്റെ ഒന്ന് നോക്കി നോക്കാം, നമുക്ക് പോയിട്ട് വരും. പിന്നെ തിരിച്ച് പറയുന്നത് പോലെ കസ്റ്റമേഴ്സിന്റെ ഇവിടെ വരുമ്പോൾ ഒരു ദിവസം നമുക്ക് സമയം കൊടുത്തിട്ട് വന്ന എല്ലാ ഐറ്റംസും കാണാൻ പറ്റും. ചെയ്യാൻ നമുക്ക് സമയം കൊടുത്താൽ ഇത്തരം വെറൈറ്റി നമുക്ക് അവർ കണ്ടിട്ട് എടുക്കാൻ പറ്റും. വീഡിയോ കോൾ ആകുമ്പോൾ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ഒരു എന്തോരം വെച്ചിട്ട് കാണിക്കണേ. ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരു ഹാൻഡ്ലൂമിന്റെ മാത്രം ഒരു കൗണ്ടറാണ് ഈ ഫുൾ കാണുന്നത് കേട്ടോ. അതിൽ ഇത്രയധികം വെറൈറ്റീസ് വീഡിയോ കോൾ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് രാവിലെ ഏർലി മോർണിംഗ് ഇവിടെ വന്ന് ഒരു 9-9:30 ആകുമ്പോഴേക്കും ഞങ്ങൾ ഇവിടെ തുറന്നിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഉള്ളത് 3rd ഫ്ലോറിൽ മൊത്തം മെൻസ് വെയറിന്റെ കളക്ഷൻ. അപ്പം നമ്മുടെ ഇവിടുത്തെ സാറിനൊന്നും നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെൽക്കം. അപ്പൊ ആള് ഫുൾ മെൻസ് വെയറിന്റെ സെക്ഷനാണ് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ മെൻസ് വെയർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് വെറൈറ്റീസ്? മെൻസ് വെയറിന്റെ ഫോർമൽ ഷർട്ട്സ്, പിന്നെ കാഷ്വൽ ഷർട്ട്സ്, ടീഷർട്ട്സ്, മെൻസിൻ്റെ ബോട്ടം, അതായത് ജീൻസ്, കോട്ടൺ പാൻസ്, ഈ പറയുന്ന പാരഷൂട്ട് ബാഗി എല്ലാം ട്രെൻഡി ആയിട്ടല്ല. അപ്പൊ ഇവിടെ കുറെ ടീഷർട്ട് വെച്ചിട്ടുണ്ട്. ഇതിനെ കുറിച്ചൊന്ന് പറയാവോ? ഓ യെസ്, ഇത് നമ്മുടെ എല്ലാം ലുധിയാന മാനുഫാക്ചറിങ്ങിന്റെ ടീഷർട്ട്സ് ആണ്. സൈസ് MS തൊട്ട് 5XL വരെ ടീഷർട്ട്സ് വരുന്നുണ്ട്. വെറൈറ്റീസ് നമ്മൾ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബൾക്കായിട്ട് ഇഷ്ടം പോലെ വെറൈറ്റീസ് ഈ ഒരു 3rd ഫ്ലോറിൽ മൊത്തം നമുക്ക് ടീഷർട്ട് കിട്ടും. അതും പല പല മെറ്റീരിയൽസാണ് ഈ കാണിക്കണതൊക്കെ കേട്ടോ. അപ്പോൾ ലുധിയാന ആണ് ഏറ്റവും ടോപ്പ് ടീഷർട്ടിന് വരുന്നത്. ആ ഐറ്റം വരെ ഇവിടെ ഉണ്ടെന്ന് എല്ലാം സ്റ്റേറ്റിട്ട് ഉണ്ടാവും മിക്കത് അല്ലേ? അതെ, അത് ഇപ്പോൾ കാണിക്കാം. അപ്പോൾ ഇത് ഫുൾ ലുധിയാനയുടെ കോളർ ഉള്ളതുണ്ട്, കോളർ പ്രിന്റിൽ വരുന്നുണ്ട്, ബട്ടൺ ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ വെറൈറ്റീസ് കയറി പോകുന്നുണ്ട്. ഇതൊക്കെ ഷർട്ട് മോഡലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നല്ല ടീഷർട്ടാണ് ഇത് കണ്ടോ വെറൈറ്റീസ്. അപ്പോൾ ഇത് ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമുക്ക് സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ അങ്ങനെയാണോ? അങ്ങനെയാണ് നമുക്ക് ബൾക്കായിട്ട് ബണ്ടലായിട്ട് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ടീഷർട്ടിൻ്റെ കളക്ഷൻസ് ഇതാ ഇപ്പുറത്തും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫുൾ ടീഷർട്ടിൻ്റെ പല പല വെറൈറ്റീസ് ആണ് വരുന്നത്. പിന്നെയും കുറേ ടീഷർട്ടുകൾ കാണിക്കാണ്ട്. അത് കൂടാണ്ട് ഇത് നമുക്ക് ഇത് കാക്കി ഷർട്ട്സ് ഓൺ പ്രൊഡക്ഷന്റെ ഷർട്ടാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടന്മാരെ അതുപോലെ കാക്കിക്കാർ ഉപയോഗിക്കുന്നവർക്ക് അവർക്ക് നമുക്ക് ഒരു ഓർമ്മ ഇത് കാണുമ്പോൾ കേട്ടോ. അപ്പോൾ അവരൊക്കെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഓക്കെ, ഈ ഷർട്ട് കാണുമ്പോഴാണ് ആ ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഇത് കൂടാണ്ട് കുറേ വൈറ്റ് ഷർട്ട്സും വരുന്നുണ്ട്. വൈറ്റിലൊക്കെ ഇത് ഇങ്ങനെ സെപ്പറേറ്റ് പാക്കിംഗ് കാണുന്നുണ്ട്. അതും എടുക്കുമ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടത്? ഇത് നമുക്ക്
സിംഗിൾ പീസ് അതായത് 42 ആണെങ്കിൽ 42, ആ അങ്ങനെ എടുക്കാം. 40 ആണെങ്കിൽ 40, എത്ര ഏത് സൈസിൽ എത്ര പീസ് വേണമോ നമുക്കത് അതെടുക്കാം. പക്ഷെ അത് ഹോൾസെയിൽ ആണ് കേട്ടോ, ബൾക്കായിട്ട് തന്നെ എടുക്കണം, ഒരു സിംഗിൾ പീസ് ആയിട്ട് കിട്ടില്ല. ഇനി നമുക്ക് ഈ ഒരു സെക്ഷൻ ഒന്ന് ഇങ്ങോട്ട് വരൂ, എന്നിട്ട് ഈ ഒരു സെക്ഷൻ ഫുള്ളൊന്ന് ഓടിപ്പിച്ച് കാണിക്കാൻ. ഇത് ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ സെക്ഷൻ വരുന്നത്? ഇതാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ള ഒരു സെക്ഷനാണ്. ഇത് കംപ്ലീറ്റ് തിരുപ്പൂറും ലുധിയാനൊക്കെ ഉള്ള ടീഷർട്ടും പിന്നെ ബാംഗ്ലൂർ, അഹമ്മദാബാദ്, ബോംബെയുടെ ഷർട്ട്സും കംപ്ലീറ്റ് ഇപ്പോഴത്തെ ട്രെൻഡുള്ള ഈ ഇമ്പോർട്ടഡ് ലൈക്ര പിന്നെ പോപ്കോൺ മെറ്റീരിയൽ ഉള്ള ടീഷർട്ട്സ്, പിന്നെ ഡബിൾ ഷോൾഡർ, ഡൗൺ ഷോൾഡർ, 5 സ്ലീവ്, ട്രെൻഡി ആയിട്ടുള്ള എല്ലാ ടീഷർട്ടുകളും ഉണ്ട് അല്ലേ? ഇത് ഫ്രണ്ടും ബാക്കും പ്രിന്റുള്ള ടീഷർട്ട്സ്. പിന്നെ നമുക്ക് ഹാഫ് സ്ലീവിലെ ഹുഡീസ് ഉണ്ട്, ഓക്കെ, ഫുൾ സ്ലീവ് ഹുഡീസും ഉണ്ട്. വെറൈറ്റീസ് എല്ലാം മെൻസറിന്റെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത് ഹുഡീസ് അടക്കം വരുന്നത് ഫുൾ സ്ലീവില്, ഹാഫ് സ്ലീവില്, അങ്ങനെ വെറൈറ്റീസ്. ഇതും ഫുൾ സ്ലീവിൽ വരുന്നതാണ്. അതും മെറ്റീരിയൽ ഒക്കെ എല്ലാത്തിൻ്റെയും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ്. ഇതിലും സൈസസ് ഒക്കെ എങ്ങനെയാണ് വരിക? മീഡിയം, ലാർജ്, സെയിം? ML, XL, 2XL, പിന്നെ 3, 4, 5XL. ഓക്കെ, ടീഷർട്ടിന്റെ ബാക്കിൽ പ്രിന്റ്, ഇതൊക്കെ വലിയ സൈസ് ആണല്ലോ. ഇത് 5 സ്ലീവ്, ഇപ്പോഴത്തെ ട്രെൻഡ് 5 സ്ലീവ്. ഓക്കെ, ലൂസ് ആയിട്ട് ഓവർ സൈസ് ആയിട്ട് കിടക്കുന്ന ടൈപ്പ്. അത് ബാക്കിൽ പ്രിന്റ് വരുന്നത് കേട്ടോ, ലൂസ് ടൈപ്പ് ആയിട്ട്. 42 ആണ് സൈസ് വരുന്നത്. കാണുമ്പോൾ നമുക്ക് ഓവർ സൈസ് ഫീൽ ചെയ്യും. ഇതൊക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക്, ഇമ്പോർട്ടഡ് ഇപ്പോഴത്തെ ട്രെൻഡ് ഉള്ള ഫാബ്രിക് ആണ് ഇത് വരുന്നത്. അതിലും പ്രിന്റ് അടക്കാം കേട്ടോ. ഇനി ഇപ്പോഴത്തെ സൈഡും ടീഷർട്ട് കാണുന്നുണ്ട്. ഇത് ഫുൾ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നത് പല ക്വാളിറ്റി, പല വെറൈറ്റി. ഇതെല്ലാം നമുക്ക് ടീഷർട്ടുകൾ മാനുഫാക്ചറേഴ്സിന്റെ എടുക്കുന്ന നമ്മൾ എടുക്കുന്നതാണ്. ഇതെല്ലാം ഈ ലുധിയാന ഫാബ്രിക്, എക്സ്പോർട്ട് ക്വാളിറ്റി ഫാബ്രിക്. അതിൽ ഫുൾ സ്ലീവ് ഉണ്ട്, റൗണ്ട് നെക്ക് ഉണ്ട്, കോളർ നെക്ക് ഉണ്ട്, അങ്ങനെ വെറൈറ്റീസ് കണ്ട. ഇതൊക്കെ റൗണ്ട് നെക്കിൽ ഒരു പട്ട പോലെ കൊടുത്തിരിക്കുന്നത് ഫുൾ സ്ലീവിൽ കേട്ടോ. മെറ്റീരിയൽ വ്യത്യാസം ഉണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും. അത് വന്ന് നമുക്ക് അങ്ങനെ തൊട്ട് ഫീൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ബാക്കും ഫ്രണ്ടും പ്രിന്റ് വരുന്ന ആ ഒരു മോഡലാണ് കേട്ടോ വരുന്നത്. അതിൽ ലൂസ് എന്ന് വെച്ചാൽ ഓവർ സൈസ് വരുന്നതാണ്. കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കിയേ, അതും പല മെറ്റീരിയൽസ് ആണ് വരുന്നത്. ഒക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ്. ഇത് ടീഷർട്ട് അതിൽ റൗണ്ട് നെക്കിലാണ് മെയിനായിട്ട്. ഇതിലൊക്കെ കളർ ഷെയ്ഡ്സും നമുക്ക് പേസ്റ്റലുണ്ട്, ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്, അങ്ങനെ വെറൈറ്റീസ് ഇഷ്ടംപോലെ കയറിപ്പോവും. ഇതൊക്കെ നമുക്ക് ഇത് ടീഷർട്ട് മാത്രമല്ല കേട്ടോ, ഇവിടെ ഷർട്ട്, പാൻസ് ഒക്കെ ഉണ്ട്. ഒക്കെ നമ്മൾ കാണാനായിട്ട് കിടക്കുന്നുള്ളൂ. നോക്കിയേ, ഇഷ്ടം പോലെ. ഇതൊക്കെ ലൈറ്റിൽ വരുന്ന കളക്ഷൻസ്. ഈ ഒരു ഫ്ലോറിൽ നമുക്ക് ഈ ടീഷർട്ട് മാത്രമല്ല, ബാബാസിനുള്ളതും ഉണ്ട് അല്ലേ കുട്ടികൾക്ക്. ഇതൊക്കെ നമുക്ക് പ്രിന്റ് ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ പോകുന്ന രീതിയിലാണ്. ട്രെൻഡ് ആയിട്ടുള്ള കുറേ ചെത്തണ പിള്ളേർക്കുള്ള ഐറ്റംസുകൾ കേട്ടോ. അതിൽ ഫുൾ സ്ലീവിൽ ഇതൊക്കെ ഫുൾ സ്ലീവിൻ്റെ കുറച്ച് പാറ്റേൺസും വെറൈറ്റീസാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ മെറ്റീരിയൽ വൈസ് വ്യത്യാസമുണ്ട്. ഡാർക്ക് ഷെയ്ഡ്, ഇതിൻ്റെ പ്രിൻ്റ് ഒന്ന് നോക്കിയേ. ഇത് കണ്ടില്ലെങ്കിൽ മിസ്സായി പോകും കേട്ടോ. നല്ല വെറൈറ്റി, ഒരു എംബോസ് ചെയ്തിട്ടുള്ള ആ ഒരു രീതിയിലാണ് കേട്ടോ അതിന്. പിന്നെ ഒക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക്, എല്ലാ ഫാബ്രിക്കും ഡിഫറെൻ്റ് ആണ് കണ്ടോ. ഈ ഒരു ഫാബ്രിക് ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇത് വരുമ്പോൾ കുറച്ച് ലൈൻ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഒക്കെ ഡിഫറെൻറ്റ് വെറൈറ്റി മെറ്റീരിയൽസിലാണ് വരുന്നത്. ഷർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഒക്കെ ട്രെൻഡി പ്രിൻറ്റ്സ് എല്ലാതും ഉണ്ടല്ലോ ഡിസ്പ്ലേയിൽ കേട്ടോ. ഇപ്പോൾ കസ്റ്റമേഴ്സ് വരാണെങ്കിൽ അവർക്ക് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഏതാ പ്രിൻറ്റ് വേണമെന്ന് വെച്ചാൽ നോക്കി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു സെക്ഷൻ നമ്മുടെ സിംഗിൾ സൈസ് സെക്ഷൻ, അതായത് എസ് വേണമെങ്കിൽ എസ് എടുക്കുക, എം വേണമെങ്കിൽ എം എടുക്കുക, എൽ വേണമെങ്കിൽ എൽ എടുക്കുക. അങ്ങനെ നമുക്ക് ഏത് സൈസ് വേണമോ ആ സൈസ് മാത്രം എടുക്കാം പറ്റും. അതും കടക്കാർക്ക്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് ഉള്ള ഷർട്ട്സ് ആണ്. അത് ഒക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് കേട്ടോ. പോപ്കോൺ മെറ്റീരിയൽ, മെറ്റീരിയൽസും ഡിഫറെൻ്റ് ആണ്. ഇതൊക്കെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് കംഫർട്ടബിൾ ആയിരിക്കും വെയർ ചെയ്യുമ്പോൾ. നമുക്ക് ഡൗൺ ഷോൾഡറിലാണ് വരുന്നത് അല്ലേ? ഓക്കെ, ഷർട്ടൊക്കെ ഉണ്ട്, എന്ത് രസമാണ് കാണാനായിട്ട്. അതിലും പ്രിന്റ്സ് വരുന്നുണ്ട്. നമുക്ക് ഡബിൾ മെറ്റീരിയൽ എന്ന് പറയും, ഡബിൾ ഫാബ്രിക്. ഇപ്പോഴത്തെ ഫാബ്രിക് ഡബിൾ ഫാബ്രിക് എന്ന് വെച്ചാൽ ബാക്കിലും അതേപോലെ തന്നെ നിൽക്കും. അതിൽ പല പ്രിന്റ്സിൽ വരുന്നുണ്ട്. ഇത് നമ്മുടെ എറണാകുളത്താണ് ഓവർ സൈസ് സ്ലീവ് ആയിട്ട് വരുന്നത്. ഓവർ സൈസ് ടീഷർട്ട് എന്നൊക്കെ പറയില്ലേ, അത് ആ ഒരു സംഭവം. പിന്നെ വരുന്നത് ഷർട്ടിൽ തന്നെ നമുക്ക് ഫ്രണ്ടിൽ ചെറുതായിട്ട് പ്രിൻറ്റ്, അതേപോലെ തന്നെ നമുക്ക് ബാക്ക് പോർഷനിലും പ്രിൻറ്റ് വരുന്നുണ്ട്. എല്ലാത്തിൻ്റെയും മെറ്റീരിയൽ ഷർട്ടിൻ്റെ ഒക്കെ ഡിഫറെൻ്റ് ആണ് വരുന്നത്. കുറച്ച് കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയൽ കേട്ടോ. കുറേ മെറ്റീരിയൽസ് ജെൻസിന് മാത്രം ഒരുക്കിയിട്ടുണ്ട്. ഇത് അതെ, എല്ലാ വകയിലെ പ്രിന്റ് അവൈലബിൾ ആണ്. വെറൈറ്റീസ് ഉണ്ട് ഇഷ്ടം പോലെ എന്നല്ലേ.
5 സ്ലീവിലാണ് ആ പ്രിന്റ് അവൈലബിൾ ആയിരിക്കും. പ്രിന്റ് ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ. സിമ്പിൾ വേണോ ഇത് വേണോ, ഇനി ഇതൊക്കെ നമുക്ക് പിള്ളേരുകൾക്കുള്ളതാണ്. പക്ഷേ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ഷർട്ടുകളും അവൈലബിൾ ആണ്. അത് ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇതിൽ തന്നെ പല പല വെറൈറ്റീസ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്ഷനാണ്, ഈ ഒരു ഷർട്ടിൻ്റെ സെക്ഷനാണ് ഈ ഫുള്ള് ഇരിക്കുന്നത്. അതിൽ നമുക്ക് കെട്ടായിട്ട് തന്നെ എടുക്കുക. കെട്ടെന്ന് പറയുമ്പോൾ ഇതാണ് കെട്ട് വരുന്നത്. 3 പീസ് കട്ട് അല്ലെങ്കിൽ SML അങ്ങനെ 3 സൈസ് ആയിട്ട് വരും. ഓക്കെ, നമുക്ക് അതിൽ ഏത് കളർ വേണമോ കളർ ചോയ്സ് ഉണ്ട്. ഓക്കെ, ഇഷ്ടപ്പെട്ട പ്രിന്റ് ഇഷ്ടപ്പെട്ട കളറിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു സെക്ഷൻ വരുമ്പോൾ സെക്ഷൻ നമുക്ക് കോംബോ സൈസ് കോംബോ, അതായത് ML XL LXL XXL അങ്ങനെ കോംബോ. ഇപ്പൊ നമുക്ക് അവിടെ കണ്ടത് ഏത് സൈസ് വേണമോ ആ സൈസ് എടുക്കാം. ഇതിലെ വന്നിട്ട് ഏത് കളർ വേണമോ ആ കളർ എടുക്കാം. പക്ഷെ 3 അളവ് വരും. 3 അളവ്. ഓക്കെ, അപ്പോൾ സെയിം കളറിൽ തന്നെ ഡിഫറെന്റ് സൈസസ്. ഓക്കെ, ഇതിൽ നിങ്ങൾ കാണുന്ന ഡിസൈൻസ് ഇപ്പോൾ ഈ ആഴ്ച നമുക്ക് എത്തിയിട്ടുള്ള ഡിസൈൻസ് ആണ്. പുതിയ മോഡൽസ് ആണ് വരുന്നത് അല്ലേ. ഷർട്ടിൽ തന്നെ അതിൽ ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട്, ചെക്കിൽ വരുന്നുണ്ട്, പ്രിന്റിൽ വരുന്നുണ്ട്, അങ്ങനെ വെറൈറ്റീസ്. ഡെനിമിലും വരുന്നുണ്ട്. ഇനി ഇത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെറൈറ്റീസ് ഒന്ന് നോക്കാം നമുക്ക്. ഇന്നലെ എത്തിയുള്ള ഒരു ഡിസൈനാണ് ഈ ഹാഫ് ആൻഡ് ഹാഫ് ആയിട്ട്. അതിലും ആ ഒരു സെൽഫിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ കണ്ടോ, കുറച്ച് വ്യത്യാസമായിട്ടുള്ളത്. അതാണ് ലൈറ്റ് വെയിറ്റിൽ വരുന്ന കളക്ഷനാണ്. ഇനി ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളത്. അത് കൂടാണ്ട് ബ്രാൻഡഡ് ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. അത് ഷർട്ടിൽ ഇതൊക്കെ കണ്ടോ, വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. അത് ഹാഫ് ആൻഡ് ഹാഫ്. ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിയാണ് അല്ലേ. ഇപ്പോൾ നല്ല വെറൈറ്റി കളക്ഷൻസ് ഷർട്ടിൽ തന്നെ. അതിലും സൈസസ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ഡീൽ ചെയ്തോ, ഡയറക്റ്റ് വന്നാൽ മതി. ഇതൊക്കെ നെറ്റിൻ്റെ ഫാബ്രിക്കിലാണ് കേട്ടോ. ഇതും നെറ്റ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ്, ചൈനയിൽ നിന്ന് വന്ന മെറ്റീരിയൽ. നെറ്റിൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ. ഈ കാണുന്നത് മൊത്തം അതിൽ പ്രിൻറ്റ് വരുന്നതാണ് ഈ കാണുന്ന ഐറ്റംസ്. ഇനി ഇതും പ്രിൻറ്റ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ലേഡീസിനേക്കാളും കൂടുതൽ ജെൻസിനാണുള്ളതെന്ന് തോന്നുന്നത്. അത്രയും വെറൈറ്റീസ് ഉണ്ട് കണ്ടോ. ഇത് ഫുൾ സ്ലീവ് ഉണ്ട്, ഹാഫ് സ്ലീവ് ഉണ്ട്, 5 സ്ലീവ്, ഡൗൺ ഷോൾഡർ ബിഗ് സൈസ് 3, 4, 5 XL വരെ അവൈലബിൾ ആണ്. ഇത് കണ്ടോ, ഇതൊക്കെ പ്രിന്റുകളൊക്കെ നല്ല നല്ല പ്രിന്റുകളുണ്ട്. ഡിജിറ്റൽ പ്രിന്റ്സ് ഇപ്പോഴത്തെ ജസ്റ്റ് കറന്റ് ട്രെൻഡിലുള്ള ഡിജിറ്റൽ പ്രിന്റ്സ് നമുക്ക് മോർ ദാൻ 100 ഡിസൈൻസ് ഇപ്പോൾ അവൈലബിൾ ഉണ്ട്. ഡിജിറ്റൽ പ്രിന്റ് മാത്രം. ഓക്കെ, അത് കൂടാണ്ട് വേറെയും പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ ഇങ്ങനെ കുറച്ച് ഇതൊക്കെ ഞാൻ ജസ്റ്റ് 5 ഡിസൈൻ കാണിച്ചതേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം ഈ കാണുന്നതല്ലേ മൊത്തം ഡിജിറ്റൽ പ്രിന്റ്സ് ആണ്. പ്രിന്റ്സിന് ഓക്കെ. അതിൽ പല പല മോഡൽസ് പല ഇതിൽ വരുന്നുണ്ട് അല്ലേ. പിന്നെ ഇത് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ഫാബ്രിക് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഫ്രഷ് ആയിട്ട് വന്നിരിക്കുന്ന മോക്ക് ലൈൻ പ്രിന്റിന് പറയും, മോക്ക് ലൈൻ ഫാബ്രിക്. ഇപ്പോൾ പണ്ട് ചെക്ക് പ്രിന്റ് എന്നാ പറയാ. അപ്പോൾ ഇതിലും തുണിക്ക് വ്യത്യാസമുണ്ട്. തുണി വരുന്നത് കുറച്ച് കട്ടിയുള്ള ടൈപ്പാണ്. ഇത് പല പ്രിന്റ്സിലും ഉണ്ട് കേട്ടോ. കണ്ടോ, പ്രിന്റുകൾ ഇഷ്ടം പോലെ പല ഷെയ്ഡിലും വരുന്നുണ്ട്. എനി ഡേ നമുക്ക് ഒരു 50 ചെക്ക് അവൈലബിൾ ആയിരിക്കും. പ്രിന്റ്സ് മോർ ദാൻ 100 പ്രിന്റ്സ് ഉണ്ട്. പ്ലെയിനിലും സാറ്റിൻ, പിന്നെ ഇമ്പോർട്ടഡ്. എനി ഡേ പ്ലെയിൻ മാത്രം നമുക്ക് ഒരു 20 കളേഴ്സ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും, എപ്പോഴും ഉണ്ടാവും. അത് 365 ഡേയ്സ് ഇപ്പോൾ ട്രെൻഡ് ഏതാ നടക്കണേ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ വെറൈറ്റീസ് ഇവിടെ കിട്ടിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. സെറ്റ് അങ്ങനെ തന്നെ എടുക്കണം എന്നൊരു നിർബന്ധം ഉണ്ട് കേട്ടോ. കാരണം കടക്കാർക്ക് മാത്രമാണല്ലോ. അതുകൊണ്ട് ഇത് നമ്മൾ കാണിച്ചതാണ് ചെക്കിൽ. ഇനി ഇപ്പുറത്തെ സൈഡ് അത് നോക്കുമ്പോൾ നമുക്ക് പോപ്കോണിൻ്റെ ഒരു മെറ്റീരിയൽ വരുന്നത് അല്ലേ. ഇതിൽ പേസ്റ്റൽ ഷെയ്ഡിൽ ആ മെറ്റീരിയൽ നോക്കിയാൽ കണ്ടോ, ഒക്കെ മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. അതും ഷർട്ടിൽ പല പല വെറൈറ്റീസും ഉണ്ട്. ഇതാ ഈ മെറ്റീരിയൽ നോക്കിയേ, ഒക്കെ മെറ്റീരിയലിൻ്റെ ഒക്കെ നല്ല നല്ല ഇപ്പോൾ കുറേ മെറ്റീരിയൽസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ ജെൻസിന് വേണ്ടിയിട്ട് മാത്രം. ഭയങ്കര സ്ലോ ആയിരുന്നു, പക്ഷേ ജെൻസിന് മാത്രം കംപ്ലീറ്റ് കളക്ഷൻസ് കൂടുതലുണ്ട്. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ജെൻസിൻ്റെ ഈ ഒരു ഷർട്ട് ഇത് കൂടാണ്ട് നമുക്ക് ഡെനിമിൻ്റെയിലും കളേഴ്സ് അവൈലബിൾ ആണ്. ജസ്റ്റ് 2-3 എടുത്തു വെച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിലിപ്പോൾ ബ്ലാക്ക്, ഗ്രേ, ഡാർക്ക് ബ്ലൂ, ഹാഫ്, ഫുള്ള്, പിന്നെ സിംഗിൾ പോക്കറ്റ്, ഡബിൾ പോക്കറ്റ്, 3, 4, 5 XL വരെ അവൈലബിൾ ഉണ്ട്. സിബിളതുകൊണ്ട് അങ്ങനെ കോട്ട്, ജാക്കറ്റ് ടൈപ്പ്, ഷർട്ട് ടൈപ്പ്. ഇതാ ഇതിൻ്റെ തന്നെ കളർ ഒരു കളർ ഓപ്ഷൻ ഇതാ ഇത്. പിന്നെ ഇതാകുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് ജാക്കറ്റ് വരെയുണ്ട്. അതും നമുക്ക് എല്ലാം സൈസസ് നോക്കിയിട്ട് നിങ്ങൾ വന്നിട്ട് ഡീൽ ചെയ്തോളൂ. കാരണം ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കുർത്താസ്. ഓക്കെ, മെൻസിന്റെ ഷോർട്ട് കുർത്തയാണ്. നമുക്ക് എനി ഡേ 10 കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് എപ്പോഴും 365 ഡേയ്സ് മൂവിങ്.
മൂവിങ് ആയിട്ടുള്ളതാണ് അല്ലേ? ഇതിൽ പ്ലെയിനിൽ തന്നെ ഉണ്ട്, അതുപോലെ തന്നെ പ്ലെയിനിലാണ് കൂടുതൽ വരുന്നത്, പ്രിന്റിലൊന്നും ഉണ്ടാവില്ല അല്ലേ? ഓക്കെ, ഇതാ പ്ലെയിനിൽ അപ്പോൾ ഒരു 20 കളേഴ്സ് അല്ലേ? 20 കളേഴ്സ്. പിന്നെ ഈ ഒരു സെക്ഷൻ എന്താ വരുന്നത്? ഇത് നമ്മുടെ കൽക്കട്ട ആൻഡ് ബാബാ സൂട്ട് സെക്ഷനാണ്. ഓക്കെ. ഓ, ഇതിൽ നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ് ഹാരി പോട്ടർ. ഇത് ബാബാ സൂട്ട് എന്ന് പറയുമ്പോൾ അതിലെങ്ങനെയാണ് എടുക്കേണ്ടത്? നമുക്ക് SML വരും, അല്ലെങ്കിൽ 0 സൈസ് ആണെങ്കിൽ 0 സൈസ്, S സൈസ് ആണെങ്കിൽ S സൈസ്. ഇത് ബോക്സ് പാക്കിംഗ് ആയിരിക്കും, ബോക്സ് പാക്കിംഗ് ആയിരിക്കും, ഫുൾ ബോക്സ് പാക്കിംഗ്. അപ്പോൾ ബാബാ സൂട്ടിന്റെ ജസ്റ്റ് ഒരു സെക്ഷനിൽ 10 ബ്രാൻഡ് മോർ ദാൻ 10 ബ്രാൻഡ്സ് അവൈലബിൾ ആയിരിക്കും, എപ്പോഴും ഉണ്ടാവും അല്ലേ? ഇതാ ഇത് ഒരു കളക്ഷനാണ്, ഒരു ഷർട്ടും ഒരു ട്രൗസർ മോഡൽ, അതിൽ ബെൽറ്റ് വരുന്നത്. പിന്നെ ഇത് ഇപ്പോൾ വലിയവർക്കുള്ള ആ ട്രെൻഡി കളിക്കണത് ആ ഷർട്ട് അല്ലേ? സെയിം അതിൻ്റെ ജീൻസിൻ്റെ ട്രൗസറാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കുമ്പോൾ ഹുഡീസിൽ വരുന്നതാണ്, ഫുൾ സ്ലീവിൽ. കുട്ടികൾക്കും ഹുഡീസ്, അതിന് വരുന്ന 3/4 പാൻറ്റ്. പിന്നെ കുറേ ഉണ്ടല്ലേ കുട്ടികൾക്കും. ഇതാ ഇതും ഇതിൻ്റെ ട്രൗസർ, അങ്ങനെ വെറൈറ്റീസ് ഉണ്ട്. ഇത് ബോക്സ് പാക്കിംഗ് വരുമ്പോൾ ഇങ്ങനെയാണ് ബോക്സ് പാക്കിംഗ് വരുന്നത്. ഷർട്ട്, അതിൽ ട്രൗസർ ഇങ്ങനെ വരും. പിന്നെ ഈ ഒരു ബോക്സ് പാക്കിങ്ങിലായിരിക്കും നമുക്ക് കിട്ടുക. പിന്നെ സൈസസ് നോക്കുകയാണെങ്കിൽ 0 സൈസ് ആണെങ്കിൽ 0ൽ മാത്രം, അങ്ങനെ വെറൈറ്റി. അപ്പോൾ ഇത് ഫുൾ നമ്മുടെ ഹാരി പോട്ടറിൻ്റെ അതൊന്ന് ബോക്സ് ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഇതാണ് ശരിക്കും ഇതിലത്തെ ബോക്സിൽ വരുന്നത് ഐറ്റംസ് അല്ലേ? ബോക്സ് വരുന്നത് ഇങ്ങനെയായിരിക്കും. അതിൽ 3 എണ്ണത്തിൻ്റെ 3 പീസ് ഡിഫറെൻറ്റ് പാറ്റേൺ സെയിം ആയിരിക്കും, ഡിഫറെൻറ്റ് കളേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ നോർമലി എല്ലായിടത്തും ഉള്ളത് തന്നെയാണ് ഇത്. ഇതിൽ വെറൈറ്റി ഒരെണ്ണമുണ്ട് കേട്ടോ. ആ വെറൈറ്റി ആണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ? കുട്ടികളൊക്കെ ഇട്ട് വരുമ്പോൾ നല്ല രസമായിട്ട് ഇരിക്കും. വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് സിമ്പിളായിട്ടുള്ളതാണ്. അതുപോലെ ബോയ്സിന് മാത്രമാണ്, ഗേൾസിനും ഇവിടെ തന്നെ താഴെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഇത് ഫുൾ ബോയ്സിൻ്റെ ഒരു സെക്ഷൻ മാത്രമാണ്. ഇനി നമുക്ക് ഡൽഹി ഈ ഒരു സെക്ഷൻ നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ഷർട്ട്സ് ആണ്. ഓൺ പ്രൊഡക്ഷൻ ഫാബ്രിക് നമ്മൾ ഇച്ചൽ കരഞ്ചി ബോംബെ നിന്ന് എടുത്തിട്ട് സ്വന്തം പ്രൊഡക്ഷനാണ് ഈ ഷർട്ട് ഇത് ചെയ്യുന്നത്. ഇത് മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ ഇപ്പോൾ വെരി ഓൾഡ് ഏജ് പീപ്പിളിൻ്റെ ഗിഫ്റ്റിംഗ് പർപ്പസിന് വേണ്ടി ആളുകൾ കൊണ്ടുപോകും. ഈ ഒരു സെക്ഷൻ ഫുൾ തന്നെ. അതിൽ പ്രിന്റ് വരുന്നുണ്ട്, ചെക്ക് വരുന്നുണ്ട്, അതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഒന്നും നോക്കിയേ. ഇത് പ്ലെയിനിൽ വരുന്നത്. ഇതിലും ഫുൾ സൈസ് സ്ലീവും ഹാഫ് സ്ലീവ് എല്ലാം അവൈലബിൾ. അതെ, സൈസസ് വരുമ്പോൾ നമുക്ക് 38 തൊട്ട് 44 വരുന്നുണ്ട്. ഇതാകുമ്പോൾ ചെക്കിൽ വരുന്നത് കണ്ടോ, ചെക്കിലാണ് ഈ ഇത് വരുന്നത്. അതുപോലെ പ്ലെയിനിൽ വരുമ്പോൾ പ്ലെയിനിലും ഉണ്ട്, പേസ്റ്റൽ ഷെയ്ഡ്സ് വരുമ്പോൾ പേസ്റ്റൽ ഷെയ്ഡ്സും ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചൊക്കെ. ഇതൊക്കെ ഷർട്ടല്ലേ ഈ കാണുന്നത്? ഇത് ഫുള്ള് ഷർട്ട് കേട്ടോ. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ മുകളിൽ കാണാൻ മൊത്തം ഷർട്ട്സ് ആണ്. ഇനി ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ എന്താ ഐറ്റംസ് വരുന്നത്? ഇത് നമ്മുടെ കൽക്കട്ട സെക്ഷൻ കണ്ടായിരുന്നു. അതേപോലെ ഇത് ഡൽഹി സെക്ഷന്റെ ഡൽഹി ബ്രാൻഡ്സ് ആണ്. ഇത് ഡൽഹിന്റെ നമുക്ക് ബാബാ സൂട്ട്, പിള്ളേരുടെ ബാബാ സൂട്ട്. സൈസ് 0 മുതൽ 24 വരെ. അപ്പൊ ബ്രാൻഡഡ് അല്ലാത്ത ടൈപ്പ് ഉള്ളതും അങ്ങനത്തെ അല്ലേ? ഓക്കെ. ഇതല്ലാണ്ട് വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഈ കാണുന്ന ബോക്സ് പാക്കിംഗ് ഫുൾ ബാബാ സൂട്ടിൻ്റെ കളക്ഷൻസാണ്. ഫുൾ ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ എല്ലാതും ബാബാ സൂട്ടിൻ്റെ ബോക്സുകളുടെ പാക്കിങ്. അതേപോലെ തന്നെ ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം. അടുത്തൊരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ബാബാ സൂട്ടിന്റെ ജസ്റ്റ് 1-2 കളക്ഷനിൽ കാണിച്ചു തരാം. ഓക്കെ. ഇപ്പോഴത്തെ ജസ്റ്റ് നമ്മൾ ഡിജിറ്റൽ ഷർട്ട് കണ്ടല്ലോ, ആ ഫാബ്രിക്കിലുള്ള ഇതൊക്കെ ലൈറ്റ് വെച്ചല്ലേ, കുട്ടികൾക്കൊക്കെ ഭയങ്കര സുഖമായിരിക്കും. ഇതും ബോക്സ് പാക്കിങ്ങിലായിരിക്കും. 3 എണ്ണത്തിൻ്റെ സെറ്റ് ആയിരിക്കും. ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മൾ കാണിച്ചത്. ഇത് കൂടാണ്ട് 3 കളേഴ്സാണ് വരിക. സൈസസ് നോക്കുമ്പോൾ 20, 24, 26 അങ്ങനെ ആയിരിക്കും അല്ലേ? അല്ല, 22, 24, 20 അങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിൽ കളക്ഷൻസ് ഇതൊന്നും ഒഴിപ്പിച്ച് നോക്കാം നമുക്ക്. ഇതിൻ്റെ വെറൈറ്റീസ് ആണ്. ഇത് പാർട്ടി വെയർ പിള്ളേരുടെ വെഡിങ് സൂട്ട്സ് ആണ്. ഇതും 3 എണ്ണത്തിൻ്റെ സെറ്റല്ല എടുക്കേണ്ടത്. ഇത് 1, 2, 3, 24 3. അത് ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട്. ഷർവാനി മോഡലുണ്ട് കൂടുതൽ. ഇത് കണ്ടോ, എന്ത് രസമായിരിക്കും. ഡിഫറെൻറ്റ് പാറ്റേൺസ്. അത് ഒക്കെ 2 പീസ് ഉണ്ടാവും, 3 പീസ് ഉണ്ടാവും, ജാക്കറ്റ് ടൈപ്പ് ഉണ്ടാവും, കുർത്തി ടൈപ്പ് ആയിട്ട് ഉണ്ടാവും. ഇത് തോന്നുന്നത് ജാക്കറ്റ് ടൈപ്പ്. ഇത് നോർമൽ കുർത്തിയാണ് ഈ കാണുന്നത്. അതിൽ സാധാ ഒരു
പാൻറ് പോലെ. ഇതാകുമ്പോൾ നമുക്ക് ജാക്കറ്റ് ടൈപ്പ്, അതിൽ നമുക്ക് പാൻറ് പിന്നെ അങ്ങനെ വെറൈറ്റീസ് നമുക്ക് പാർട്ടി വെയറിനൊക്കെ പറ്റിയിട്ടുള്ള കുറേ കളക്ഷൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി ഇത് 3 പീസാണോ ആണുങ്ങളുടെ? ആൺകുട്ടിയുടെ ഇത് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് 3 കളേഴ്സ് വരുന്നുണ്ട് കണ്ടോ. ഇതിൽ ഒരെണ്ണം പൊട്ടിച്ച് നോക്കാം. ജാക്കറ്റ് ടൈപ്പാണ്, ഉള്ളിൽ ടീഷർട്ട്, കുഞ്ഞ പിള്ളേരുടെ കണ്ടോ. 3 പീസായിട്ട് 3 പീസ് അല്ല 2 പീസാണ്, അറ്റാച്ച്ഡ് ആണ് വരുന്നത്. അതിൻ്റെ കൂടെ വിത്ത് ട്രൗസർ എടുക്കാൻ വരുന്നത് കേട്ടോ. പിന്നെ വരുന്ന കുറച്ച് മെൻസ് വെയറിൻ്റെ പ്രൊഡക്ഷൻ ഷർട്ട്സിൻ്റെ ഇത്രയും അധികം വെറൈറ്റീസ് ഡാർക്ക് ഷെയ്ഡിലുള്ള ഷർട്ട്സ് ആണ് ഈ മൊത്തം വരുന്നത് അല്ലേ. അപ്പോൾ റേറ്റ് വൈസ് എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്വാളിറ്റിയും നല്ലതാണ്. കാരണം 25 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ 25 കൊല്ലം വരെ ഈ കട പിടിച്ച് നിൽക്കണമെങ്കിൽ അത്രയും റേറ്റും ക്വാളിറ്റിയും ഇത് രണ്ടും മാർക്കറ്റിൽ നല്ലത് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സെക്ഷൻ വരുന്നത് എന്താ, ഷർട്ടിൻ്റെ ഒരു സെക്ഷനാണ് വരുന്നത് കേട്ടോ. ഇനി അത് ഷർട്ടിൻ്റെ ഫുൾ ഒരു റേഞ്ച് തന്നെ ഉണ്ട് നമുക്ക്. ഇനി കുർത്തീസ് നോക്കുകയാണെങ്കിൽ ജെൻസിൻ്റെ മെൻസ് വെയറിൻ്റെ കുർത്താസാണ്. ഫെസ്റ്റിവലിന് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പല കളേഴ്സിൽ പല പ്രിൻ്റല്ല വീവിങ്ങിലാണ് കേട്ടോ ഇത് വരുന്നത്. അതിൽ പാർട്ടി വെയർ ആണ് ഫുൾ വരുന്നത്. ഇതിൻ്റെ സിൽക്ക് കുർത്തയും അവൈലബിൾ. ഇതിലേക്ക് ഹെവി മറ്റേ പിള്ളേരുടെ കുർത്തയാണ്. സൈസ് 2 മുതൽ 14 വരെ പിള്ളേരുടെ. ഇത് വലിയവരുടെ. ഞാനത് തന്നെ ആലോചിക്കുന്നത് പിടിച്ചപ്പോൾ എങ്ങനെയാ പിള്ളേരുടെ എന്ന് പറഞ്ഞു. പിന്നെ നേരത്തെ നമ്മൾ പാർട്ടി വെയറിൻ്റെ ഒക്കെ കണ്ടില്ല, അതേപോലെ തന്നെ വലിയവർക്കുണ്ടോ ഷെർവാനി സൂട്ട്സ് ഇതൊക്കെ? അത് ചെയ്യണില്ല. അത് കൂടുതൽ നമ്മുടെ നാട്ടിൽ മൂവിങ് അല്ല. കൂടുതൽ ഇങ്ങനത്തെ കുർത്തീസൊക്കെ പിന്നെയും ആൾക്കാർ യൂസ് ചെയ്യും. സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ഷർട്ട് അങ്ങനെ വെറൈറ്റീസ്. ഇതൊക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്നതാണ്. അതുപോലെ പല പ്രിന്റിൽ വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ സിൽക്കി ടൈപ്പായിട്ട് പ്ലെയിനിൽ മുകളിൽ ഇങ്ങനെ വർക്കായിട്ടുള്ളത്. ഇത് ഫുൾ സ്ലീവിൽ ഡിജിറ്റലിൽ അങ്ങനെ വെറൈറ്റീസ്. ഇതൊക്കെ ഡെനിമിൽ വരുന്നത്. ഈ കുട്ടികൾക്ക് മാത്രം. ഇത് മെറ്റീരിയൽസ്. ഇതൊക്കെ ചെക്കിൽ വെറൈറ്റി ഉണ്ട് അല്ലേ. എന്തോരം കളക്ഷൻസ് ആ കുട്ടികൾക്ക് മാത്രമായിട്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ മാത്രം ഒരു ബിസിനസ് ആയിട്ട് തുടങ്ങുകയാണെങ്കിൽ അവർക്ക് തന്നെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. എക്സ്പോർട്ട് ക്വാളിറ്റി, എക്സ്പോർട്ട് അല്ലേ ഇമ്പോർട്ട് ക്വാളിറ്റി, ഇമ്പോർട്ട് മെറ്റീരിയൽ. ഇതിൽ ജാക്കറ്റ് കുറച്ച് നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ സിമ്പിളായിട്ട് വേണ്ട എന്നുവെച്ചാൽ ഇതാകുമ്പോൾ പിന്നെയും നമുക്ക് കാഷ്വലായിട്ട് യൂസ് ചെയ്യാനും പറ്റും. പാർട്ടിക്ക് മാത്രമല്ല കാഷ്വലായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഇതിലും പല പ്രിൻറ്റിലാണ് ഇത് വരുന്നത്. ഷർട്ട് കുഞ്ഞു കുട്ടികളുടെ നല്ല രസമുണ്ടല്ലേ ഓരോരോ പ്രിൻറ്റുകൾ കാണുമ്പോൾ. ഇത് നന്നായിട്ടുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഒക്കെ ഭയങ്കര സോഫ്റ്റ് ലൈറ്റ് വെയിറ്റ് ആണ്. കുട്ടികൾക്ക് ഇടുമ്പോൾ തന്നെ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യില്ല. കുട്ടികളുടെ സൈസസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് ഈ ഷർട്ടിൻ്റെ? 16 മുതൽ 36 വരെ. ഓക്കെ, ബോക്സ് പാക്കിംഗ് ആയിരിക്കും അല്ലേ ഇതിൽ? അല്ല, രണ്ടും ഉണ്ട്. റോൾ പാക്കിംഗ് ഉണ്ട്, ബോക്സ് പാക്കിംഗ് ഉണ്ട്. അങ്ങനെ വെറൈറ്റീസ് ഉണ്ട് കുട്ടികൾക്കുള്ളത്. ഇതൊക്കെ പല പ്രിൻസിലാണ് ഇത് വരുന്നത്. ഇപ്പോൾ റോൾ പാക്കിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും റോൾ പാക്കിംഗ് വരാം കേട്ടോ. അത് 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റ് ആയിട്ടാണ് വരാം. ഇത് ഡബിൾ പോക്കറ്റ്. ഇത് അത് സിംഗിൾ പോക്കറ്റ് ഉണ്ട്, ഡബിൾ പോക്കറ്റ് ഉണ്ട്. ഇതും പ്രിൻറ്റിൽ വരുന്നതാണ്. ഇനി ഇത് കൂടാണ്ട് നമുക്ക് കുർത്തീസ് നമ്മൾ നേരത്തെ കണ്ടത് അത് പിള്ളേരുടെ കുർത്താസ് കേട്ടോ. അതിൽ കളറുള്ളത് വരുന്നുണ്ട്, കളേഴ്സിലും വരുന്നുണ്ട്. അടിയിൽ റൗണ്ട് ടൈപ്പ് ആയിട്ടുള്ള അങ്ങനത്തെയാണ് വരുന്നത് കേട്ടോ മെയിനായിട്ട് ഇതൊക്കെ. ഇനി കുട്ടികളുടെ നമ്മുടെ ടീഷർട്ടാണ് ഇപ്പുറത്തെ സൈഡ്. ഇതൊക്കെ നമുക്ക് ഹുഡീസ് മോഡലായിട്ട് വരുന്ന ടീഷർട്ടാണ് കേട്ടോ. ഹുഡീസ് വരുന്നുണ്ട്, ഹുഡീസ് അല്ലാത്തത് വരുന്നുണ്ട്. പോക്കറ്റ് ഇത് പല മോഡലുണ്ട്. ഒക്കെ ഹുഡീസിൻ്റെ ആണ് കൂടുതൽ. നോർമൽ ടീഷർട്ട് വരുന്നുണ്ട്. ഇത് ഡബിൾ ഷെയ്ഡാണ് കേട്ടോ. ആ ഒരു സ്ലീവിൻ്റെ പോർഷൻ കണ്ടാൽ അറിയാൻ പറ്റുള്ളൂ. കണ്ടാ നോർമൽ ടീഷർട്ട് ബാക്കിൽ പ്രിൻറ്റ് വരുന്നത്. ഇതും എങ്ങനെയാ 3 പീസിന്റെ ഒരു സെറ്റാ? 3 പീസ് നമുക്ക് 20, 22, 24, 26, 28, 30 അങ്ങനെ 3 അളവ് ഒരു ഡിസൈൻ്റെ അങ്ങനെ സെറ്റ്. ഓക്കെ ഓക്കെ. ഇത് നമുക്ക് ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലെ തന്നെ മെറ്റീരിയൽ അല്ല. അതിനും പിടിക്കുമ്പോൾ വ്യത്യാസമുണ്ട്. അതെ,
സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ട്, പോപ്കോൺ ഉണ്ട്, ലൈറ്റ് വെയിറ്റിൽ വരുന്നുണ്ട്. ഇത് വാഷ് ചെയ്താലും ചില ടീഷർട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയായിട്ട് നിൽക്കും. ഇത് അങ്ങനത്തെ ഒരു ഫീലിംഗ് കിട്ടില്ല. എങ്ങനെ വാഷ് ചെയ്താലും അതേപോലെ തിരിച്ചു വരും. ഇത് വരുന്നത് അല്ലേ? ലുധിയാന ഐറ്റംസ് അതിലും വലിയതും ചെറുതായിട്ട് പല. അതെ, ചിലതിൽ വെയിറ്റ് ഉണ്ട്, ചിലതിൽ വെയിറ്റ് ഇല്ല, ചിലത് ഭയങ്കര സോഫ്റ്റ്. ഓരോരോ തുണി പിടിക്കുമ്പോൾ അതിനേതായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഒക്കെ ടീഷർട്ടിലും ഇതൊക്കെ ആ ഒരു ഹുഡിയുടെ പോലെ ഫീൽ ചെയ്യും ഫ്രണ്ട് പോർഷൻ. പക്ഷെ ഹുഡി അല്ല, എന്നാൽ ജസ്റ്റ് കെട്ടാൻ വേണ്ടിയിട്ടുള്ള, അതായത് കോളർ ടൈപ്പ് ആയിട്ട്. അത് കാണുമ്പോൾ ഒരു ഹുഡി പോലെ നമുക്ക് ഫീൽ ചെയ്യും ഫ്രണ്ടിൽ നിന്ന്, അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുട്ടികളുടെ ഒരു സെക്ഷൻ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സെക്ഷൻ മാത്രം കഴിഞ്ഞിട്ടുള്ള. ഇനി ഇവിടുന്ന് അപ്പുറത്ത് കാണുന്നത് മൊത്തം ഇനി കളക്ഷൻസോട് കളക്ഷൻ. അതിൽ ബ്രാൻഡഡ് ഐറ്റം വരുന്നുണ്ട്, നമുക്ക് പാൻസ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ബോക്സ് പാക്കിംഗ് കൂടുതൽ ഇവിടെ തോന്നണം അല്ലേ? ബോക്സ് ഐറ്റംസ് നമുക്ക് കംപ്ലീറ്റ് ഫോർമൽസ് ആണ് ഈ ഇവിടുന്ന് ഇങ്ങോട്ട്. ഓക്കെ. ഇനി ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത്രയും ബ്രാൻഡുകളാണ് നമ്മൾ ചെയ്യുന്നത്. ആഹാ. ഇപ്പോൾ ഈ ബ്രാൻഡിനെ കുറിച്ച് പറയാം. ബ്രാൻഡിൽ തന്നെ എത്ര തരം ബ്രാൻഡ്സ് വരുന്നുണ്ട്? ഓൾമോസ്റ്റ് 20 ബ്രാൻഡ്സ് നമ്മൾ ബോക്സ് പാക്കിങ്ങിൽ ഫോർമൽസിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ MCR, രാംരാജ്, ഉദയം അങ്ങനെ മെയിൻ 3 ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബോംബെ നിന്ന് DH സിറ്റി. ഓക്കെ. ഇതാണ് ബ്രാൻഡുകൾ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബ്രാൻഡുകൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വരും അല്ലേ? ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡ്സ് ആണ്. അപ്പോൾ അതിൽ തന്നെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ബോക്സ് പാക്കിംഗ് ആയിരിക്കും ഒരു ഷർട്ടായിട്ട്. അപ്പോൾ ഇതൊക്കെ എടുക്കുമ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടത്? നമുക്ക് ബോക്സിൽ കുട്ടികളുടെ പറഞ്ഞല്ലോ, നമുക്ക് ഏത് സൈസ് വേണമോ അതേപോലെ തന്നെ ബോക്സ് ആണ്. ഇപ്പോൾ 38 ആണെങ്കിൽ 38 മാത്രം എടുക്കാം, 40 ആണെങ്കിൽ 40 മാത്രം എടുക്കാം. എത്ര പീസ് വേണമോ, ഏത് സൈസ് വേണമോ, ഹാഫ് ആണെങ്കിൽ ഹാഫ്, ഫുൾ ആണെങ്കിൽ ഫുള്ള്, നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ. ഈ ബ്രാൻഡ് നമുക്ക് ഏറ്റവും കേരളത്തിലെ ടോപ്പ് 3 ബ്രാൻഡ്സിൽ ഒന്നാണ് DH. അപ്പോൾ അത് നമുക്ക് മോണോപ്പൊളി ഡിസ്ട്രിബ്യൂഷനാണ് സൗത്ത് കേരള. ഈ ബ്രാൻഡ് എനി ഡേ നമുക്ക് ഒരു 5000 പീസസ് അവൈലബിൾ ആണ്. ഇതുപോലത്തെ ഒരു 20 ബ്രാൻഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ. വലിയ വലിയ ബ്രാൻഡ്സും ഉണ്ട്, അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ഇതുണ്ട്. ഇനി പിന്നെ നമുക്ക് ഇത് കാണുന്നത് നിങ്ങൾ ഈ വെഡ്ഡിങ് ഷർട്ട്സ് ആണ്. വെഡ്ഡിങ് ഷർട്ട്സ് അല്ല, കുർത്തീസ് ആട്ടോ. കുർത്തീസ് അല്ല, ഇത് കുർത്തീസാണ്. വെഡ്ഡിങ്ങിൻ്റെ അതിന് പല കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ കളേഴ്സാണ്. ഇത് ബ്രാൻഡഡ് തന്നെയാണോ? ഇതും ബ്രാൻഡ് DHന്റെ. ഓക്കെ. അപ്പോൾ നോർമൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുർത്തി വരുന്നത് ഇങ്ങനെയായിരിക്കും കേട്ടോ ലുക്ക് വരുന്നത്. അതിൻ്റെ ഷോർട്ട് കുർത്ത ആണുങ്ങൾക്ക് പറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തന്നെ നമുക്ക് ഇത് പ്ലെയിനിൽ സെൽഫ് ഡിസൈൻ വന്നിട്ടുള്ളതാണെങ്കിൽ ഇത് കൂടാണ്ട് പ്രോപ്പർ വെഡ്ഡിംഗ് കുർത്തയും നമുക്ക് ഉണ്ട്. വാവ്. ഇതിൽ നമുക്ക് 10 കളേഴ്സും അവൈലബിൾ ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൽ വെഡ്ഡിങ്ങിൻ്റെ കുർത്തീസ്, അത് കൂടാണ്ട് ഇതൊക്കെ അതിൻ്റെ സാമ്പിൾസ് കളേഴ്സാണ്. ഓക്കെ. ഓക്കെ. ഇപ്പം നമ്മൾ ഈ കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള കളർ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ ബ്രാൻഡാണോ? ബ്രാൻഡഡ്. ഇതെല്ലാം ബാംഗ്ലൂർ ബേസ്ഡ് ബ്രാൻഡ്സ് ആണ്. ഈ എല്ലാം ബ്രാൻഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇഷ്ടമുള്ള ബ്രാൻഡ് നമുക്ക് വന്നിട്ട് പിക്ക് ചെയ്യാം. കണ്ടോ, ഈ ബ്രാൻഡ്സ് ഒക്കെ ഇവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ ഫുൾ എവിടെ ഇരിക്കുന്നത് സാമ്പിൾസ് ഒക്കെ നമുക്ക് കണ്ടു നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് തിരിഞ്ഞു പോവാം, എന്നാലാണ് ഫുൾ കറക്റ്റായിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം എവിടെ തിരിഞ്ഞാലും മൊത്തം മെൻസ് വെയറിൻ്റെ കളക്ഷൻസ് ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഫുൾ ബോക്സ് ആയിട്ടുള്ളത്. ഇത് സിറ്റി. DH കണ്ടല്ലോ, അതേപോലെ തന്നെ ബോംബെയുടെ ടോപ്പ് ബ്രാൻഡ് സിറ്റി ഷർട്ട്സിന്റെ പാർട്ടി വെയർ ഷർട്ട്സ് ആണ് ഈ കാണുന്നത് അല്ലേ? പിന്നെ ഇത് നമ്മുടെ ബാംഗ്ലൂർ ബോംബെ ബേസ്ഡ് ഓൺ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ഒരു പാർട്ടി വെയർ ഷർട്ട്സ് ആണ്. ഓക്കെ. പാർട്ടി വെയറിൽ അതിൽ പലതും നമുക്ക് ഡയറക്റ്റ് വന്ന് ചൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. എല്ലാം നമുക്ക് ബോക്സ് ഓരോന്നോരോന്ന് തുറന്ന് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. പിന്നെ വരുന്നത് ഈ കാണുന്ന സെക്ഷൻ 44 എക്സ്ക്ലൂസീവ് 44 സൈസുള്ള. ഓക്കെ. ഓരോരോ സൈസ് വെച്ചിട്ടാണോ വെച്ചിരിക്കുന്നത്? ഓരോ സെക്ഷൻ ഓരോ സൈസ് ആണ്. കണ്ട എല്ലാ ബ്രാൻഡ്സും ആ ഒരു സൈസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഒരു സൈസ് വൈസ് വെച്ചത് കൊണ്ട് എളുപ്പമുണ്ട് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ സൈസ് ഏത് വേണമെങ്കിലും എടുക്കാം. അത് കൂടാണ്ട് ഇന്നർ വെയറും ഉണ്ട് ഇവിടെ. ഇന്നർ വെയർ നമുക്ക് എല്ലാ പ്രീമിയം ബ്രാൻഡ്സ്, ജോക്കി, V-Star, VIP, ഫാസോ, പിന്നെ അമുൽ മാച്ചോ, ഫ്രഞ്ചി,
എല്ലാ ബ്രാൻഡുകളും അവൈലബിൾ ആണ്. ഈ ഒരു സെക്ഷൻ മെൻസ് വെയർ കേട്ടോ റേറ്റ് തന്നെയാണ് നമ്മൾ ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് എല്ലാ ഡിസ്ട്രിബ്യൂട്ടർ റേറ്റ് തന്നെ നമ്മൾ ചെയ്യുന്നത്. അത് ഫുൾ നമുക്ക് മെൻസ് വെയറിന്റെ മാത്രം ഇന്നർ വെയർ ആണ് ഈ മുകളിൽ ഇരിക്കുന്നത്. ലേഡീസിന്റെ ഐറ്റംസ് ഉണ്ട് അല്ലേ? അത് ലേഡീസിന് നമുക്ക് താഴത്ത് ഉണ്ടല്ലോ, അത് താഴത്ത്. ഈ ഒരു ഫ്ലോർ മൊത്തം മെൻസ് വെയറിന്റെ മാത്രമാണ് കേട്ടോ. അതിന് ഫുൾ ഇന്നർ വെയറിന്റെ ഒരു സെക്ഷൻ. ഇനി ഇപ്പുറത്ത് വരാണെങ്കിൽ നമുക്ക് ഏത് സൈസാ? ഈ സെക്ഷൻ നമ്മുടെ സൈസ് 40. ഓക്കെ, 40 മാത്രം. 40 സൈസിലുള്ള എല്ലാം ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. അതിന് കുറച്ച് ഡിസൈൻസ്, ഒരു പലതരം പ്രിൻസും പ്ലെയിനിലും ഫുൾ സ്ലീവും ഹാഫ് സ്ലീവും അങ്ങനെയൊക്കെ ആയിട്ട് വെച്ചിട്ടുള്ള കുറേ വെറൈറ്റീസ് ആണ് കേട്ടോ. അതിൽ ഇപ്പോൾ കാണുന്നതാവില്ല കേട്ടോ. ഇനിയിപ്പോൾ ഒരു മാസം കഴിയുമ്പോഴേക്കും ഒക്കെ വെറൈറ്റീസ് മാറിക്കൊണ്ടേയിരിക്കും എല്ലാത്തിൻ്റെയും. നമ്മൾ പറഞ്ഞ പോലെ ഏത് സൈസ് വേണമോ, ഏത് കളർ വേണമോ, ഏത് പ്രിന്റ് വേണമോ, ഹാഫ് ആണെങ്കിൽ ഹാഫ്, ഫുൾ ആണെങ്കിൽ ഫുൾ, അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട്. ഓ, ഇതെന്താ അത് നോക്കിയേ, മൊത്തം ഷർട്ട്സിന്റെ ഒരു വെറൈറ്റി. ഇത് കാണുന്നത് 42 സൈസിന്റെ സെക്ഷൻ ആണ്. ഓക്കെ, അതിൽ പല ഡിസൈൻസ്, പല പ്രിന്റ്സിലും ഡാർക്ക് ചാർട്ട്, ലൈറ്റ് ചാർട്ട്, എല്ലാ തരം ഉണ്ട് അല്ലേ? അതെല്ലാം സ്കിൻ ടോണിന് മാച്ച് ആവുന്ന വിധത്തിലുള്ള പ്രിന്റ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് മൊത്തം. ഒക്കെ ഷർട്ട്സ് ഫോർമൽ ഷർട്ട്സ്. ഈ കളർ ചാർട്ട് ഈ മുണ്ട് മാച്ചിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, അതല്ലാണ്ട് നമുക്ക് നോർമൽ പ്രിന്റുകൾ വരുന്നുണ്ട്. നോർമൽ പ്ലെയിനിൽ വരുന്നുണ്ട്. ആ പ്ലെയിനിൽ വരുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്ക് മുണ്ട് ധോത്തിക്ക് കറയ്ക്കൊക്കെ മാച്ച് ചെയ്യാനായിട്ട്, അത് ഗോൾഡൻ സിൽവർ അങ്ങനെയൊക്കെ. ഇനി അത് കാണിച്ചില്ലെങ്കിൽ മിസ്സായി പോയി ഞാൻ. ഇത് നല്ല ക്ലബ് വെയർ ഷർട്ടാണ്. ഇവിടെ നല്ലൊരു എംബ്രോയിഡറിയുടെ ത്രെഡ് വർക്കാണ് കേട്ടോ. പ്രിന്റ് അല്ല ഈ കാണുന്നത് ഷർട്ടിൽ, അതും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ് ആ ഒരു ഷർട്ട് കാണിച്ചത്. ഇനി ഇപ്പുറത്തെ സെക്ഷനിൽ എന്താ ഐറ്റം? ഇത് ഫുൾ ബോക്സ് ആണല്ലോ മൊത്തം. ഈ ഒരു സെക്ഷൻ മൊത്തം വരുന്നത് അല്ലേ? അപ്പോൾ ഓരോരോ സെക്ഷൻ വൈസ് ആക്കിക്കൊണ്ട് നമുക്ക് കുറച്ച് എളുപ്പമുണ്ട്. 38 സൈസസ് വരുന്നുണ്ട്. പിന്നെ പാൻസിൻ്റെ ഒരു സെക്ഷൻ വേറെ ഉണ്ടല്ലേ നമുക്ക്. ഇത് ഈ കാണുന്നത് കൊണ്ടോ, ഈ ഫുൾ കാണുന്നത് മൊത്തം നോക്കി അപ്പുറത്തെ സൈഡൊക്കെ അത് ഫുൾ നമുക്ക് ഫുൾ പാൻറ്റിൻ്റെ മാത്രമാണ്. അതിൽ ബോയ്സിൻ്റെയും ഉണ്ടാവും, ടീനേജുകാർക്കുള്ളത് ഉണ്ടാവും. ആ, ഇങ്ങനെ വെറൈറ്റീസ് അല്ലേ? ഇതൊക്കെ ചെറിയ ബോയ്സിനുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ഒന്ന് വെറൈറ്റി നോക്കാം അല്ലേ? ഓക്കെ, നല്ല കളക്ഷൻസ് ഉണ്ട് പാൻസിൻ്റെ. ഇത് ലേഡീസിൻ്റെ സ്കേർട്ട് അല്ലേ? എനിക്ക് പാകാവോ? സ്കേർട്ട്സും ഉണ്ട് കേട്ടോ, നല്ല കളക്ഷൻസ് സ്കേർട്ടിൽ. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് പാൻറ്റ് ട്രൗസേഴ്സ് ആണ്. നമുക്ക് ലെഗിൻസിന് പകരം അപ്പം ഇനി ഇങ്ങനത്തെ വലുതൊക്കെ ട്രൈ ചെയ്യാം. ഇത് കുറച്ചുകൂടി നല്ലതായിരിക്കും. കൊറിയൻ പാൻസ് പോലത്തെ, കൊറിയൻ പാൻസ്, ജീൻസ്, ജഗിൻസ്, ലെഗിൻസ്. ഓ, വെറൈറ്റീസ് ഉണ്ട്. റേറ്റ് അറിയണമെന്ന് ആഗ്രഹം ഉണ്ട് കേട്ടോ എനിക്ക്. ഒക്കെ നല്ല അഫോർഡബിൾ റേഞ്ച് ആയിരിക്കും. അപ്പോൾ കേട്ടോടത്തോളം റേറ്റിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഒക്കെ നല്ല അഫോർഡബിൾ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ഇതിൽ എത്ര സൈസ് വരയ്ക്ക് പോവും? നമുക്ക് 28 to 40 വരെ. 40 സൈസ് വരെ. ഓക്കെ, ഇതിൻ്റെ വെറൈറ്റി ചൈന ഇമ്പോർട്ട് മെറ്റീരിയൽ ഫാബ്രിക്സ് ആണ്. ഇതൊക്കെ അതിൽ പെടുന്നത് അല്ലേ? ഇതൊക്കെ ട്രൗസേഴ്സ് ഫോർമൽ 40 സൈസ് ലേഡീസ്, 28 തൊട്ട് 40 സൈസ് വരെ. ഇതൊക്കെ നമുക്ക് നോർമലായിട്ട് ഇത് ഓഫീസ് വെയർസിനൊക്കെ കൂടുതൽ മൂവിങ് ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ തന്നെ നമ്മൾ ടോപ്സൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിക്കുന്നത് സിംഗിൾ ബട്ടൺ, 3 ബട്ടൺ, 5 ബട്ടൺ. 5 ബട്ടൺ വരെ ഉണ്ട്. 5 ബട്ടൺ നമുക്ക് ഇത് 28 മുതൽ 40 വരെ സൈസസ് കാണുന്ന ഈ ഇതൊക്കെ അതിൻ്റെ കളേഴ്സ് ആട്ടോ. അതാ ജീൻസിൻ്റെ കളേഴ്സാണ് ഈ കാണുന്നത് മൊത്തം. അതിൽ പല വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ സെറ്റായിട്ടാണ് എടുക്കേണ്ടത്. നമുക്ക് കാണുന്നത് ഈ ബാഗി മോഡലിൽ ലൈറ്റ് ചാർട്ടിൽ, അതിൽ ഡാർക്ക് ചാർട്ടും വരുന്നുണ്ട്. ഇതാ കളേഴ്സും ഉണ്ട്, വെറൈറ്റീസ് ഉണ്ട്. ലെങ്ത് വൈസ് നോക്കുമ്പോഴും അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് അല്ലേ? ആഹാ, റിബുള്ളത്. ഇപ്പോൾ ഈ കോഡ്രൈവ് ഫാബ്രിക്കിൽ പാരഷൂട്ട്, ഇങ്ങനത്തെ ടീഷർട്ടും ഉണ്ടാവില്ലേ നമുക്ക്? ഇതിൻ്റെ തന്നെ കളേഴ്സ് കേട്ടോ. അതിൽ പോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള പറഞ്ഞാൽ ജീൻസിൽ വരുന്നുണ്ട്. ഇതിലൊരു 6 പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ, ബാക്കും ഫ്രണ്ടും പിന്നെ സൈഡും. എല്ലാം തരം ജീൻസിന് പറ്റിയിട്ടുള്ള ഐറ്റം ഉണ്ടല്ലോ ഇവിടെ.
ട്രെൻഡ് ആയിട്ടുള്ളത് കളേഴ്സ് വെറൈറ്റീസ് ഉണ്ട് കണ്ടോ, കളർ കണ്ടോ, ഗ്രേ, ഇത് ലൂസ് ആയിട്ടുള്ളത് അല്ലേ? ഓക്കെ. അപ്പോൾ സ്ക്രാച്ച് ഉള്ള ടൈപ്പ് എന്നുവെച്ചാൽ ട്രെൻഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇനി 3/4 എവിടെ ഇരിക്കണേ? എവിടെയാ ഒന്ന് ബാക്ക് സൈഡിൽ? പിന്നെ ഷോർട്സ്, ലേഡീസിൻ്റെ ഡെനിം ഹോട്ട് പാൻസ് എന്ന് പറയും, ഗേൾസിൻ്റെ 3/4. ഇത് നമുക്ക് 20 മുതൽ 40 വരെ സൈസസ് വരുന്നുണ്ട്. അതിൽ പല മോഡൽസിലും ഉണ്ട് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ വെറൈറ്റീസ് ആണ് കേട്ടോ, ഗേൾസിന് പറ്റിയിട്ടുള്ള വെറൈറ്റീസ് ആണ്. ആ ഒരു സെക്ഷനാണ് ഈ ഫുൾ കാണുന്ന സെക്ഷനിൽ. ലേഡീസും ഗേൾസിൻ്റെ ബോട്ടം വരെ ഫുൾ സെക്ഷനാണ് വരുന്നത്. ഇത് കംപ്ലീറ്റ് കാണുന്നത് നിങ്ങൾ ബോയ്സിൻ്റെ സെക്ഷനാണ്. അപ്പോൾ അതിൽ ഇതുപോലത്തെ ഷോർട്ട്സ് വരും. മിലിറ്ററി അതിൽ 3/4 ഉണ്ടാവും, ഷോർട്ട് ഉണ്ടാവും, ലെങ്ത്ത്, അങ്ങനെ പല വെറൈറ്റീസിൽ വരുന്നുണ്ട്. ഇതൊക്കെ നോർമൽ പാൻസ് അല്ലേ? ഇത് നോർമലിൽ വരുന്നതാണ്. അതിൽ കളേഴ്സും അവൈലബിൾ ആണ്. ജീൻസിൻ്റെ വരുന്നുണ്ട്. ഇതൊക്കെ ബോയ്സിന് വരുന്ന 3/4. പിന്നെ ഇത് ആൺകുട്ടികൾക്കുള്ളത്. അപ്പോൾ കോഡ്രോയിലുണ്ട്, അതുപോലെ തന്നെ പാരഷൂട്ടിലുണ്ട്, നോർമലായിട്ടുള്ള. ഇത് യൂണിഫോമിൻ്റെ ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലെ യൂണിഫോം അതെല്ലാം ചെയ്യുന്ന വെച്ചാൽ ട്രെൻഡി തൊട്ട് നമുക്ക് യൂണിഫോമിന് യൂസ് ചെയ്യാൻ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള, ആൺകുട്ടികൾക്ക് പറ്റിയുള്ള അങ്ങനത്തെ എല്ലാ ഐറ്റംസ് കിട്ടും കേട്ടോ. ഇതിൻ്റെ കളർ ചേഞ്ചസ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഇത് വേണമെങ്കിലും പിക്ക് ചെയ്യാമല്ലോ. അങ്ങനെ ഓക്കെ, ഏത് കളർ വേണമോ നമുക്ക് പിക്ക് ചെയ്യാം. സൈസ് ഗ്രൂപ്പ് വരുന്നത് 22, 30, പിന്നെ 32, 40 കൂടാണ്ട് സെപ്പറേറ്റ് സൈസ് ഉണ്ട്. 22, 22, 24, 24 അങ്ങനെ സിംഗിൾ സൈസ് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് പാൻസിൻ്റെ ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് നോക്കാം. നമുക്ക് എല്ലാം കളക്ഷൻസ് ഇത് കണ്ടോ, ഇതിൻ്റെ വെറൈറ്റി കളേഴ്സും കളക്ഷൻസും എല്ലാം മോഡൽ ആ അതിൻ്റെ കളേഴ്സാണ്. അതുപോലെ പല സൈസസും ഉണ്ട് കേട്ടോ. നോർമലായിട്ടുള്ളത് ഇത് 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 ഇതൊന്ന് കാണിച്ചേ. അതില് കാർഗോസ്, പിള്ളേരുടെ കാർഗോസ് ആണ്. 6 പോക്കറ്റ് വരെ വരുന്നുണ്ട്. അതില് ബാക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ലിനൻ ടൈപ്പാ, വൈറ്റിൽ മാത്രം. ആ പാൻസിലും ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. അതിൽ കളേഴ്സും വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ജീൻസ് ഡെനിമിൻ്റെ ബാഗി. അത് ഇതാ ലെങ്ത്ത് കണ്ടോ. ഞാൻ വെറൈറ്റികൾ കൂടുതൽ കാണിക്കാൻ ശ്രമിക്കാം കേട്ടോ, പറയണേക്കാളും കൂടുതൽ. ഇഷ്ടം പോലെ പാൻസിൽ തന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല വെറൈറ്റി ഉണ്ട്. നമുക്ക് ഒരു ഫാമിലി ഷോപ്പ് തുടങ്ങാൻ ഐഡിയ ഉള്ളവരെ ഇവിടെ വന്നാൽ മതി. ഇത് ലൈക്ര പാരഷൂട്ട്. ഇതാകുമ്പോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, വലിയും. അതാണ് ലൈക്ര എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അയ്യോ കുഞ്ഞു കുട്ടീനെ ഇത് കാണിച്ചില്ലെങ്കിൽ മിസ്സായി പോട്ടോ. എന്ത് രസമാണ് കാണാൻ. 16, 18, 20. വലിയവർക്ക് മാത്രമല്ല ചെറിയ കുട്ടികൾക്കും ഈ ഒരു സെയിം മെറ്റീരിയൽ ഉണ്ട് അല്ലേ? അതൊക്കെ എങ്ങനെ ബൾക്കായിട്ട് എടുക്കേണ്ടത്? ആ ബൾക്ക് നോക്കട്ടെ. 5 സൈസസാണ് വരുന്നത്, സെയിം കളറിൽ സൈസസാണ് വരുന്നത് കേട്ടോ. 10 കളർ സെയിം ഇതിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇപ്പുറത്തെ ഒരു സെക്ഷൻ, നമുക്ക് ജെൻസിൻ്റെ ഒരു സെക്ഷനിലേക്ക് പോവാം. ജെൻസിൻ്റെ ഈ കാണുന്നത് മൊത്തം ഫുൾ നമുക്ക് ബോട്ടം വെയറുടെ സെക്ഷനാണ്. അത് ജെൻസിൻ്റെ മാത്രം വരുന്ന ഒരു സെക്ഷനാണ്. ഇനി ജെൻസിൻ്റെ ഈ ഒരു സെക്ഷൻ ഡെനിം സെക്ഷനാണ്. കോട്ടണില് കോട്ടൺ ബാഗി, പിന്നെ ഡെനിം ബാഗി, പിന്നെ ഇത് അതിൽ കളേഴ്സും ഉണ്ട് കേട്ടോ. 6 പോക്കറ്റ് ബാഗി പാൻറ്റാണ്. ഫ്രണ്ടിലും ബാക്കിലും അതുപോലെ 2 സൈഡിലായിട്ടായിരിക്കും വരാം. അതും കളർ ഒരു ഗ്രീൻ ഷെയ്ഡിൽ ഒക്കെ ചെറുതായിട്ട് പെടും. ഇത് സിംഗിൾ സൈസാ. ഇത് കാണുന്നത് നിങ്ങൾ കംഫർട്ട് ഫിറ്റ് ഉണ്ട്. കംഫർട്ട് ഫിറ്റ് സൈസ് 28 മുതൽ 42 വരെ സൈസസ് വരുന്നുണ്ട്. ഇത് കാണുന്നത് നിങ്ങൾ 8 പോക്കറ്റ്. 8 പോക്കറ്റ് 6 പോയാ ഇനി ലാസ്റ്റ് അത് 10ലേക്ക്. ഇനി ഒരു ഈ ബാഗ് കൂടി ഉണ്ട് ഒരു പോക്കറ്റ് വെക്കാൻ. എന്തായാലും വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പറയുന്നത് ഹെവി ഫാബ്രിക്, ഭയങ്കര നീറ്റഡ് ഫാബ്രിക്, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. നമുക്കിപ്പോൾ എത്ര യൂസ് ചെയ്തിട്ട് എത്ര വാഷ് ചെയ്താലും പിന്നെയും ആ ഒരു സെയിം ഫസ്റ്റ് ലുക്കിൻ്റെ പോലെ നമുക്ക് കിട്ടും കേട്ടോ. ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഗുണം അങ്ങനെയാണ്. മിലിറ്ററിയിലെ ജോഗർ, 6 പോക്കറ്റ് ജോഗർ.
ഇത് പ്ലെയിനിലും വരുന്നുണ്ട്, മിലിറ്ററിയിലും വരുന്നുണ്ട്, പല ഡെനിമിലും ജോഗർ. ജോഗർ വരുന്നുണ്ട് കേട്ടോ. അത് കോട്ടണിലും വരുന്നെന്ന് തോന്നുന്നുണ്ടല്ലേ ജോഗർ? ആ, ഇതിൽ ഡസ്റ്റി, പേസ്റ്റൽ, പിന്നെ ഡാർക്ക്, ലൈറ്റ് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. അതിന്റെ ഈ കളറെല്ലാം ആരും ചെയ്യാറില്ല. ഇല്ല, നമ്മൾ റിസ്ക് എടുത്തിട്ട് നമ്മൾ ആ കളറും വരെ വെച്ചിട്ടുണ്ട്. അതും മൂവിങ് ആണ്. ഗ്രീൻ എന്ന് പറഞ്ഞപ്പോൾ ഗ്രീൻ എടുത്തു, കണ്ടോ? ഗ്രീനിൽ ഏത് ഗ്രീൻ വേണോ? ഡാർക്ക് വേണോ? ലൈറ്റ് ഗ്രീൻ വേണോ? ഇത് ലിനൻ ഫാബ്രിക്കിലെ കാർഗോ. ഈ ഫാബ്രിക് കുറച്ച് സോഫ്റ്റ്, കുറച്ച് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. പ്രോപ്പർ ലിനൻ ഫാബ്രിക്. ആ, കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും. ഈ കൂടുതൽ ഹെവി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് ലൈറ്റ് വെയിറ്റിലായിട്ടുള്ള കളക്ഷൻസും ഉണ്ട്. അതുപോലെ തന്നെ ഇത് വരുന്നത് നമുക്ക് ഫോർമലിൻ്റെ ഒരു സെക്ഷൻ. കംപ്ലീറ്റ് ഫോർമൽ സെക്ഷൻ ആണ്. ആ, മെൻസിന്റെ കൊറിയൻ ബാഗി. ഓക്കെ. പിന്നെ മെൻസിന്റെ 6 പോക്കറ്റ് ബാഗി, പാരഷൂട്ട് ബാഗി. അഡ്ജസ്റ്റ് ചെയ്യാം. പ്രോപ്പർ ഫോർമൽ നോർമൽ ആയിട്ടുള്ളത്. ഇതൊക്കെ മെറ്റീരിയൽ വ്യത്യാസം ഉണ്ട് കേട്ടോ. നമുക്ക് കോട്ടണിലും പ്രിന്റ്സും അവൈലബിൾ ഉണ്ട്. എന്ന് സൂം ചെയ്ത് നോക്കിയാൽ ഈ മെറ്റീരിയൽ പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ ഇതിൽ. പിന്നെ പ്ലെയിനിൽ നോക്കുകയാണെങ്കിൽ ഇതാ പ്രിന്റുകളൊന്നും ഓടിപ്പിച്ച് നോക്കിയേ. ഇതൊക്കെ ഇതിൻ്റെ പ്രിന്റുകളാണ്. കളേഴ്സും ഇത്ര കളേഴ്സൊന്നും അല്ല കേട്ടോ, ഇതിനേക്കാളും അധികം കളേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ ഒരു സെക്ഷൻ മൊത്തം വരികയാണെങ്കിൽ നമുക്ക് ഫുൾ കളക്ഷൻസ് കാണാൻ പറ്റും. കോഡറായില്ല നമുക്ക് കറണ്ട് ട്രെൻഡ് ഈ വലിയുള്ള 6 പോക്കറ്റ് പാൻറ്റാണ്. വിത്ത് പാരഷൂട്ട് ബാഗ്, വിത്ത് പാരഷൂട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പാരഷൂട്ട് വരുന്നുണ്ട്. സിംഗിൾ സൈസ് നമുക്ക് ഇതെല്ലാം കട്ട് സൈസ്, നമുക്ക് ഏത് സൈസ് വേണമോ ആ സൈസ് എടുക്കാം. ഇത് കോട്ടണില്ലേ? ഇത് കോട്ടണിലെ ജോഗർ വരുന്നത്. അപ്പോൾ ഈ ആക്ച്വലി കളക്ഷൻസ് തീരുന്നില്ല ഇവിടെ. ഇതാ കോഡറായി ബാഗി മെറ്റീരിയൽ. ഇവിടെ ഉള്ളത് നമുക്ക് അണ്ടർ സ്കേർട്ട് ഉണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡ് അണ്ടർ സ്കേർട്ട്സ്. ഇത് നമുക്ക് ഒരു ഏകദേശം 72 തൊട്ടിട്ട് 170 വരെ ഉള്ള റേഞ്ച് എല്ലാം ഉണ്ട്. നമുക്ക് ദളവായ്പുരത്തിൻ്റെ കോട്ടൺ തൊട്ടിട്ട് ഒറിജിനൽ പോപ്ലിനിൻ്റെ സാരി കട്ടും ഫിഷ് കട്ടും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ നമ്മുടെ ഷേപ്പ് വെയറിൻ്റെ വെറൈറ്റീസും ഉണ്ട്. ഷേപ്പ് വെയർ എല്ലാം, ഷേപ്പ് വെയർ, ഫിഷ് കട്ട് എല്ലാം, ഇതെല്ലാം കൂടിയുണ്ട്. അതില്ലാതെ ഇപ്പോൾ കുറച്ച് നല്ല ട്രെൻഡിങ് ആയിട്ട് പോകാൻ തുടങ്ങിയത് നമ്മുടെ ഈ ബ്ലൗസസ് ആണ്. റെഡിമെയ്ഡ് ബ്ലൗസാണ്. ഏറ്റവും കുറഞ്ഞ ബ്ലൗസ് തൊട്ടിട്ട് നല്ല ഹെവി ആയിട്ടുള്ള എല്ലാ ബ്ലൗസ്. ഇതെല്ലാം ഫ്രീ സൈസാണ്. 38 തൊട്ടിട്ട് 42 വരെ അവരവർക്ക് വേണ്ടിയ അളവർക്ക് മാർജിൻ ഇട്ടിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വെറൈറ്റീസ് നോക്കാം. ഇത് ഫുൾ പാഡഡ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ നല്ല ഷേപ്പിൽ കിടക്കും ചെയ്യും. അത് സ്ലീവ് ഉള്ളതുണ്ട്, സ്ലീവ്ലെസ് ആയിട്ട് പല വെറൈറ്റീസിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡിജിറ്റൽ പ്രിന്റുകൾ, ഇതൊക്കെ കളേഴ്സും അതിന്റെ പ്രിന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഫുൾ നമുക്ക് ആ ഒരു കോപ്പറിന്റെ വർക്കിൽ വരുന്നത്. ഇതായിട്ടും ലോവസ്റ്റ്. അതെ, ഓക്കെ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് പല രീതിയിലും പല മോഡൽസിലും വരുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ ഉണ്ടെന്ന് അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. വെറൈറ്റീസ് ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇപ്പോൾ ഈ ഒരു ഫുൾ സെക്ഷൻ കാണിക്കുന്നത്. പിന്നെ ഈ ഒരു സെക്ഷൻ നമ്മുടെ പാക്കിങ്ങിൻ്റെയും അതുപോലെ ബില്ലിംഗ് സെക്ഷനാണ് വരുന്നത്. ഇത് നമ്മൾ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചോ ഇല്ലെന്ന് ഓർമ്മയില്ല. എന്തായാലും ഇത് ഫുൾ ഏരിയ നമുക്ക് ഇത്രയും സ്പേസ് വരുന്നത് ബില്ലിംഗ്. അതെ, ഇത് കംപ്ലീറ്റ് ബില്ലിംഗ് സെക്ഷൻ ആണ്. പാക്കിംഗ് ഇവിടെ നടക്കും. കയ്യിൽ കൊണ്ടുപോകാനുള്ള പാക്കിംഗ് എല്ലാം ഇവിടെയാണ്. ബുക്കിംഗ് ആയ പാക്കിംഗ് കംപ്ലീറ്റ് നമ്മുടെ ബേസ്മെന്റിലാണ്. ബുക്കിംഗ് ചെയ്യണം. ഓൺലൈൻ വഴിക്ക് വരുന്നത് താഴ്ത്താം. ഇല്ല, കുറച്ച് പേര് ഇവിടെ സാധനം എടുത്തിട്ട് അവർ കടയ്ക്ക് നമുക്ക് ട്രാൻസ്പോർട്ട് വഴി അയക്കാൻ പറയും. ആ ബുക്കിംഗ് എല്ലാം വേറെ ഒരു ബോക്സ് ആയിട്ട് പാക്ക് ചെയ്തിട്ട് അയക്കാറുണ്ട്. പാക്ക് ചെയ്ത് അയക്കാം. അപ്പോൾ നോക്കി ഇതൊക്കെ ഫുൾ ബോക്സ് പാക്കിങ്ങിൽ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഷർട്ട് ഇത്രയും ബൾക്കായിട്ട് ഏതോ ഒരു കസ്റ്റമർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുൾ ഈ ഒരു സെക്ഷൻ ഫുൾ ബില്ലിങ്ങിന്റെ ഒരു സെക്ഷൻ വരുന്നത്. നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഒന്ന് വരുമോ? അയ്യോ, എത്ര പോയാലും തീരില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വന്ന് നിന്നാലാണ്. പിന്നെ ഒരാൾക്ക് പനിയായിട്ടിരിക്കുക, നേരത്തെ നമുക്ക് അത് വയ്യാണ്ടായിട്ട് ഇരിക്കുകയായിരുന്നു. ഇല്ല ഉണ്ട് ഇവിടെ വരുമോ? സോ ഇതിപ്പോ വീഡിയോ 2 പാർട്സ് ആയ പോലെ. അപ്പോൾ കസ്റ്റമറിന് ശരിക്കും പറഞ്ഞാൽ 1 വീക്കിലോ 1 മണിക്കൂർ വെച്ചിട്ട് വീഡിയോ വേണം അത്രയും. അപ്പോൾ കസ്റ്റമേഴ്സും അതുപോലെ സമയം നമുക്ക് തരണം. നമ്മുടെ കടയിൽ കയറി കഴിഞ്ഞാൽ അത്രത്തോളം കാണാനുണ്ട്. സോ പ്ലീസ് സ്പെൻഡ് ടൈം. രാവിലെ തന്നെ വരിക. 1 or 2 ഡേയ്സ് ഇവിടെ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ലേറ്റസ്റ്റ് കളക്ഷൻസ് കിട്ടും നമ്മുടെ കടയിൽ നിന്നും മാർക്കറ്റിൽ നിന്നും. സോ പ്ലീസ് വെൽക്കം ടു എറണാകുളം മാർക്കറ്റ്, വെൽക്കം ടു എമ്മിലേക്ക് വരിക. ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ബണ്ടിൽസ് എല്ലാ ദിവസവും പൊട്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി ആക്ച്വലി
1 month കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വേറെ കടയായിരിക്കും, ബിക്കോസ് എല്ലാ ഐറ്റം വേറെ ആയിരിക്കും. എല്ലാ ഐറ്റംസ് 1 month അല്ല 1 week തൊട്ട് ബണ്ടൽസ് ഇഷ്ടം പോലെ ഇങ്ങനെ പൊട്ടിച്ചോണ്ടേയിരിക്കുകയാണ് പുതിയ പുതിയ വെറൈറ്റീസ്. പിന്നെ എപ്പോഴും ഞാൻ ഇങ്ങനെ പുറത്ത് മാർക്കറ്റ് റോഡിൽ നിന്നിട്ട് കാണാറുണ്ട് എമ്മൻ ഇങ്ങനെ നോക്കാറുള്ളൂ ബിൽഡിംഗ്, പക്ഷെ ഉള്ളിലേക്ക് കയറാൻ പറ്റാറില്ല. പക്ഷെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അയ്യോ ഇത് ഇത്രയും ചെറിയ ബിൽഡിംഗ് ആണെന്ന് അങ്ങനെ ഒരു ഫീൽ ചെയ്ത് ഇതിനേക്കാളും അക്രമം ഉള്ളിലേക്ക് കയറുമ്പോൾ അത്രയും സ്പേസ് ഉണ്ട്. ഓരോരോ ഫ്ലോറിൽ നമുക്ക് 8000 സ്ക്വയർ ഫീറ്റിലെ കളക്ഷൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഒന്നുമല്ല, ഫ്രണ്ടിൽ നിന്ന് കാണുന്ന പോലെ അല്ലാട്ടോ ഉള്ളിലേക്ക് കയറുമ്പോൾ നിറയെ കളക്ഷൻസ് ഉണ്ട്. അതിന് ഹാൻഡ്സ് ഓഫ്. അടിപൊളിയായിട്ട് ചെറിയ കട തൊട്ട് ഇത്രയും വലിയൊരു കടയിലേക്ക് വലിയൊരു അധ്വാനം തന്നെയാണ്. ഇതേപോലെ നിങ്ങൾക്കും ആവണമെങ്കിൽ നല്ലൊരു കടയാവാം, പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യണമെങ്കിൽ നല്ലൊരു ട്രെയിനിങ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. നമ്മുടെ സൈഡിൽ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. നമ്മുടെയും സ്റ്റാഫിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ വേണോ, ഐറ്റത്തിനെ കുറിച്ചാണെങ്കിലും അടുത്ത ട്രെൻഡ്സിനെ കുറിച്ചാണെങ്കിലും എന്ത് രീതിയിൽ ഇൻഫർമേഷനും സപ്പോർട്ടും എല്ലാം നമ്മൾ തരുന്നത്. നമ്മുടെ സർവീസാണ് എമ്മൻ്റെ സ്പെഷ്യാലിറ്റി. ഇപ്പോൾ സർവീസിനെ കുറിച്ച് ഓർത്ത് ഒന്നും പേടിക്കേണ്ട, നല്ല രീതിയിൽ സർവീസ് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ഡെഫിനറ്റ്ലി വന്നോളൂ. അപ്പോൾ അപ്പുറത്തൊരു കടയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ആ കടയിൽ ഇരിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? നമ്മുടെ അപ്പുറത്തുള്ളത് 2x1 ഉണ്ട്, ലൈനിങ് ക്രേപ്പിൻ്റെ ലൈനിങ് ഉണ്ട്, തിരുപ്പൂരിൻ്റെ ഏറ്റവും കുറഞ്ഞ റേഞ്ച് മാർജിൻ കുറവായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ റാസി കാവി അങ്ങനെ കുറച്ച് നെയിമിങ് ഐറ്റംസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തീരെ കുറവുള്ള മാർജിൻ വെച്ചിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡ് ഒരു സെപ്പറേറ്റ് വിങ് ആയിട്ട് MN ക്യാഷ് ആൻഡ് ക്യാരി എന്ന് പറഞ്ഞിട്ട് MNF ആർക്കേഡിൻ്റെ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡ് 9th കടയിൽ നിങ്ങൾ തുടങ്ങി. ഇത് വരുന്നത് ഇനി നിങ്ങൾ വിചാരിക്കും അത് എന്തുകൊണ്ട് അപ്പുറത്ത് അങ്ങനെ വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ചില കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ആ ഐറ്റം മാത്രം ആവശ്യമുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഏരിയ അവർ ചൂസ് ചെയ്തിരിക്കുന്നത്. അത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ വേണമെന്ന് വെച്ചാൽ ഇവിടെയും ഡയറക്റ്റ് വരാം. എവിടെ പോയാലും നിറച്ച് തുണി എന്നുള്ള പേരിൽ എന്തൊക്കെ നമുക്ക് കിട്ടും അതൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് MN ഫാഷൻ, MN ഫാബ്രിക്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമുക്ക് എറണാകുളം മാർക്കറ്റ് റോഡിൽ തന്നെ നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിഗ് ബിൽഡിംഗ് ആണ്. ഒരു 6 floor ആയിട്ടുള്ള ബിഗ് ബിൽഡിംഗ് ആണ് കേട്ടോ. best wishes to this team as well. ഓക്കെ, അപ്പോൾ ഇവരോട് മാത്രമല്ല ഫുൾ ടീം നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ ബിസിയാണ്. എല്ലാം സ്റ്റാഫ്മാരുണ്ടെങ്കിൽ ഒന്ന് കൈപൊന്തിച്ചേ, എല്ലാരും അപ്പുറത്തെ സൈഡൊക്കെ നമ്മുടെ പെണ്ണിയാട്ടോ എല്ലാരും സ്റ്റാഫ്മാരോട് എല്ലാരോടും. അപ്പൊ ബൈ, ഇതൊന്ന് കൊണ്ടുപോട്ടെ. ബൈ, താങ്ക് യു.